കാവ്യപുസ്തകങ്ങൾ പ്രധാനമായിട്ടും 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടിരിക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി നൽകുവാനാണ് ഈ പുസ്തകം ശ്രമിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രാഥമികമായ ചോദ്യം ഇതാണ്: നീതിമാൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? മനുഷ്യകുലത്തെ മുഴുവനായിട്ട് നാളിതുവരെ ഉഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. നിഷ്കളങ്കനായ വ്യക്തി, നിർദോഷിയായ വ്യക്തി എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? ഈ പുസ്തകത്തിന് മനുഷ്യന്റെ പ്രതികരണങ്ങളും അതുപോലെ സർവശക്തനായ ദൈവത്തിന്റെ പ്രതികരണങ്ങളും ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 42 അധ്യായങ്ങളെ വിവിധ ഭാഗങ്ങളായി ക്രമീകരിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. 1-2 അധ്യായങ്ങളും അതുപോലെ അവസാനത്തെ 42 അധ്യായങ്ങളും ഉപക്രമവും അതുപോലെ ഉപസംഹാരവും അധ്യായങ്ങളായിരിക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് 2 വിധത്തിലുള്ള സംഭാഷണങ്ങളാണ് കാണുന്നത്. ഒന്ന്, ഇയ്യോബും തന്റെ സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണം. രണ്ടാമത്തെ ഭാഗം ഇയ്യോബും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ്. പ്രാഥമികമായി നമ്മൾ ചിന്തിക്കുന്നത് ഇയ്യോബും തന്റെ സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാരുടെ പേരുകളാണ് ബിൽദാദ്, സോഫർ, എലിഫസ്. ഈ 3 സ്നേഹിതർ ഇയ്യോബിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ അവനെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി അവന്റെ ഭവനത്തിൽ വന്നതാണ്. ഇയ്യോബിന്റെ കഷ്ടതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ കനത്ത ചില നഷ്ടങ്ങൾ ഉണ്ടായി. തന്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു, തന്റെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു. 1-2 അധ്യായങ്ങളിൽ ഇതിന്റെ സവിസ്തരമായ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സാത്താൻ ഒരിക്കൽ ദൈവത്തിന്റെ മുൻപാകെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഇയ്യോബിന് ചുറ്റും നീ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്നെ ഇപ്രകാരം സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്? ഈ പുസ്തകത്തിൽ അടിസ്ഥാനപരമായി അവിടെ ചുരുത്തിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പിശാച് പൊതുവെ ഉയർത്തുന്ന ഒരു ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ സംഗതി ഇതാണ്. അവൻ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തെ സ്നേഹിക്കുവാൻ മനുഷ്യന് പ്രതിഫല ഇച്ഛ കൂടാതെ കഴിയുമോ? ആ ചോദ്യം തന്നെയാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ചിന്താവിഷയം. മനുഷ്യന് ദൈവത്തെ സേവിക്കുവാൻ ഒരു പ്രയോജനവും ഇല്ലാതെ, ഒരു ലാഭേച്ഛയും കൂടാതെ ദൈവത്തെ സേവിപ്പാൻ കഴിയുമോ? ഈ ഒരു പ്രശ്നത്തെയാണ് സാത്താൻ ദൈവത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇയ്യോബ് ദൈവത്തെ സ്നേഹിക്കാൻ കാരണം, ഇയ്യോബ് ദൈവത്തെ അനുസരിക്കാൻ കാരണം ദൈവം അവന് സംരക്ഷണം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി പറയുവാനാണ് ദൈവം ശ്രമിക്കുന്നവൻ. പറയുകയാണ്, ഇയ്യോബിനെ പോലെ നിർദോഷിയായവൻ, നിഷ്കളങ്കനായവൻ, ദോഷം വിട്ട് അകലുന്നവൻ എന്നാണ് ദൈവം അവനെ വിശേഷിപ്പിക്കുന്നത്. തിരുവഴുത്തിൽ ഇയ്യോബിനെ കുറിച്ച് നിർദോഷി, നിഷ്കളങ്കൻ, പാപമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പാപരഹിതൻ ആയിരുന്നു എന്നുള്ളതല്ല. പ്രത്യുത അവൻ ആത്മീക പക്വത പ്രാപിച്ച വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇയ്യോബ് പാപരഹിതനല്ല, അവൻ ആത്മീകമായ പക്വത പ്രാപിച്ചവനാണ്. അങ്ങനെ പിശാചിനോട് മറുപടി പറയുവാനായിട്ട് അവന്റെ വസ്തുവകകളെയും അവന്റെ മക്കളെയും എല്ലാം ദൈവം പിശാചിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. സകലതും നഷ്ടപ്പെട്ട ഇയ്യോബ് പറയുന്ന പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അർത്ഥാൽ ഇയ്യോബ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇയ്യോബ് പറയുകയാണ്, ദൈവത്തെ സേവിക്കുവാൻ ഒരു മനുഷ്യന് പ്രതിഫല ഇച്ഛ കൂടാതെ കഴിയും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇയ്യോബ് അവിടെ അടിവരയിട്ട് പറയുന്നത്. അവന്റെ ജീവിതത്തിന്റെ ആ വളരെ ദുർഘടമായ സാഹചര്യത്തിൽ അവന്റെ സ്നേഹിതന്മാർ അവന്റെ അടുക്കൽ വന്നു. പിശാച് 2ാം വട്ടവും ഇയ്യോബിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ദൈവമേ, നീ അവന്റെ ശരീരത്തെ ഒന്ന് തൊടുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയ്യോബ് നിന്നെ തള്ളിപ്പറയും. കാരണം മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടി അവൻ എന്തും, സ്വന്തം ജീവന് വേണ്ടി എന്തും അവൻ ത്യജിച്ചു കളയും. ദൈവം അവൻ അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇയ്യോബിന്റെ ശരീരത്തെ പിശാച് തൊടുവാൻ ദൈവം അനുവാദം കൊടുത്തു. അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറഞ്ഞു. അവന്റെ സ്നേഹിതന്മാർ അവനെ വിട്ട് അകന്നുപോയി. അവനുണ്ടായിരുന്ന മാന്യത നഷ്ടപ്പെട്ടു. അവന്റെ സ്വന്തം ഭാര്യ പോലും അവനിൽ നിന്ന് അകലുവാൻ തുടങ്ങി. ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇയ്യോബ് വാക്കുകൊണ്ട് ഒരു ദോഷവും ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇയ്യോബിന്റെ ജീവിതത്തിന്റെ ആ പ്രശ്ന സങ്കീർണമായ വളരെ ദുർഘടമായ സാഹചര്യത്തിൽ ഇയ്യോബ് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: ദൈവത്തെ സേവിക്കുവാൻ പ്രതിഫല ഇച്ഛയുടെ ആവശ്യമില്ല. പ്രതിഫല ഇച്ഛ കൂടാതെ ദൈവത്തെ സേവിക്കുവാൻ കഴിയും. ഇവന്റെ പ്രയാസഘട്ടത്തിൽ അവനെ ആശ്വസിപ്പിക്കേണ്ടതിനു വേണ്ടി എലിഫസ്, ബിൽദാദ്, സോഫർ എന്ന് 3 പറയുന്ന സ്നേഹിതന്മാർ ഇയ്യോബിന്റെ അടുക്കൽ വന്നു. അവനെ ആശ്വസിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നെങ്കിലും അവസാനമായിട്ട് ഇയ്യോബ് അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങളെല്ലാവരും ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നാണ്. എന്റെ ആശ്വാസത്തെക്കാൾ ഉപരി
നിങ്ങൾ എനിക്ക് കൂടുതലായി പ്രയാസം വരുത്തുകയാണ്. ഇവിടെ അല്പമായി ഒന്ന് നിന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓരോ സ്നേഹിതനും ഇയ്യോബിന്റെ കഷ്ടതയോട് നടത്തിയ പ്രതികരണങ്ങൾ എന്താണ്? ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന, വിശേഷാൽ നീതിമാന്മാരായ ആളുകൾ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, അതിന്റെ മധ്യേ മനുഷ്യന്റെ പ്രതികരണങ്ങൾ എന്താണ്? അതറിയണമെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇവരുടെ സ്നേഹിതന്മാർ നടത്തിയ പ്രതികരണങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രാരംഭമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയെ ഞാൻ പെടുത്തട്ടെ. എലിഫസ് എന്ന് പറയുന്ന തന്റെ ആദ്യത്തെ സ്നേഹിതൻ നടത്തുന്ന പ്രസ്താവനയാണ്. 3 വട്ടം സംഭാഷണങ്ങളാണ് എലിഫസ് ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ നടത്തുന്നത്. ഓരോ സംഭാഷണങ്ങൾക്കും ഇയ്യോബ് വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട്. ഒന്നാമതായി ഈ എലിഫസ് പറയുന്ന ചിന്ത ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നു, ഇയ്യോബേ, ഇത് നിനക്ക് പറ്റിയൊരു സമയമാണ്. നിന്റെ ജീവിതത്തിലുള്ള പാപത്തെ മനസ്സിലാക്കുവാനായിട്ട് നിനക്ക് പറ്റിയൊരു സമയമാണ്. എലിഫസ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവൻ പറയുന്നത്. അദ്ദേഹം പറയുന്ന പ്രസ്താവന ഇപ്രകാരമാണ്: ഈ കഷ്ടത വന്നത് പാപത്തിന്റെ അനന്തര ഫലമാണ്. ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യൻ സാധാരണയായി വിവക്ഷണം ചെയ്യുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ കഷ്ടതയിലൂടെ പോകുന്നത്, പ്രയാസങ്ങളിലൂടെ പോകുന്നത് അവന്റെ പാപത്തിന്റെ അനന്തര ഫലമാണ്. അതേ പ്രസ്താവന തന്നെയാണ് എലിഫസ് ഇയ്യോബിനോട് പറയുന്നത്. രണ്ടാമതായിട്ട് വീണ്ടും അവൻ പറയുകയാണ്, ഇയ്യോബേ, ഇത് ദൈവത്തിന്റെ ഒരു അച്ചടക്ക നടപടിയാണ്. ദൈവം നിന്നെ ശിക്ഷിക്കുന്ന ഒരു സമയമാണ്. നിനക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരമാണെന്ന് എലിഫസ് വളരെ വ്യക്തമായിട്ട് ഇയ്യോബിനോട് പറയുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, ഇയ്യോബേ, നീ ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തോട് മത്സര ബുദ്ധി കാണിച്ചതിന്റെ ഫലമായിട്ടാണ് നിനക്ക് ഈ അവസ്ഥ, ഈ പ്രയാസം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് അവൻ പറയുന്നു, ഒരു ദുഷ്ടനായ മനുഷ്യന്റെ എല്ലാവിധ സ്വഭാവങ്ങളും നിന്നെ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. കാരണം നീ നിന്നെ തന്നെ നീതീകരിക്കുകയാണ്. നിന്റെ കഷ്ടതയുടെ മധ്യത്തിലും നീ വിശുദ്ധനാണെന്ന് നീ സ്വയമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറ്റാരോപണങ്ങളെല്ലാം ഇയ്യോബിന് നേരെ ചുമത്തിയിട്ട് എലിഫസ് അവനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിന്റെ പാപത്തിന്റെ, നീ ചെയ്ത അകൃത്യത്തിന്റെ ഫലമായിട്ടാണ് ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എലിഫസിന്റെ ചിന്താഗതിയിൽ, തന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് എലിഫസ് പറയുന്നത്, ദൈവം മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ആ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ നീതിയിലൂടെ നടത്തേണ്ടതിന് വേണ്ടി, മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതിന് വേണ്ടി, മനുഷ്യനെ ശിക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇടപെടുന്നത്. അല്ലാത്ത ഒരു കാര്യത്തിലും ദൈവം ഇടപെടുന്നില്ലെന്നാണ് എലിഫസിന്റെ വാദം. അതുകൊണ്ട് അവസാനമായിട്ട് ആത്യന്തികമായി എലിഫസ് ഇയ്യോബിനോട് ആവശ്യപ്പെടുകയാണ്, ഇയ്യോബേ, ഇത് നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള ശ്രമയമാണ്. ഇത് കേട്ടപ്പോഴാണ് ഇയ്യോബ് പറയുന്നത്, എന്റെ സ്നേഹിതരെല്ലാം എനിക്ക് ദുഃഖിക്കുമെന്ന ആശ്വാസകന്മാരായി മാറുന്നു. രണ്ടാമത്തെ സ്നേഹിതനായ ബിൽദാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇയ്യോബിന്റെ അടുത്ത് രണ്ടാമതായി വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, ഇയ്യോബേ, നിന്നിൽ പാപമുണ്ട്. പാരമ്പര്യമായിട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റു മനുഷ്യ പിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ദുഷ്ടരായ മനുഷ്യർ മാത്രമാണ് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് നഷ്ടങ്ങളും ജീവിതത്തിന്റെ കഷ്ടങ്ങളും വരാനുള്ള കാരണം നിന്റെ ജീവിതത്തിൽ ഏതോ അകൃത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രഹസ്യ പാപങ്ങളുണ്ട്. നീ ദൈവത്തെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഇയ്യോബ് ദൈവത്തെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. നിന്റെ വസ്തുവകകളിൽ നീ ആശ്രയിച്ചു. അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ നിന്നെ കൊണ്ടുപോകുന്നത്. ആത്യന്തികമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, നീ ഒരു ദുഷ്ടനായ മനുഷ്യനായതുകൊണ്ട് നീ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം ഇപ്രകാരം ഒരു കെണിയിലാകുവാൻ കാരണം നീ ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നിനക്ക് കുറ്റം ഏറ്റുപറഞ്ഞ് മടങ്ങി വരാനുള്ള ഒരു സമയമാണ്. പക്ഷെ ഇപ്പോഴും നീ നിന്റെ കുറ്റം ഏറ്റുപറയാതെ ആയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ 2 സ്നേഹിതന്മാരും ഇയ്യോബിനോട് പറയുന്നത്, ഒരാൾ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, മറ്റൊരാൾ തന്റെ പാരമ്പര്യത്തിൽ നിന്ന് പറയുകയാണ്. നിങ്ങൾ 2 പേരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇയ്യോബിനോട് അവർ പറയുന്നത്, എന്നാൽ നിന്റെ പാപത്തിന്റെ ഫലമായി, നിന്റെ ദുഷ്ടതയുടെ ഫലമായി, നീ ദൈവത്തോട് മത്സരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇയ്യോബേ ഇപ്രകാരം ഒരു സാഹചര്യം നിനക്കുണ്ടായിരിക്കുന്നത്. മൂന്നാമത്തെ തന്റെ സ്നേഹിതൻ സോഫർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ 2 വട്ടം സംഭാഷണങ്ങളാണ് ഇയ്യോബുമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇയ്യോബ് അനുഭവിക്കുന്ന കഷ്ടങ്ങളെക്കാൾ ഇരട്ടിയായിട്ടുള്ളത് നീ സത്യത്തിൽ അർഹനാണ്. കാരണം നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഇരട്ടിയായുള്ള ഒരു കഷ്ടതയാണ് നിനക്ക് ആവശ്യം. അവർ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വയം പ്രശംസയുണ്ട്, നിന്നെ തന്നെ പുകഴ്ത്തുന്ന അനുഭവമുണ്ട്, നീ ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അജ്ഞനായ വ്യക്തിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ദൈവം നിന്നെ നശിപ്പിക്കുവാൻ, ദൈവം നിന്നെ ശിക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അനന്തരഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടത എന്നാണ് ഈ സോഫർ എന്ന് പറയുന്ന മൂന്നാമത്തെ തന്റെ സ്നേഹിതനും പറയുന്നത്.
സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഊഹത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം തന്നെ ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് സോഫർ സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സാധാരണഗതിയിൽ ദുഷ്ടരായ വ്യക്തികൾക്ക് അവരുടെ സമ്പത്ത് നഷ്ടപ്പെടാറുണ്ട്, അവരുടെ മക്കളെ നഷ്ടപ്പെടാറുണ്ട്. ദൈവവെട്ടിയെ വഴി വിട്ട് അകന്നു പോകുന്നവർക്ക് ജീവിതത്തിൽ ഇതുപോലെ കനത്ത നഷ്ടങ്ങൾ വരും. ഏതൊരു വ്യക്തിയും ദുഷ്ടത പ്രവചിച്ചാൽ അല്പകാലത്തേക്ക് മാത്രമേ അവരിൽ ഒരു നന്മ ഉണ്ടാകത്തുള്ളൂ, അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ. ഈ ചിന്തയാണ് ഇയ്യോബിലേക്ക് അവർ പകരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ 3 സ്നേഹിതരും ഇയ്യോബിന്റെ അടുത്തിൽ വന്ന് പറയുന്നത്, നിനക്കിന്ന് വന്ന നഷ്ടം, നിനക്കിന്ന് വന്ന ശാരീരികമായ ദണ്ഡനമെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുപോയതിന്റെ, ദൈവത്തോട് മത്സരിച്ചതിന്റെ അനന്തര ഫലമാണ്. ഇത് തന്നെയാണ് മനുഷ്യൻ ഇന്ന് ലോകത്തിലും പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിമാനായ വ്യക്തി കഷ്ടം അനുഭവിക്കുവാൻ സാധ്യതയില്ല. യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും വേദനയിലൂടെ കടന്നു പോകത്തില്ല. ഇങ്ങനെയാണ് മാനുഷികമായ പ്രതികരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ, ഈ സ്നേഹത്തിൽ പറഞ്ഞ ചിന്തകൾ ഇപ്രകാരമാണ്: പാപം കഷ്ടതയിലേക്ക് നടത്തുന്നു, പാപം വേദനയിലേക്ക് നിങ്ങളെ നടത്തുന്നു. മാത്രമല്ല, നിങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് നന്മ തരും. നിങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ദുഷ്ടത മടക്കി തരും. ഈ ദുഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നിങ്ങളെ ശിക്ഷിച്ച് ശരിയാക്കേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇയ്യോബ് ഈ സമയത്ത് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടണം. ആ മാനസാന്തരത്തിനുള്ള പടി ഇയ്യോബ് തന്നെ മുൻകൈ എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്നേഹിതന്മാർ അവനോട് പ്രതിപാദിക്കുന്നത്. മനുഷ്യകുലത്തോടും ഇന്നും പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്: നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങളുടെ പാപത്തിന്റെ അനന്തര ഫലമാണ്. ഇനി ഈ പ്രസ്താവനകളോട്, ഈ ചിന്തകളോട് ഇയ്യോബ് എപ്രകാരം പ്രതികരിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇയ്യോബ് തന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ, വേദനയുടെ അനുഭവം വന്നപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവമേ, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ ജനിച്ചതുകൊണ്ടാണ് ഈ കഷ്ടതകളെല്ലാം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഇയ്യോബ് ഈ ലോകത്തിൽ ഇല്ലാതിരുന്നാൽ ഈ കഷ്ടതകൾക്ക് ഒരു മാറ്റം വരും. സാധാരണയായി മനുഷ്യർ കണ്ടെത്തുന്ന ഒരു മാർഗമാണ്, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ കണ്ടെത്തുന്ന മാർഗമാണ് അവരെ തന്നെ ഇല്ലാതാക്കുക. ഇയ്യോബും ഒരു പരിധിവരെ അത് ചിന്തിച്ചു. ഞാൻ ജനിച്ചപ്പോഴേ മരിച്ചെങ്കിൽ നന്നായിരുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ മരിച്ചെങ്കിൽ നന്നായിരുന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്? ഈ ചിന്തകളാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നത്. തന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്തകളാണ് പലപ്പോഴും നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിഞ്ഞത്. 2-ാമത്തെ കാര്യം, താൻ ദൈവത്തോട് പറയുകയാണ്: കർത്താവേ, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അത് ചൂണ്ടിക്കാണിക്കണം. ഇത്ര വലിയ കഷ്ടത സഹിക്കത്തക്ക രീതിയിൽ ഞാൻ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? തന്റെ ബാല്യകാലം മുതൽ ഇയ്യോബ് ഓരോ ഘട്ടങ്ങളും പരിശോധിച്ച് നോക്കിയിട്ട് ഇയ്യോബ് പറയുവാണ്, ഇത്ര വലിയ കഷ്ടതകൾ അനുഭവിക്കത്തക്ക രീതിയിൽ, നഷ്ടങ്ങൾ അനുഭവിക്കത്തക്ക രീതിയിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഇയ്യോബ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് തന്നെ അവൻ ചോദിക്കുകയാണ്, എന്റെ വിഷയങ്ങളെ, എന്റെ ഈ കേസ്, എന്റെ ഈ വിഷയം ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അതിനെ നീ മനസ്സിലാക്കണം. 2-ാമതായിട്ട് ദൈവത്തോട് അവൻ പറയുകയാണ്, ആദ്യമായിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇല്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ ഇതിന് തക്കതായ യോഗ്യമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല. 2-ാമതായിട്ട് താൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു വിധിയെ പോലെയാണ് ഇയ്യോബ് കാണുന്നത്. ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, നീ സർവശക്തനായ ദൈവമാണ്, നിനക്കെല്ലാം ചെയ്യാൻ കഴിയും, നിന്നോട് തർക്കിച്ചും വാദിച്ചു നിൽക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ വന്നതെല്ലാം നീ എന്നെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർവശക്തന്റെ കരം എനിക്ക് പ്രതികൂലമാണ്, ദൈവം എന്റെ ശത്രുവാണ്. ഇനി ഞാൻ എത്ര ശ്രമിച്ചാലും ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ ഒരു വിധി എന്ന രൂപത്തിൽ ഇയ്യോബ് തന്റെ ജീവിതത്തെ കാണുകയാണ്. ദൈവത്തിന് എല്ലാം കഴിയും, ദൈവത്തെ കൊണ്ട് എല്ലാം സാധിക്കും. അപ്പോൾ ഞാൻ ഇനി എത്ര ചെയ്താലും എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതാണ് 2-ാമതായിട്ട് ഇയ്യോബ് കണ്ടെത്തുന്ന ഒരു മറുപടി. 3-ാമതായിട്ട് ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ സമ്പന്നനായിട്ട് ജീവിച്ചാലും ദരിദ്രനായിട്ട് ജീവിച്ചാലും, ഈ ലോകത്തിൽ ജ്ഞാനിയായിട്ട് ജീവിച്ചാലും ഭോഷനായിട്ട് ജീവിച്ചാലും, എല്ലാവരും അവസാനം ചെന്നെത്തുന്നത് മരണം എന്ന യാഥാർത്ഥ്യത്തിലാണ്. അതെല്ലാവർക്കും വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇയ്യോബ് ചെന്നെത്തുന്നത്. 4-ാമത്തെ കാര്യമായിട്ട് ഇയ്യോബ് പറയുന്ന ഒരു വിഷയം ഇതാണ്: എന്റെ സ്നേഹിതന്മാർ പറഞ്ഞ ഈ അഭിപ്രായം, ഞാൻ പാപം ചെയ്തതിന്റെ ഫലമാണ് എന്ന് പറഞ്ഞതിന്റെ അഭിപ്രായം, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച്, കഷ്ടത എന്നുള്ള വിഷയത്തെ കുറിച്ച് അവർക്ക് വ്യക്തമായി ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ അഭിപ്രായം അവർ പറഞ്ഞതെന്ന് പറയുന്നു. അവരുടേതായ ചിന്തകളാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും നന്മയും, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും തിന്മയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ നീതി എന്നുള്ള ചിന്താവിഷയം
ഇയ്യോബ് പറയുകയാണ്, തന്റെ സ്നേഹിതന്മാർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. അങ്ങനെ കഷ്ടതയെ കുറിച്ച് തന്റെ സ്നേഹിതന്മാർ നടത്തിയ ആ വിഷയത്തെ കുറിച്ച് ഇയ്യോബ് പറയുന്ന പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, എല്ലാ മനുഷ്യ ജീവിതത്തിനും മരണം എന്നുള്ളത് ഒരവസാനമാണ്. അത് തന്നെ തന്റെ ജീവിതത്തിലും തനിക്ക് സംഭവിക്കും. അതിന്റെ അപ്പുറത്തോട്ട് ഇനി മറ്റൊന്നും കാണുന്നില്ല എന്നാ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാന് ആ നിഴലുകളുടെ ഒരു ദേശത്തേക്ക്, ഇരുളിന്റെ ഒരു ദേശത്തേക്ക് ഈ ഒരു അവസ്ഥ കഴിയുമ്പോൾ മാറ്റപ്പെടും. പഴയ നിയമ ചിന്താഗതി അനുസരിച്ച് ഉയർപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഉയർപ്പിന്റെ അനന്തര ജീവിതത്തെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകൾ അന്ന് വിശുദ്ധന്മാർക്കില്ലായിരുന്നു. എങ്കിലും ഇയ്യോബ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവസാനം പറയുന്നുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് അറിയുന്നു. അപ്പൊ ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ ഉറച്ച ഒരു ബോധ്യമുണ്ടായിരുന്നു. ഈ കഷ്ടതയുടെ നടുവിൽ, ഈ നഷ്ടങ്ങളുടെ നടുവിലെല്ലാം ദൈവം എന്നുള്ള യാഥാർത്ഥ്യത്തെ തള്ളി പറയുവാൻ ഇയ്യോബ് ഒരിക്കലും തയ്യാറായില്ല. വളരെ വ്യക്തമായിട്ട് ഇയ്യോബ് പറയുന്നുണ്ട്, ഈ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. ഞാൻ തെക്കോട്ട് ചെന്നു, ദൈവത്തെ അവിടെ കണ്ടില്ല. ഞാൻ വടക്കോട്ട് ചെന്നു, അവൻ അവിടെ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചു, പക്ഷെ അവനെ അവിടെ കണ്ടില്ല. ഞാൻ കിഴക്കോട്ട് ചെന്നു, ദൈവം അവിടെ ഇല്ല. പടിഞ്ഞാറോട്ട് ചെന്നു, ദൈവം അവിടെ കാണുന്നില്ല. പക്ഷെ ഇയ്യോബിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുവാണ്, ഞാൻ അന്വേഷിച്ചിടത്തെല്ലാം ദൈവത്തെ കണ്ടില്ലെങ്കിലും എന്റെ വഴികളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഈ ഏതൊരു ഭക്തനും ഉറച്ചിരിക്കാവുന്ന ഒരു വസ്തുതയാണ്, നമ്മുടെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവം ഒരുപക്ഷെ മുഖം മറച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചാലും, ഒരു വസ്തുത ഇയ്യോബ് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ദൈവം നമ്മുടെ പാതകളെ അറിയുന്നു. ചുരുക്കത്തിൽ കഷ്ടത എന്നുള്ള യാഥാർത്ഥ്യത്തോട്, മനുഷ്യ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങൾ എന്ന യാഥാർത്ഥ്യത്തോട് മനുഷ്യന്റെ പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതിലൂടെ കടന്നുപോയ ഇയ്യോബിന്റെ പ്രസ്താവന, ദൈവത്തിന് അടിയുറച്ചു വിശ്വാസമുള്ള ഇയ്യോബിന്റെ പ്രസ്താവനയും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, ഇതിന് തക്കതായ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. ഇതിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിന്റെ വശങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അത് ബോധ്യപ്പെടുത്തണമേ. അവസാനമായി തന്റെ പ്രസ്താവന ഇപ്രകാരമാണ്, വളരെ ശ്രദ്ധേയം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്ന് പറഞ്ഞാൽ, ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന ഒരുവനിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ വീണ്ടെടുക്കുവാൻ, എന്റെ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് ഇയ്യോബ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ചുരുക്കത്തിൽ ഇയ്യോബ് പറഞ്ഞ, തന്റെ സ്നേഹിതന്മാർ പറഞ്ഞ ആ വിഷയങ്ങളെ ശക്തമായിട്ട് പ്രതിരോധിച്ച് നിൽക്കുകയാണ് ഇയ്യോബ്. പാപത്തിന്റെ അനന്തരഫലമാണ് കഷ്ടത എന്നുള്ള സ്നേഹിതരുടെ വാദത്തെ ഇയ്യോബ് ശക്തമായിട്ട് പ്രതിരോധിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒന്നാമതായിട്ട് അവന്റെ സ്നേഹിതന്മാരുടെ പ്രതികരണം, രണ്ടാമതായിട്ട് ഇയ്യോബിന്റെ പ്രതികരണം, മൂന്നാമതായിട്ട് ദൈവത്തിന്റെ പ്രതിനിധിയായി അതിന്റെ അവസാന അധ്യായങ്ങളിൽ ഒരു വ്യക്തി വരുന്നുണ്ട്. അദ്ദേഹത്തെയാണ് എലിഹു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം പറയുന്നത് ഈ സ്നേഹിതന്മാർ പറയുന്നത് പോലെയല്ല. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, ഓരോ വ്യക്തിയും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ കഷ്ടത എന്ന് പറയുന്നത് പഠനത്തിനുള്ള ഒരു അവസരമാണ്. അല്ലെങ്കിൽ കഷ്ടതയിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കഷ്ടത എന്ന് പറയുന്നത് ഒരു പള്ളിക്കൂടമാണ്. ദൈവം നമ്മളെ അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഈ എലിഹു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ദൈവം നമ്മുടെ സുഖങ്ങളിലൂടെ, നമ്മുടെ സൗകര്യങ്ങളിലൂടെ, നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ, അഭിവൃദ്ധിയുള്ള സാഹചര്യങ്ങളിലൂടെ മാത്രമല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ വേദനകളിൽ കൂടിയുമാണ്. ആ വേദനകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ തിരിച്ചറിയുവാനിടയാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഒരു വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമുണ്ട്, നിങ്ങൾ ഇരുട്ടത്ത് കേട്ടത് നിങ്ങൾ വെളിച്ചത്ത് ഘോഷിക്കണം, നിങ്ങൾ അറയിൽ കേട്ടത് പുരമുകളിൽ ഘോഷിക്കണം എന്ന് പറഞ്ഞ, ജീവിതത്തിന്റെ ഇരുണ്ട സമയങ്ങളിൽ, ജീവിതത്തിന്റെ ഇരുളടഞ്ഞ സമയങ്ങളിലെല്ലാം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. വേദന നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് വളരെ വ്യക്തമായിട്ട് ഈ എലിഹു എന്ന് പറയുന്ന സ്നേഹിതൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ദൈവം ഒരു വ്യക്തിയോടും കണക്ക് ബോധിപ്പിക്കുവാൻ കടപ്പെട്ടവനല്ല. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന ചില ഇയ്യോബ് പറഞ്ഞ ചില ചോദ്യങ്ങളോട് എലിഹുവിന്റെ പ്രസ്താവന ഇതാണ്. ഇയ്യോബ് ചോദിക്കുകയാണ്, ദൈവമേ, നീ എന്റെ വിഷയങ്ങളിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? കർത്താവെ, നീ എന്നെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് വിടുവിക്കുന്നില്ല? കർത്താവെ, നീ എന്റെ വിഷയങ്ങളെ എന്തുകൊണ്ട്, ഈ വിശുദ്ധി ഉണ്ടെങ്കിലും നീ എനിക്ക് എന്തുകൊണ്ട് അതിനുള്ള പ്രതിഫലം തരുന്നില്ല? ഈ ചോദ്യങ്ങളാണ് ആത്യന്തികമായിട്ട് ഇയ്യോബ് ഉയർത്തിയത്. ദൈവം എന്നെ എന്തുകൊണ്ട് വിടുവിക്കുന്നില്ല? ദൈവം എന്റെ സാഹചര്യങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞാൻ വിശുദ്ധനാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പ്രതിഫലം തരുന്നില്ല?
ഈ ചോദ്യങ്ങളോടാണ് എലീഹു മറുപടി പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ദൈവം ആരോടും കണക്ക് ബോധിപ്പിക്കുവാൻ കടംപെട്ടവനല്ല. തന്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ മനുഷ്യനോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് വളരെ വ്യക്തിഗതമായിട്ട് എലീഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവത്തിന് ഒരു മനുഷ്യനോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല. രണ്ടാമതായിട്ട് പറയുന്നു, മനുഷ്യന്റെ നിഷ്കളങ്കതയോ മനുഷ്യന്റെ പാപ സ്വഭാവമോ ദൈവത്തെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ അത് ബാധിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എലീഹു മറുപടി പറയുന്നു. മൂന്നാമതായിട്ട് പറയുന്നു, മനുഷ്യന്റെ കഷ്ടതയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ വിധേയത്വത്തോടെ അവൻ പറയുകയാണ്, ഈ കഷ്ടതയുടെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ ദൈവസന്നിധിയിലുള്ള വിധേയത്വത്തോടെ മനുഷ്യനായിരിക്കണം. ആ സമയത്ത് ദൈവം അവനെ ചില പാഠങ്ങൾ പഠിപ്പിക്കും, ദൈവസന്നിധിയിൽ നിന്ന് ചില കാര്യങ്ങളെ പഠിപ്പിക്കും. കാരണം ദൈവമാണ് ഏറ്റവും നല്ല ഗുരു, ഏറ്റവും നല്ല അധ്യാപകനായിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികളെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ദൈവത്തിന്റെ പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് മനുഷ്യൻ ആ പ്രവൃത്തികളെ ദൈവത്തിന് ഓർത്ത് നന്ദി പറയുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്നാണ് എലീഹു, ദൈവത്തിന് പകരമായി വന്ന വ്യക്തി എന്നുള്ള നിലയിൽ എലീഹു പ്രസ്താവിക്കുന്നത്. ചുരുക്കത്തിൽ ഈ മൂന്ന് സ്നേഹിതന്മാരുടെയും അഭിപ്രായങ്ങളോട് വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് എലീഹു എന്ന് പറഞ്ഞ സ്നേഹിതൻ നടത്തുന്നത്. അദ്ദേഹം പറയുന്നത്, ദൈവം തനിക്ക് ബോധിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് മനുഷ്യനോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ വിധേയത്വത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നാൽ ദൈവം അവനെ വളരെ അനുഗ്രഹീതമായ പാഠങ്ങൾ പഠിപ്പിക്കും. ദൈവം അതുകൊണ്ട് മനുഷ്യൻ യോബിനോട് ഈ വ്യക്തി പറയുകയാണ്, ദൈവം ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരത്തില്ല. തന്റെ പരമാധികാരത്തിൽ ദൈവം ആ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ഇതൊരു പള്ളിക്കൂടമാണ്. കഷ്ടത എന്ന് പറയുന്നത് ഒരു പള്ളിക്കൂടമാണ്. ദൈവം അതിന്റെ അകത്തൂടെ അനുഗ്രഹീതമായ പാഠങ്ങൾ ഭക്തനെ പഠിപ്പിക്കും. എന്തുകൊണ്ട് നീതിമാൻ കഷ്ടം അനുഭവിക്കുന്നു? ഒരു കൂട്ടം മനുഷ്യർ പറയുന്നു, യോബിന്റെ സ്നേഹിതന്മാർ അവരുടെ പ്രതിനിധിയാണ്, അവര് പറയുന്നു അത് പാപനിമിത്തമാണ്. മൂന്നുപേരും ഒരുപോലെ ആ കാര്യത്തെ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ യോബ് അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നു, ഇതിന് തക്കതായ പാപം ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ മൂന്നാമതൊരു സ്നേഹിതൻ വന്നു, അവൻ പറയുകയാണ്, എലീഹു എന്ന് പറയുന്ന സ്നേഹിതൻ, അവൻ പറയുന്നു, ഇത് കഷ്ടത ഒരു പള്ളിക്കൂടമാണ്. ദൈവം തന്റെ പരമാധികാരത്തിൽ ചെയ്യുന്ന ആ കാര്യങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹീതമായ പാഠങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അവസാനമായിട്ട് യോബിന്റെ പുസ്തകത്തിന്റെ 38 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം സംസാരിക്കുന്നതാണ്. 1 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ കൃത്യമായിട്ട് മനുഷ്യൻ സംസാരിക്കുകയാണ്. യോബും തന്റെ സ്നേഹിതന്മാരും വാദപ്രതിവാദങ്ങൾ നടത്തുന്നു, എലീഹു സംസാരിക്കുന്നു. എന്നാൽ 38 അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ ദൈവം അവിടെ സംസാരിക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലും കഷ്ടതയുടെ അനുഭവങ്ങളിലും എല്ലാം കുറെ നാളുകൾ, ഒരുപക്ഷെ ദൈർഘ്യമായ സമയങ്ങൾ ദൈവം നിശബ്ദമായി ഇരുന്നേക്കാം. സൈലൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നിശബ്ദത. അതാണ് 1 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ. യോബ് ദൈവത്തെ അന്വേഷിച്ചു, പക്ഷെ യോബ് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. യോബ് ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ തന്റെ ദൈവത്തിലുള്ള സ്ഥിരതയുള്ള വിശ്വാസം അവൻ കൃത്യതയോടെ നിലനിർത്തി. അതിന്റെ അനന്തര ഫലമായിട്ട് 38-ാം അധ്യായത്തിൽ ദൈവം യോബിനോട് സംസാരിക്കുകയാണ്. ദൈവം പറയുന്ന കാര്യം അതാണ്, യോബേ, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. 38 മുതൽ 42-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം വരെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം യോബിനോട് സംസാരിക്കുകയാണ്. യോബും ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുവാൻ ഇടയായിത്തീരും. അത് തന്നെയാണ് യോബിന്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ദൈവം അവനോട് ഏകദേശം 70 ചോദ്യങ്ങളാണ് യോബിനോട് ചോദിക്കുന്നത്. ഈ 70 ചോദ്യങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അതിനകത്ത് പെടുന്നു, സമുദ്രത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അതിന്റെ അകത്ത് പെടുന്നുണ്ട്, ആകാശത്തെ ദൈവം നിർത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അതിന്റെ അകത്ത് പറയുന്നുണ്ട്, മൃഗജാലങ്ങളെ ദൈവം ഭൂമിയിൽ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യം അതിന്റെ അകത്തുണ്ട്. ഏകദേശം 70 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിൽ ഒറ്റ ചോദ്യത്തിന് പോലും യോബിന് മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അർത്ഥാൽ യോബ് മനസ്സിലാക്കി, തനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത അനേക പ്രപഞ്ച രഹസ്യത്തിന്റെ ചുരുളുകൾ ഇനിയും ഉണ്ട്. ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ, സകലത്തിന്റെയും പരമാധികാരി എന്നുള്ള നിലയിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. മനുഷ്യനോട് ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം ഇന്നും മിസ്റ്ററിയിലാണ്, മർമ്മത്തിൽ വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ വളരെ വ്യക്തമായിട്ട്
ഇയ്യോബിന് മനസ്സിലായി. അവസാനമായിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇയ്യോബ് പറയുകയാണ്, കർത്താവേ, ഈ കാര്യങ്ങളെ കുറിച്ച് 42-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുകയാണ്. ഇതാണ് യഥാർത്ഥമായ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നതിലും എത്രയോ അധികം കാര്യങ്ങളാണ് ഇനി ദൈവത്തെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ കൂടുതലായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇയ്യോബിന്റെ ജീവിതത്തിന്റെ ധന്യത. എന്താണ് കഷ്ടതയുടെ ലക്ഷ്യം? തിരുവെഴുത്ത് ആ പുസ്തകത്തിലൂടെ നമ്മെ വെളിവാക്കാൻ ഉദ്ദേശിക്കുന്നത് കഷ്ടതയുടെ അനുഭവങ്ങൾ ദൈവത്തെ കൂടുതലായിട്ട് അടുത്തറിയാനുള്ള സാഹചര്യങ്ങളാണ്. ദൈവത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പാടുകൾ പ്രാപിപ്പാനുള്ള സാഹചര്യങ്ങളാണ്. അത് തന്നെ ഇയ്യോബ് നമ്മളോട് പറയുന്നു. നീതിമാൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? നീതിമാൻ ദൈവത്തെ കുറിച്ച് പൂർണ്ണമായ വെളിപ്പാടുകളിലേക്ക് നയിക്കപ്പെടുകയാണ്. ദൈവമേ, നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. അത്യന്തികമായിട്ട് ഇയ്യോബ് ഏറ്റു പറയുന്ന ചില കാര്യങ്ങളാണ്. ദൈവമേ, നീ സർവശക്തനാണ്, സർവജ്ഞാനവും നിന്നിലാണ്. നിന്നെ കൂടുതലായിട്ട് അടുത്തറിയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ലക്ഷ്യം. ദൈവം മറുപടി തരും, അല്ലെങ്കിൽ മറുപടികൾ ലഭിക്കും, ഉത്തരങ്ങൾ തരും എന്നുള്ളത് മാത്രമല്ല, ദൈവം തന്നെയാണ് നമ്മുടെ ചോദ്യങ്ങളുടെ മറുപടി, ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ കഷ്ടത്തിന്റെ നടുവിൽ ദൈവത്തോട് പിറുപിറുക്കുന്നതിൽ അപ്പുറമായിട്ട്, വേദനകളുടെ നടുവിൽ കർത്താവിനോട് പരാതി പറയുന്നതിൽ അപ്പുറമായിട്ട് ഇയ്യോബ് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചു തരികയാണ്. അത്യന്തികമായി അവൻ പറയുന്നു, ഇത് ദൈവത്തെ കൂടുതലായിട്ട് തിരിച്ചറിയാനുള്ള അവസരമാണ്. ദൈവത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പാടുകളിലേക്ക് നയിക്കപ്പെടുവാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ജീവിതത്തിന്റെ കഷ്ടതകളുടെ നടുവിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ഒരു ആത്മീക അഭിവൃദ്ധി, ആത്മാവിന്റെ സംപോഷണം, പരിപോഷണം എന്നിവ നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. കഷ്ടതകളുടെ എല്ലാം ചോദ്യം, അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കണമെന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ലഭിക്കണമെന്നില്ല. പക്ഷെ ദൈവം ആ സാഹചര്യങ്ങളിൽ നമുക്ക് സ്വയമേ വെളിപ്പെടുത്തിയിട്ട് കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക്, ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച്, ദൈവം ആരാണെന്നോ എന്നുള്ള ചിന്തകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കും, ദൈവം നമ്മെ നടത്തുന്നു. അതാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് മനുഷ്യരായ നമ്മളോട്, വിശ്വസാൽ ഭക്തരായ വിശ്വാസ സമൂഹത്തോട് വളരെ കൃത്യമായിട്ട് പറയുന്ന ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. പിശാച് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അവൻ പറയുന്നു, ഈ ലോകത്തിൽ ലാഭേച്ഛ കൂടാതെ ഒന്നും സാധ്യമാകത്തില്ല, ഒന്നും നന്മയായിട്ട് ഇവിടെ ഇല്ല. ദൈവം നല്ലവനല്ല, കാരണം അവൻ ഇയ്യോബിനെ വേലി കെട്ടി സൂക്ഷിച്ച് അതിന്റെ അനന്തരഫലമായ ആരാധന പ്രാപിക്കുന്നവനാണ് ദൈവം. ഇയ്യോബ് ശരിയായിട്ട് നല്ലവനല്ല, കാരണം അവനെ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവനെ ആരാധിക്കുന്നത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾക്കും ദൈവം തന്നെ മറുപടി കൊടുത്തു. ഇയ്യോബ് ദൈവത്തെ ആരാധിക്കാൻ കാരണം ഈ നന്മകൾ പ്രാപിക്കുന്നത് കൊണ്ടല്ല, ലാഭേച്ഛ കൂടാതെയും ദൈവത്തെ ആരാധിക്കാൻ കഴിയും, ദൈവത്തെ സേവിപ്പാൻ കഴിയും എന്നുള്ളത് തന്റെ ജീവിതം കൊണ്ട് ഇയ്യോബ് തെളിയിക്കുവാൻ ഇടയായി തീർന്നു. ഇയ്യോബിന്റെ ഭാര്യ മറ്റൊരു സത്യം വിളിച്ചു പറയുന്നു, ഈ ഭക്തി എത്ര നാൾ പിടിച്ചു മുറിയിരിക്കും? ദൈവം നിങ്ങൾ നന്മ ചെയ്തെങ്കിൽ നന്മ നൽകേണ്ടതല്ലേ? തിന്മ ചെയ്തവനല്ലേ തിന്മ കൊടുക്കേണ്ടത്? അവരുടെ കാഴ്ചപ്പാടും തെറ്റായിരുന്നു. ദൈവം അവരെ വെളിവാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളിലും ദൈവം കഷ്ടതകൾ കൊണ്ടുവരുന്നത് പാപത്തിന്റെ അനന്തര ഫലമായിട്ടല്ല. തന്റെ സ്നേഹിതന് വന്നതും അവരെ ദുഃഖിപ്പിക്കുന്ന ആശ്വാസകരന്മായി മാറി. അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വ്യക്തതയില്ലായിരുന്നു. മനുഷ്യന്റെ കഷ്ടതയോടുള്ള സാഹചര്യത്തോട്, കാഴ്ചപ്പാടോട് അവർക്ക് വ്യക്തതയില്ലായിരുന്നു. അവർ പറഞ്ഞു, ഇതെല്ലാം പാപത്തിന്റെ അനന്തര ഫലമാണ്. അതുകൊണ്ട് ദൈവം തന്നെ സ്നേഹിതനോട് പറയുകയാണ്, നിങ്ങൾ പോയി ഇയ്യോബിനോട് പറയണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കാരണം നിങ്ങൾ വിഹിതമായിട്ട് സംസാരിച്ചില്ല. നിങ്ങൾ മനുഷ്യന്റെ കഷ്ടതയെ അളന്നത്, അതിനെ മനസ്സിലാക്കിയത് തെറ്റായ വീക്ഷണഗതിയിൽ നിന്നുകൊണ്ടാണ്. ആത്യന്തികമായിട്ട് ദൈവം സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങളെ കുറിച്ച് യഥാർത്ഥ ബോധ്യം നമുക്കുണ്ടാകുന്നത്. എന്തിനാണ് കഷ്ടത? ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഇയ്യോബ് വളരെ വ്യക്തമായ പുസ്തകം നമുക്ക് ആത്യന്തികമായി മറുപടി തരുന്നു. ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ, സർവശക്തൻ എന്നുള്ള നിലയിൽ, സർവജ്ഞാനി എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അവിടെ നമുക്ക് കാണുന്നത്. നീതിമാൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കും? ഇന്നും ആ ചോദ്യം പ്രതിധ്വനിക്കുകയാണ്. ഇന്നും മനുഷ്യന്റെ കാതുകളിൽ ആ ശബ്ദമുണ്ട്. എന്നാൽ അതിന്റെ മറുപടി ഇപ്രകാരമാണ്: മനുഷ്യൻ തന്റെ ജീവിതയാത്രയിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഈ യാത്രയിൽ അവരവർക്ക് തന്നെ ആത്മീക പരിപോഷണം, ആത്മീക അഭിവൃദ്ധി അതിലൂടെ ഉണ്ടാകുന്നു. ഈ കഷ്ടതയെ കുറിച്ചുള്ള വീക്ഷണഗതികൾ ഈ പുസ്തകത്തിന് നമുക്ക് ലഭ്യമാവുന്നത് എങ്ങനെയാണ്? കഷ്ടത മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ്, മനുഷ്യൻ ദുഷ്ടത ചെയ്തതുകൊണ്ടാണ്. കഷ്ടത മനുഷ്യൻ ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. കഷ്ടത
മനുഷ്യനെ ചെത്തി വെടിപ്പാക്കുവാൻ വേണ്ടിയാണ്. കഷ്ടത മനുഷ്യനെ നിഷ്കളങ്കനായിരുന്നാൽ പോലും ദൈവം നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാൽ ആത്യന്തികമായി കഷ്ടത എന്താണ്? കഷ്ടത ഒരു പള്ളിക്കൂടമാണ്. ആ പള്ളിക്കൂടത്തിൽ ദൈവത്തിൻ്റെതായ പാഠങ്ങൾ, ദൈവികമായ അനുഭവങ്ങൾ മനുഷ്യൻ പ്രാപിച്ചെടുക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം ഇന്നും വളരെ പ്രസക്തമായ കാര്യമാണ്. മനുഷ്യന്റെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ട ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് ഒരു ഭക്തനെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ദൈവിക ജ്ഞാനം പകർന്നു തരുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. ഈ ചിന്തകൾ നമുക്ക് ഏവർക്കും അനുഗ്രഹവും ധന്യവുമായി തീരട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും കൂടുതൽ പരിചിതമായ ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാകും. നല്ല കീർത്തനങ്ങൾ എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ്. സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ പാടുന്ന കീർത്തനങ്ങൾ എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് സങ്കീർത്തനങ്ങൾ എന്ന പേര് ഇതിന് നൽകപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ ഒരു വ്യക്തി മാത്രം എഴുതിയ പുസ്തകങ്ങളല്ല, നിരവധി എഴുത്തുകാർ ഇതിന്റെ പിന്നിലുണ്ട്. നമുക്കറിയാമല്ലോ, പാട്ടുകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ സുഖകരമായ സാഹചര്യങ്ങളിലൂടെ, നന്മയുടെ അനുഭവങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഗാനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ മനുഷ്യൻ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ഉരുത്തുവരിഞ്ഞ മനോഹരമായ സംഗീതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഈ കാലത്തിന്റെ പോക്കിൽ വ്യത്യസ്തരായ ദൈവമനുഷ്യർ വ്യത്യസ്തരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന കീർത്തനങ്ങളാണ് സങ്കീർത്തനം എന്നുള്ള പേരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇവിടെ സങ്കീർത്തനങ്ങളിൽ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ കഴിയും. സൗഖ്യവും രോഗവും വിഷാദവും നിരാശയും ദൈവം മറന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങളും ദൈവത്തിന് നന്ദി പറയുന്ന അനുഭവങ്ങളും ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളും, അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഏതൊരു വൈകാരിക ഭാവങ്ങളെയും പ്രതിഫലിപ്പിക്കുവാൻ സങ്കീർത്തനങ്ങൾ കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ പുസ്തകവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. കാണുന്ന ഏതൊരു വ്യക്തിക്കും വളരെ പെട്ടെന്ന് ഈ പുസ്തകവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുവാൻ, താരതാരതമ്യം പ്രാപിക്കുവാൻ, ഏകീഭാവം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. ഒരു വ്യക്തി ഇപ്രകാരം പറയുന്നതാണ്: മനുഷ്യന്റെ ആന്തരിക ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന, അന്തരാത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന വാക്കുകളാണ്, കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഒരു വിശുദ്ധന്റെ ജീവിതത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ഭക്തന്റെ ജീവിതത്തിന്റെ ഉള്ളറകളെ മനസ്സിലാക്കണമെങ്കിൽ ഈ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിച്ചാൽ മതി. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ചില അവസരങ്ങളിൽ ആ അചഞ്ചലമായ വിശ്വാസങ്ങൾക്ക് ഭ്രമം തട്ടുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രാന്തി, ദൈവം മുഖം മറച്ചു എന്ന് തോന്നുന്ന ചിന്തകൾ, ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ താൻ തനിയേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതായ അനുഭവങ്ങൾ, ഇതെല്ലാം സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 150 അധ്യായങ്ങളാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അധ്യായങ്ങളെ 150 അധ്യായങ്ങളെ 5 വിഭാഗങ്ങളായി, 5 പുസ്തകങ്ങളായി വീണ്ടും തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളാണ് ഒന്നാമത്തെ പുസ്തകം. അതുപോലെ തന്നെ 42 മുതൽ 72 വരെയുള്ള പുസ്തകങ്ങൾ രണ്ടാമത്തെ പുസ്തകമായിട്ടും, 73 മുതൽ 89 വരെയുള്ള അധ്യായങ്ങളെ മൂന്നാമത്തെ പുസ്തകമായിട്ടും, 90 മുതൽ 106 വരെയുള്ള അധ്യായങ്ങളെ നാലാമത്തെ പുസ്തകമായിട്ടും, 107 മുതൽ 150 വരെയുള്ള അധ്യായങ്ങളെ അഞ്ചാമത്തെ പുസ്തകമായിട്ടും തിരിച്ചു പഠിക്കുവാൻ കഴിയും. 1 മുതൽ 41 വരെയുള്ള അധ്യായങ്ങൾ മുതൽ 107 മുതൽ 150 വരെയുള്ള അധ്യായങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന 5 പുസ്തകങ്ങളാണ്. മോശയുടെ ന്യായപ്രമാണവുമായിട്ട് താരതമ്യം അല്ലെങ്കിൽ തുലനം ചെയ്ത് പഠിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഒന്നാമതായിട്ടുള്ള പുസ്തകത്തെ ഉൽപ്പത്തി പുസ്തകത്തോട് താരതമ്യപ്പെടുത്തി വേദപണ്ഡിതാക്കൾ പഠിക്കുന്നുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം സൃഷ്ടിയെ കുറിക്കുന്ന വിവരണമാണ്, സൃഷ്ടിതാവിനെ കുറിച്ച് പറയുന്ന വിവരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 41 വരെ അധ്യായങ്ങൾ സങ്കീർത്തനങ്ങളിൽ
പൊതുവായുള്ള പരാമർശം, പ്രമുഖമായ പരാമർശം സൃഷ്ടിതാവായ ദൈവത്തെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച വിധങ്ങളും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച വിധങ്ങളെയും എല്ലാം പരാമർശിച്ചുകൊണ്ട് പാടിയിരിക്കുന്ന കീർത്തനങ്ങളായിട്ട് ഈ ഭാഗങ്ങളെ വായിക്കാൻ കഴിയും. രണ്ടാമത്തെ പുസ്തകമായിരിക്കുന്ന 42 മുതൽ 72 വരെയുള്ള അധ്യായങ്ങളെ പുറപ്പാട് പുസ്തകത്തിന് സമാനമായ, പുറപ്പാട് പുസ്തകത്തിന്റെ പ്രധാന ചിന്താവിഷയം മനുഷ്യന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ മനുഷ്യന്റെ പുറപ്പാട്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, ദൈവം ഇസ്രായേലിനെ വിടുവിച്ച വിധങ്ങൾ, അതെല്ലാമാണ്. ഇത് തന്നെയാണ്, ഈ ചിന്തകളാണ് ഈ രണ്ടാമത്തെ സങ്കീർത്തന പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. മൂന്നാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ലേവ്യ പുസ്തകത്തിന് സമാനമായ അനുഭവമാണ്. അവിടെ നമ്മൾ കാണുന്നത് യാഗങ്ങള്, പുരോഹിതന്മാര്, അതുപോലെ ദൈവത്തിന് കൊടുക്കുന്ന ദാനധർമ്മങ്ങള്, ആരാധന, അതിന്റെ അനുഭവമാണ്. അങ്ങനെയാണ് സങ്കീർത്തന പുസ്തകത്തിൽ 73 അധ്യായം മുതൽ 80 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ കീർത്തനം ചെയ്യുന്ന അനുഭവങ്ങളെ കാണാൻ കഴിയും. 90 മുതൽ 106 വരെയുള്ള ഭാഗങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തെ ഒരു മരുഭൂമിയോട് സമാനമാക്കിയിട്ട് മരുഭൂമി യാത്രയിൽ മനുഷ്യന്റെ നാളുകളെ എണ്ണുവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന വിധത്തിൽ മോശയുടെ പ്രാർത്ഥനയോടൊക്കെ ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവമാണ് 4-ാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ ജീവിതം ഒരു മരുഭൂമി യാത്രയാണ്. പക്ഷെ അവിടെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. 107 മുതൽ 150 വരെയുള്ള അധ്യായങ്ങളുള്ള 5-ാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവവചനത്തിന്റെ പ്രാധാന്യത അവിടെ കാണാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവമേ നിന്റെ ന്യായപ്രമാണം എനിക്ക് ഏറ്റവും പ്രിയമാണ്, അതെനിക്ക് തേൻകട്ടയിലും വളരെയധികം ഇഷ്ടമാണ്, പ്രിയമാണ് എന്നുള്ള ചിന്തകൾ. അങ്ങനെ മോശയുടെ പുസ്തകങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കുവാൻ നമുക്ക് കഴിയും. ഈ സങ്കീർത്തന പുസ്തകങ്ങളെ ഭക്തന്മാരായ വിവിധ മനുഷ്യർ എഴുതിയതായിട്ട് അതിന്റെ തലക്കെട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകും. പ്രധാനമായിട്ടും സങ്കീർത്തന പുസ്തകങ്ങളെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ദാവീദുമായിട്ടാണ്. കാരണം ദാവീദ് നല്ലൊരു സംഗീതജ്ഞനായിരുന്നു, നന്നായിട്ട് കിന്നരം വായിക്കുന്ന വ്യക്തിയായിരുന്നു, നന്നായിട്ട് പാട്ടുപാടുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ തന്റെ ജീവിത അനുഭവങ്ങളുമായിട്ട് കോർത്തിണക്കിയാണ് പല സങ്കീർത്തനങ്ങളിലെയും തലക്കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. തന്റെ സന്തോഷവേളകളിലും താന് കൈവിട്ടപ്പെട്ടു പോയി എന്ന് തോന്നിയ വേളകളിലും നിരാശയിലായി പോയ വേളകളിലെല്ലാം മനോഹരമായ കീർത്തനങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും ഉളവായിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാന സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ദാവീദിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ സങ്കീർത്തനങ്ങളെ തലക്കെട്ടിൽ നമ്മൾ കാണുന്ന വ്യക്തി ആസാഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. സംഗീത പ്രമാണികളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആസാഫ്. തന്റെ ജീവിതത്തിന്റെ ചില സംഘർഷ അവസ്ഥകളിൽ, ചില ചോദ്യങ്ങളുടെ മധ്യത്തില് ദൈവം യഥാർത്ഥത്തിൽ എന്നെ കാണുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള സമയങ്ങളിലെല്ലാം അദ്ദേഹം ആ വിഷയങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതിന് വേണ്ടി തന്റെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ അതെല്ലാം ഗാനങ്ങളായി പാട്ടുകളായി ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നു. മൂന്നാമത്തെ വ്യക്തിയായിട്ട് കാണുന്നത് കോരഹ് പുത്രന്മാരാണ്. തന്റെ അപ്പനും കൂട്ടാളികളും ദൈവത്തോട് മത്സരിച്ച് നശിച്ചു പോയപ്പോൾ ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക്, യാഗപീഠത്തിലേക്ക് അടുത്തു വന്ന ഒരു കൂട്ടരാണ് കോരഹിന്റെ പുത്രന്മാർ. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർത്തി വരുന്ന മനോഹരമായ ഗാനങ്ങളെ സങ്കീർത്തന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ജ്ഞാനിയായ ശലോമോന്റെ കീർത്തനങ്ങളും സങ്കീർത്തനമാണ്. ജ്ഞാനത്തിന്റെ കീർത്തനങ്ങൾ എന്നുള്ള പേരിൽ അതുപോലെ സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് തന്റെ സഹോദരന്റെ മരണത്തോട് അനുബന്ധിച്ച് പാടിയ കീർത്തനം എന്നുള്ള നിലയിൽ 90 സങ്കീർത്തനം വളരെ നമുക്ക് പരിചിതമാണ്. മോശ എഴുതിയ സങ്കീർത്തനം അതൊരു പ്രാർത്ഥനയാണ്, അതൊരു വിലാപമാണ്, അത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ കാണിക്കുന്നു. ഇങ്ങനെ വിവിധതരായ എഴുത്തുകാർ തങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഈ സങ്കീർത്തനങ്ങളെ നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കും. വളരെ അർത്ഥവത്തായ ചിന്തകൾ ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തനങ്ങളെ വീണ്ടും ചില വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ പഠിക്കുവാനുള്ള എളുപ്പത്തിനു വേണ്ടി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, വിലാപ കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങളിൽ വിലാപങ്ങളുണ്ട്. വിലാപങ്ങൾ ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ വിലാപങ്ങളായി, വേദനകളായി, കരച്ചിലുകളായി പുറത്തേക്ക് വരുന്നതാണ്. അതിന് 2 വിഭാഗങ്ങളിലുള്ള വിലാപങ്ങളെ കാണാം. വ്യക്തിപരമായിട്ട് അവര് വിലപിച്ചു. 3-ാമത്തെ സങ്കീർത്തനം, 11-ാമത്തെ സങ്കീർത്തനത്തിൽ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കും, ഞാൻ കാണാതെ വണ്ണം നിന്റെ മുഖം എത്രത്തോളം മറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവം മറന്നു കളഞ്ഞു, ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ കീർത്തനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്നത്. മറ്റാരും സഹായിക്കാനില്ല, മറ്റാരും തങ്ങളുടെ സഹായത്തിനില്ല, ദൈവത്തെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഈ കീർത്തനം, ഇതിന്റെ വിലാപ കീർത്തനങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, വ്യക്തികളുടെ വിലാപങ്ങൾ മാത്രമല്ല, സമൂഹമായിട്ട് ഇസ്രായേൽ വിലപിച്ച ചില സാഹചര്യങ്ങളുണ്ട്. ശത്രു രാജാക്കന്മാർ അവരെ തകർക്കാൻ വന്നപ്പോൾ, ശത്രു രാജ്യം തങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അവര് ദൈവസന്നിധിയിൽ നിലവിളിച്ചു, കരഞ്ഞു.
അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഇപ്രകാരം, കർത്താവേ, നീ എത്രത്തോളം ഞങ്ങളെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം നിന്റെ ദേശത്തോട് നീ കോപിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളുടെ ഭിന്നങ്ങളെ നന്നാക്കണമേ എന്ന് പറഞ്ഞ് ദേശത്തിന് വേണ്ടി അവർ വിലപിക്കുന്ന കീർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സമൂഹമായിട്ട് അവർ ദൈവസന്നിധിയിൽ കരഞ്ഞു, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ കരഞ്ഞു. ഇതെല്ലാം സങ്കീർത്തന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഏതൊരു കാലത്ത് ജീവിക്കുന്ന വ്യക്തിക്കും, ഇത് സമയത്തിനും കാലത്തിനും അതീതമാണ്, ഏതൊരു കാലത്ത് ജീവിക്കുന്ന വ്യക്തിക്കും അവരുടെ ജീവിത അനുഭവങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ അവർക്കൊരു സ്ഥാനം കണ്ടെത്താൻ കഴിയും. ഞാനാണ് ഇവിടെ വിലപിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ വിലപിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമാകാൻ കഴിയും. അതാണ് സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത. വളരെ പെട്ടെന്ന് നമ്മളുമായിട്ട് ഏകീഭാവം പ്രാപിപ്പാൻ ഈ വചനങ്ങൾക്ക് കഴിയും. മനുഷ്യന്റെ വൈകാരിക തലങ്ങളെയാണ് ഈ സങ്കീർത്തന ഭാഗങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തെ വിധത്തിലുള്ള സങ്കീർത്തനങ്ങളെ നമ്മൾ കാണുന്നത് നന്ദി സങ്കീർത്തനങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ സ്തോത്ര സങ്കീർത്തനങ്ങളാണ്. ധാരാളം സങ്കീർത്തനങ്ങളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ദൈവം എനിക്ക് ചെയ്ത നന്മകൾക്ക്, ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം എന്നെ ഉദ്ധരിച്ചത് കൊണ്ട്. 30-ാം സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ട, വളരെ നല്ല ഒരു ഉദാഹരണമാണ്. ദൈവമേ, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്റെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. അത് ഭക്തന്റെ ജീവിതത്തിന്റെ സന്തോഷത്തോടെ, സ്തോത്രത്തോടെ ദൈവത്തോട് പറഞ്ഞ കീർത്തനങ്ങളാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇങ്ങനെയുള്ള കീർത്തനങ്ങളെല്ലാം ദൈവത്തോടുള്ള നന്ദിയോടെ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പ്രകാശമായിട്ട് അവർ പാടിയ കീർത്തനങ്ങളാണ്, സ്തോത്രങ്ങളാണ്, സ്തുതികളാണ് ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വ്യക്തിപരമായിട്ടുള്ള സങ്കീർത്തനങ്ങൾ, ആ സ്തോത്രഗീതങ്ങൾ മാത്രമല്ല, സമൂഹമായിട്ടും അവർ സ്തോത്രഗീതങ്ങളെ പാടിയിട്ടുണ്ട്. 65-ാമത്തെ സങ്കീർത്തനം എഴുതിയിരിക്കുകയാണ്, കുന്നുകൾ ഉല്ലാസത്തിരിക്കുന്നു, ആട്ടിൻകൂട്ടം മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നീ നല്ല മഴ പെയ്ച്ചു, നിന്റെ അവകാശത്തെ തണുപ്പിച്ചിരിക്കുന്നു. അപ്പൊ സമൂഹമായിട്ട് അവർ ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അവർ പാടുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനാ ദൈവമേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇവർ ഒരുമിച്ച് സമൂഹമായിട്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് നന്ദി പറയണം എന്ന് ഒരു വ്യക്തി ഉദ്ദേശിക്കുന്ന സമയത്ത്, ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് ഒരു സമൂഹം ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന മാതൃകകൾ ഈ സങ്കീർത്തന ഭാഗങ്ങളിലുണ്ട്. ഒരു വ്യക്തിക്ക് കരയണമെന്ന് തോന്നുമ്പോൾ, വിലപിക്കണമെന്ന് തോന്നുമ്പോൾ, ദൈവസന്നിധിയിൽ നിലവിളിക്കണമെന്ന് തോന്നുമ്പോൾ അവരെ സഹായിക്കുന്ന വേദവചനങ്ങൾ ഈ സങ്കീർത്തന ഭാഗങ്ങളിലുണ്ട്. അതാണ് വിലാപ സങ്കീർത്തനങ്ങൾ, സ്തോത്ര സങ്കീർത്തനങ്ങൾ. സ്തോത്രം പറയുവാൻ, നന്ദി പറയുവാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിനുള്ള സങ്കീർത്തനമുണ്ട്. മൂന്നാമത്തെ വിഭാഗമാണ് രാജകീയ സങ്കീർത്തനങ്ങൾ, അല്ലെങ്കിൽ മശിഹയുടെ സങ്കീർത്തനങ്ങൾ എന്നൊക്കെ തിരുവഴുത്തിൽ നമുക്ക് വിഭാഗിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് ഈ മശിഹയുടെ സങ്കീർത്തനങ്ങൾ? പ്രവചന ആത്മാവിൽ വരാൻ പോകുന്ന മശിഹയെ കുറിച്ച്, രാജാവിനെ കുറിച്ച് പാടിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. ഇതിനെ പ്രവചന ഗീതങ്ങൾ എന്ന് കൂടി നമുക്ക് പറയാം. പാട്ടുകളാണെങ്കിൽ തന്നെയും ഭക്തന്മാരുടെ അധരങ്ങളിലൂടെ ദൈവാത്മാവിൽ അത് പുറത്തു വന്നപ്പോൾ അത് പ്രവചന ശബ്ദങ്ങളായിട്ട് മാറി. അതാണ് 2-ാം സങ്കീർത്തനത്തില്, 10-ാം സങ്കീർത്തനത്തിൽ, 18-ാം സങ്കീർത്തനത്തിലെല്ലാം ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ രാജാവ് നീതിയോടെ ഭരിക്കുമെന്നും, ഈ രാജാവ് മറ്റു സകല ജാതികളെയും കീഴടക്കി ദൈവം അവനെ ഉയർന്ന ഒരു തലത്തിലേക്ക് നയിക്കുമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. 20-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് രാജാവ് നിന്റെ കൈകളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 22-ാം സങ്കീർത്തനത്തിലും രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ മശിഹയുടെ കഷ്ടതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. 110-ാമത്തെ സങ്കീർത്തനത്തിൽ മശിഹയുടെ സങ്കീർത്തനമായിട്ട് അതിനെ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ചുരുക്കത്തിൽ രാജാവിനെ കുറിച്ച്, വരാൻ പോകുന്ന ഇസ്രായേലിന്റെ മശിഹയെ കുറിച്ച് പ്രവചന ആത്മാവിൽ ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 4-ാമത്തെ വിഭാഗമായിട്ട് നമ്മൾ കാണുന്നത് ജ്ഞാനസങ്കീർത്തനങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ഉപദേശ സംബന്ധമായ സങ്കീർത്തനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകം 1-ാം അധ്യായം, 37-ാം അധ്യായം, 119-ാം അധ്യായം, 49-ാം അധ്യായം, ഇവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് അവൻ നേടേണ്ടത് ജ്ഞാനമാണ്. യഹോവയെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് പോലെ ഇരിക്കുമെന്ന് 1-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 49-ാമത്തെ സങ്കീർത്തനം എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യന് മറുവില കൊടുക്കുവാനായിട്ട് ഈ മനുഷ്യന്റെ അധ്വാനങ്ങളോ മനുഷ്യന്റെ സമ്പത്തോ ഒന്നും പ്രയോജനപ്പെടുത്തത്തില്ല.
അതിനെ ശിക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് മനുഷ്യന്റെ ആത്യന്തികമായ ജ്ഞാനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് 119 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന, കർത്താവേ, നിന്റെ ന്യായപ്രമാണമാണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടിരിക്കുന്നത്, നിന്റെ വിധികളാണ് എനിക്ക് പ്രിയം, നിന്റെ ചട്ടങ്ങളെ അനുസരിക്കാൻ നീ എനിക്ക് കൃപ തരണം, നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ്, നിന്റെ വചനം എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ ചിന്തകളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം മനുഷ്യന്റെ ദൈവവചനത്തോടുള്ള പ്രതിപത്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് ഭക്തന്മാർ പാടിയ കീർത്തനങ്ങളായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ വിലാപ കീർത്തനങ്ങളുണ്ട്, സ്തോത്ര ഗീതങ്ങളുണ്ട്, യെ കുറിക്കുന്ന പ്രവചന ഗീതങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉപദേശ സംബന്ധമായ ജ്ഞാന കീർത്തനങ്ങളുണ്ട്. അവസാനമായി മറ്റൊരു ചിന്ത കൂടിയുണ്ട്, ചില വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് ചില സങ്കീർത്തനങ്ങളുണ്ട്. അതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 8-ാമത്തെ സങ്കീർത്തനം ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനാ? ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനാ? ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് എന്താ? മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്താണ്? മറ്റു ജീവജാലങ്ങൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ നിൽക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. 19-ാമത്തെ സങ്കീർത്തനവും ഇത് തന്നെ പറയുന്നത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, ഇതെല്ലാം ഒരു പ്രത്യേക വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. എന്തിനാണ് ഇതെല്ലാം നമ്മൾക്ക് ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും വൈകാരിക ഭാവങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും എല്ലാം ഭക്തന്മാർ കടന്നു പോയിട്ടുണ്ട് നമുക്ക് മുൻപേ. ആ അവസരങ്ങളിൽ അവർ ദൈവാശ്രയം എങ്ങനെ ലഭ്യമായി, അവർക്ക് ദൈവത്തിലുള്ള ആശ്രയം എങ്ങനെ ഉറപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തന ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ചില ചിന്തകളെ നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായി സങ്കീർത്തനങ്ങൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ കുറിച്ച് ഈ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം ഒരു വ്യക്തിയുടെ രൂപമുള്ളതാണ്, ദൈവം ഒരു വ്യക്തിത്വമാണെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. യഹോവയായ ദൈവമാണ് യഥാർത്ഥ ദൈവം. മറ്റു ദേവന്മാരുടെയും മറ്റു ദേവതമാരുടെയും എല്ലാം അസ്തിത്വത്തെ ഈ സങ്കീർത്തനങ്ങൾ നിഷേധിക്കുകയാണ്. യഹോവയാണ് യഥാർത്ഥ ദൈവം. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവനാണ്. യഹോവ എന്റെ ഇടയനാണെന്ന് ഭക്തനായ ദാവീദ് പറയാൻ കാരണം അതാണ്. യഹോവ നിങ്ങളെ അറിയുന്ന ദൈവമാണ്. നാം നടക്കുന്ന വഴികളെ യഹോവ അറിയുന്നു. യഹോവ നമ്മോടൊപ്പം നമ്മുടെ വൈകാരിക ഭാവങ്ങളെ പങ്കുവെക്കുന്നവനായ ദൈവമാണ്. യഹോവ നമ്മെ സ്നേഹിക്കുന്നവനാണ്. യഹോവ കോപിക്കുന്നവനാണ്. അതേ സമയത്ത് യഹോവ ദീർഘക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അപ്പൊ ഒരു വ്യക്തിയെ പോലെ തന്നെ നമ്മോട് അടുത്തു വന്ന് വ്യക്തിത്വമുള്ള ഒരു ദൈവത്തെ, യഹോവയായ ദൈവം, ഏകസത്യ ദൈവമായിട്ട് യഹോവയെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ദൈവത്തോട് മനുഷ്യന് സംസാരിക്കാമെന്നും മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്നുവെന്നും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നുവെന്നും എല്ലാം വളരെ വ്യക്തമായി സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സ് ഇടിയുന്ന വേളകളിൽ ദൈവം വന്ന്, ദൈവം യഹോവയായ ദൈവം തന്റെ ഭക്തന്മാരെ ബലപ്പെടുത്തിയ അനുഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ദൈവത്തോടുള്ള ഉത്കടമായ വാഞ്ചകൾ ഭക്തന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 42-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തോടുള്ള ഉത്കടമായ വാഞ്ച, ദൈവത്തോട് ചേർന്ന് നിൽക്കണമേ എന്നുള്ള വാഞ്ച, ദൈവത്തിന്റെ ആലയത്തോടുള്ള വാഞ്ച 84-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ ആലയം എത്ര മനോഹരം, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അപ്പൊ ഭക്തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ദൈവത്തോടുള്ള അഭിനിവേശം, ദൈവത്തോടുള്ള ആഗ്രഹം, ആ വാഞ്ച, അതെല്ലാം വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ദൈവത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല, സകല സൃഷ്ടിയെയും അവൻ സൃഷ്ടിച്ചെന്നും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെന്നും മനുഷ്യനെ പ്രത്യേകതയുള്ളവനായി സൃഷ്ടിച്ചെന്നും ഭൂമിയെ അവൻ സൃഷ്ടിച്ചെന്നും ഭൂമിയിൽ കാണുന്ന ജീവജന്തുക്കളെ എല്ലാം ദൈവം സൃഷ്ടിച്ചെന്നും സൃഷ്ടിതാവായ ദൈവത്തെ നമുക്ക് വേണ്ടി അവൻ പരിചയപ്പെടുത്തുന്നു. അതുപോലെ സങ്കീർത്തനങ്ങളിൽ കാണുന്നു, ദൈവം യഹോവയായ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ ആ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവെച്ചവനായിട്ട്, വീണ്ടെടുപ്പുകാരനായ ദൈവമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ദൈവം സൃഷ്ടിതാവ് മാത്രമല്ല, ദൈവം വീണ്ടെടുക്കുന്നവൻ കൂടിയാണ്. ആ വളരെ വ്യക്തമായ ചിന്തകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ദൈവം തന്റെ ജനത്തിന്റെ ആരാധന സ്വീകരിക്കുന്നവനാണ്. ആരാധനയിൽ അവൻ സന്തുഷ്ടനാണ്.
ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം ഈ സങ്കീർത്തനങ്ങളോട് നമ്മൾ അരുളി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, കർത്താവേ, എന്റെ ഹൃദയത്തിലെ ധ്യാനവും എന്റെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ നിരൂപണങ്ങളിലും എല്ലാം പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. 139 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമേ, നിന്നെ വിട്ട് അകന്ന് എനിക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? അപ്പൊ ദൈവത്തെ കുറിച്ച് എത്ര ഉന്നതമായ ചിന്തയാണ് സങ്കീർത്തനക്കാരനുള്ളത്. ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ ഉണ്ട്, പാതാളത്തിൽ ചെന്നാൽ അവിടെ ഉണ്ട്, ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ അവിടെ ഉണ്ട്, നിന്നെ വിട്ട് എനിക്ക് ഒരിടത്തും പോകാൻ കഴിയത്തില്ല. ഇങ്ങനെ ശക്തമായ ചിന്തകളാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തെ കുറിച്ച് ഉന്നതമായ ചിന്തകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. രണ്ടാമതായിട്ട് മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളാണ് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, മനുഷ്യന്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ഏത് അവസ്ഥകളും ദൈവത്തോട് തുറന്നു പറയാൻ കഴിയും. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, കർത്താവെ എന്നെ സഹായിക്കണമേ, എന്റെ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്നു, ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തവനാണ് എന്നൊക്കെ തുറന്നു പറയാൻ കഴിയുന്ന മനുഷ്യന് ആ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു അനുഭവം സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു. 51 സങ്കീർത്തനം. അതുകൊണ്ടല്ലേ ഭക്തൻ പറയുന്നത്, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, എന്റെ പാപം പോകത്തക്ക രീതിയിൽ എന്നെ കഴുകണമേ. ഇപ്പൊ ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ മനുഷ്യന് കഴിയും. മനസ്സിടിയുന്ന വേളകളിൽ ദൈവസന്നിധിയോട് അടുത്തില്ല മനുഷ്യന് സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ഹൃദയത്തിൽ ശുദ്ധിയും നിർമ്മലതയും ഉണ്ടാകാൻ മനുഷ്യന് കഴിയും. മാത്രമല്ല 8 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എത്ര മനോഹരമായിട്ടാണ്, എത്ര പദവിയോട് കൂട്ടിയിട്ടാണ് എന്ന് വളരെ കൃത്യമായിട്ട് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ദൈവത്തെക്കാൾ ഒരല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന് സൃഷ്ടിയിലുള്ള സ്വാധീനം എന്താണ്? മാത്രമല്ല ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും മനുഷ്യന്റെ കീഴിലാക്കി വെച്ചിരിക്കുന്നു. എത്ര ശക്തമായ ദൈവശാസ്ത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സങ്കീർത്തനക്കാരൻ ഇത് വെറും പാട്ടുകൾ മാത്രമല്ല, ശക്തമായ ദൈവിക ചിന്തകൾ, ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ, മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകൾ, ഈ ഭാഗങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായിട്ട് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു ചിന്ത ദൈവവചനത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ദൈവവചനം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം 119 സങ്കീർത്തനത്തിലാണ് കാണുന്നത്. അവിടെ ഭക്തൻ പറയുകയാണ്, കർത്താവേ, നിന്റെ ന്യായപ്രമാണം ഞാൻ പഠിച്ചതുകൊണ്ട്, നിന്റെ ന്യായപ്രമാണം ഞാൻ ഗ്രഹിച്ചത് കൊണ്ട് എന്റെ കഷ്ടതയുടെ മധ്യത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ, നമ്മുടെ ഞെരുക്കത്തിന്റെ മധ്യത്തിൽ എത്ര ശക്തമായ വാക്കുകളാണ് താൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ ന്യായപ്രമാണം എന്റെ അകത്തുള്ളത് കൊണ്ട്, നിന്റെ വചനം എന്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ട് നിന്റെ കഷ്ടങ്ങളിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. 119 സങ്കീർത്തനം അതിന്റെ 92 വാക്യമാണ്, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. 1 സങ്കീർത്തനം, രാപ്പകൽ നിന്റെ ന്യായപ്രമാണത്തെ എനിക്ക് ധ്യാനിക്കാൻ കഴിയുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. ജീവിതം ഫലദായകമാകണമെങ്കിൽ, ജീവിതം ഫ്ലറിഷ് ചെയ്ത് ജീവിതം ഉന്നതിയിലേക്ക് വരണമെങ്കിൽ, ഒരു ഭക്തന്റെ ജീവിതം മുൻപോട്ട് വിജയകരമായി മുൻപോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ, വചനങ്ങളെ സ്ഥിരതയോടെ ധ്യാനിക്കുന്ന, പഠിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണമെന്ന അവിടെ 1 സങ്കീർത്തനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. 119 സങ്കീർത്തനത്തിൽ വീണ്ടും കാണുന്നു, നിന്റെ ന്യായപ്രമാണം, നിന്റെ വചനം എന്റെ ശത്രുക്കളെക്കാൾ എന്നെ മാന്യനാക്കി മാറ്റുന്നു, എന്റെ ഗുരുക്കന്മാരെക്കാൾ എന്നെ ജ്ഞാനിയുള്ളതാക്കി മാറ്റുന്നു. ഇപ്പൊ വചനം, ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം, ദൈവവചനത്തിന്റെ പ്രാധാന്യത വളരെ വ്യക്തമായിട്ട് സങ്കീർത്തന ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു. നിന്റെ കൽപ്പനകൾ ആചരിക്കുന്നിടത്തോളം കാലം ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. എന്റെ കൽപ്പനകളെ ആചരിക്കുന്നവർക്ക് ലജ്ജിച്ചു പോകാൻ സംഗതി വരത്തില്ല. ഇപ്പൊ സങ്കീർത്തനത്തിൽ എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യത നമുക്ക് എഴുതിയിരിക്കുന്നത്, എഴുതി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. 4ാമത്തെ കാര്യം ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. സങ്കീർത്തനം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഏതാണ്? ആരാധന എന്നുള്ളതാണ്. സംഗീതം ആരാധനയുടെ അവിഭാജ്യ ഘടകമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അതിരറ്റ പ്രതിഫലനമാണ് ആരാധന എന്ന് പറഞ്ഞു. ആരാധന വെറും പാട്ടുകളിൽ മാത്രമല്ല, നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് സമർപ്പിച്ച് അവനോടുള്ള സ്നേഹത്തിന്റെ അതിരറ്റ ആ പ്രതിഫലനത്തിനാണ് ആരാധന എന്ന് പറയുന്നത്. അത് സങ്കീർത്തന ഭാഗത്ത് വളരെയധികം വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ള ആ സന്തോഷം, അതിനകത്തുള്ള ആ സമാധാനം, അതിനകത്തുള്ള നിത്യജീവന്റെ അനുഭവങ്ങൾ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുക, കർത്താവേ, നിന്നോട് ചേരുന്നതാണ് എനിക്ക് സന്തോഷം. മാൻ
ദാഹിച്ചു വലഞ്ഞ് നീർത്തോടിന്റെ ഒരു നീർക്കണിക്ക് വേണ്ടി കാക്ഷിക്കുന്നത് പോലെ അത്ര ആവേശത്തോടെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോടുള്ള മനുഷ്യന്റെ കൂട്ടായ്മയ്ക്കുള്ള വാഞ്ച ഇതിന് മനോഹരമായിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ദൈവമേ, 63-ാം സങ്കീർത്തനത്തിൽ, ദൈവമേ നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ദൈവത്തിന്റെ തിരുനിവാസത്തിനോടുള്ള വാഞ്ച, ദൈവത്തിന്റെ സന്നിധിയോടുള്ള വാഞ്ച, ദൈവത്തിന്റെ സാന്നിധ്യബോധം അനുഭവിക്കാനുള്ള വാഞ്ച 84-ാമത്തെ സങ്കീർത്തനത്തിലും ഇത് തന്നെ നമുക്ക് കാണുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഭക്തൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ സംസർഗത്തിൽ നിന്ന് അവന്റെ ഉള്ളിലേക്ക് ഒരു പുതിയ ബലം നൽകപ്പെടുകയാണ്. ആരാധനയിൽ യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത് ദൈവവും ഭക്തനും തമ്മിലുള്ള സംസർഗമാണ്, കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് ഒരു സന്തോഷം, ഒരു സമാധാനം, അതിൽ നിന്ന് ഒരു പുതിയ ശക്തി ആ ഭക്തന് ലഭിക്കുകയാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. അവനെ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ ജലാശയമാക്കി തീർക്കും. അപ്പൊ ദൈവവുമായിട്ട് സംസർഗവും കൂട്ടായ്മയുള്ള വ്യക്തി ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ, കഷ്ടതയുടെ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തി തന്റെ ജീവിതത്തെ, സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയായിട്ട് മാറും. നെഹമ്യാവിന്റെ പുസ്തകത്തിലുള്ള പരാമർശം അത് തന്നെയാണ്. യഹോവയെങ്കിൽ സന്തോഷം ഞങ്ങളുടെ ബലമാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാൻ, ദൈവത്തെ കുറിച്ച് വളരെ ഉന്നതമായ ചിന്തകൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിതാവായ ദൈവമാണ്, അവൻ വീണ്ടെടുക്കുന്ന ദൈവമാണ്, മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകൾ സങ്കീർത്തന പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ദൈവവചനത്തെ കുറിച്ച് വളരെ പ്രാമുഖ്യം നൽകി ദൈവവചനത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ സാധ്യതകൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഫലം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ഫലദായകമായി തീരുന്നു എന്നുള്ളതിനെ കുറിച്ച് അതിനുമായി അവസാനമായിട്ട് പറയുന്നത് ഇതൊരു കൂട്ടായ്മയാണ്. സങ്കീർത്തനത്തിലൂടെ, സംഗീതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒരു കൂട്ടായ്മയാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. അതാണ് വളരെ കൃത്യതയോടെ ഭക്തൻ നമുക്ക് വേണ്ടി പറയുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഉടനീളം 1-ാം അധ്യായം മുതൽ 150-ാമത്തെ അധ്യായം വരെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ മനുഷ്യ സാഹചര്യങ്ങളോട് പ്രതിഫലിപ്പിക്കുവാൻ, ഏകീഭവം പ്രാപിപ്പാൻ ഈ സങ്കീർത്തന പുസ്തകങ്ങൾക്ക് കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. 1-2 സങ്കീർത്തനങ്ങൾ ഈ സമയത്ത് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശേഷാൽ 8-ാമത്തെ സങ്കീർത്തനം സൃഷ്ടിപരമായ കാര്യങ്ങളെ പരാമർശിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് 1-ാമത്തെ വാക്യത്തിലും 2-ാമത്തെ വാക്യത്തിലും എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിന്റെ ഔന്നത്യത്തെ ഓർത്ത്, ദൈവത്തിന്റെ ഉന്നതിയെ ഓർത്ത്, ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത് ഭക്തൻ ദൈവത്തിന് നന്ദി പറയുന്ന വാക്യമാണ്. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് കർത്താവേ, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു, ശത്രുവിനെയും പകയിനെയും ഇണ്ടാതാക്കുവാൻ തന്നെ. മാത്രമല്ല ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെ വായിൽ നിന്ന് നീ ബലം കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് സങ്കീർത്തനക്കാരന്റെ പ്രസ്താവന. ഭൂമിയിൽ എല്ലായിടത്തും അവന്റെ മഹത്വം പരന്നിരിക്കുന്നു എന്നുള്ളതാണ് സങ്കീർത്തനക്കാരന്റെ പ്രസ്താവന. പക്ഷെ രണ്ടാമതായിട്ട് താൻ പറയുന്നത് ഈ സകല സൃഷ്ടികളെയും നോക്കുമ്പോൾ, സൂര്യനെയും ചന്ദ്രനെയും നീ സൃഷ്ടിച്ച സകലത്തെ നോക്കുമ്പോൾ സകല സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യനെ എവിടെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിന്റെ ചിന്ത. അവിടെ പറയുന്നത് പ്രകാരമാണ്, കർത്താവേ, ഞാൻ ഈ സകല സൃഷ്ടിയെ നോക്കുമ്പോൾ മനുഷ്യപുത്രനെ ഓർക്കുവാൻ അവൻ എന്തുമാത്രം, മനുഷ്യനെ സന്ദർശിപ്പാൻ അവൻ എന്തുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെയും പ്രപഞ്ച സൃഷ്ടികളെയും വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഇന്ന് വസിക്കുന്ന ഭൂമിയുടെ ഈ പ്രപഞ്ചം, ഭൂമി ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ ക്ഷീരപഥം എന്ന് പറയുന്ന ഈ ഗാലക്സിയെ വെച്ച് നോക്കുമ്പോൾ ഈ ലോകം എത്രയോ വിസ്തൃതമാണ്, എത്രയോ പ്രപഞ്ചം എത്രയോ വിസ്തൃതമാണ്. അതിന്റെ അകത്ത് മനുഷ്യന്റെ സാന്നിധ്യം വളരെ അപ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എങ്കിലും അവിടെ കുറിച്ച് ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പദവിയുണ്ട്. അതാണ് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം ദൈവം
മനുഷ്യന് കൊടുത്തിരിക്കുന്നു. എത്ര മനോഹരമായ, എത്ര ഉന്നതമായ, എത്ര ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടാണ് ഈ സങ്കീർത്തനത്തിൽ ഭക്തനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് ദൈവം തന്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ആ പദവി മാത്രമല്ല, പദവി കൊടുക്കുന്നവർക്ക് ദൈവം എന്നും ഒരു ഉത്തരവാദിത്വം കൂടി കൊടുക്കുന്നു. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ പദവികൾ വഹിക്കുന്ന വ്യക്തികളെ കാണുന്ന നമുക്ക് സന്തോഷമാണ്. പക്ഷെ അതിനകത്തക്കതായ പദവി മാത്രമല്ല, ഉത്തരവാദിത്തങ്ങൾ കൂടി ദൈവം അവന് കൊടുക്കുന്നു. എന്താണ് ഉത്തരവാദിത്തം? 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നീ അവനെ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അധിപതിയാക്കി, സകലത്തെയും അവന്റെ കീഴ്ക്കലാക്കി, സകലത്തെയും പരിപാലിക്കുവാൻ, സകലത്തെയും ഭരിക്കുവാൻ, സകലത്തിന്റെ മേലും വാഴുവാൻ ദൈവം മനുഷ്യന് ആ ഉത്തരവാദിത്തം നൽകിയിരിക്കുക. ഏതൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത ഉത്തരവാദിത്തം അതാണ്. നീ ഏതൻ തോട്ടത്തിൽ വേല ചെയ്യണം, നീ ഇതിനെ വാഴണം, ജീവജല ജന്തുക്കളെയും നീ വാഴണം. അപ്പൊ സങ്കീർത്തനം എത്ര മനോഹരമായിട്ടാണ് 8-ാം സങ്കീർത്തനത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് വിവരിക്കുന്നത്. സകല സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ വളരെ അപ്രസക്തനാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവന്റെ സ്ഥാനം മറ്റു സൃഷ്ടികളെക്കാൾ വളരെ ഉന്നതമായി ദൈവം വെച്ചിരിക്കുന്നു. സകല സൃഷ്ടികളെയും അവന്റെ കാൽക്കീഴിയാക്കി ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ള വളരെ ഉന്നതമായ ചിന്ത ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി 110-ാമത്തെ സങ്കീർത്തനം മറ്റൊരു ചിന്താ വിഷയം. ആ 110-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് അതൊരു മശിഹ സങ്കീർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സങ്കീർത്തനത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞത് മശിഹയുടെ ജീവിതത്തെ കുറിച്ചാണ്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു പരാമർശമാണിത്. പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി യഹോവയായ കർത്താവ് മാറ്റും. പക്ഷെ അതുവരെ നീ സഹിഷ്ണുതയോടെ, നീ ക്ഷമയോടെ നീ കാത്തിരുന്നാൽ മാത്രമേ അക്കാര്യം നടക്കത്തുള്ളൂ. നീ ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും പിതാവായ ദൈവത്തും പറഞ്ഞത് ഇപ്രകാരം തന്നെയാണ്, നിന്നോട് എതിർക്കുന്ന നിന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ ഇരുളിന്റെ ആധിപത്യങ്ങളെ നിന്റെ കാൽക്കീഴാക്കി മാറ്റും. പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു ക്രിസ്തു സകല സൈന്യങ്ങളെയും അന്ധകാരത്തിന്റെ ഇരുളിന്റെ പ്രവൃത്തികളെയെല്ലാം തന്റെ കാൽക്കീഴാക്കി ദൈവം അവന് കാൽക്കീഴാക്കി കൊടുത്തു. ആ വിജയത്തെ ആഘോഷിച്ചാണ് 110-ാമത്തെ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതയാത്രയിലുള്ള ഏത് ഭക്തനോടും ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്, നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളുടെ ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആ ശക്തികളുടെ മേൽ ദൈവം നിങ്ങൾക്ക് ഒരു ജയം തരും. നിങ്ങളെ ആത്യന്തികമായി നിങ്ങളെ വിജയമുള്ളവരാക്കി ദൈവം മാറ്റും എന്ന് ഭക്തന് ഈ ചിന്തകളിൽ നിന്ന് മനസ്സിലാകും. എത്രയോ ഭംഗിയായിട്ടാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. 49-ാമത്തെ സങ്കീർത്തനത്തിലും ചില ചിന്തകൾ വളരെ മനോഹരമായിട്ട് ജ്ഞാനസംബന്ധമായ വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഭക്തൻ പറയുന്നത് കാര്യം ഇതാണ്, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ വേണ്ടി ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തികൾക്കും കഴിയത്തില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി ആ ദൈവത്തിന് മറുവില കൊടുക്കാൻ വേണ്ടി ആർക്കും കഴിയത്തില്ല. വളരെ ജ്ഞാനസംബന്ധമായ ചില വിഷയങ്ങളാണ്. എന്റെ അധരങ്ങൾ ജ്ഞാനം പ്രസ്താവിക്കും. അവന്റെ വീണ്ടെടുപ്പ് വില 8-ാമത്തെ വാക്യത്തിലിരിക്കുക വളരെ വലുതാണ്. ആ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യന് കഴിയത്തില്ല. എന്നാൽ വളരെ സത്യമായ ഒരു വിഷയം, ദൈവം നമുക്ക് വേണ്ടി ആ വീണ്ടെടുപ്പ് വില കൊടുത്തതാണ്. സഹോദരൻ ശവക്കുഴി കാണാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഇപ്പൊ ജ്ഞാനപുസ്തകങ്ങളിൽ നമ്മൾ കാണുന്ന അതേ ചിന്തയാണ് ഈ സങ്കീർത്തന ഭാഗത്ത് കാണുന്നത്. മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ജ്ഞാനത്തോടെ ജീവിക്കാനാണ്, വിവേകത്തോടെ ജീവിക്കാനാണ്. ജ്ഞാനഹീനനായ വ്യക്തി, ബുദ്ധിഹീനനായ വ്യക്തി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായ വ്യക്തമാണ്. തന്റെ വസ്തുവകളിലോ തന്റേതായ ബലങ്ങളിലോ കഴിവുകളിലോ ആശ്രയിക്കുന്ന വ്യക്തി അവൻ ഭോഷനായിട്ട് എണ്ണപ്പെടുന്നു. അവനെ ജ്ഞാനിയായിട്ട് ഒരിക്കലും എണ്ണപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളുടെ മേലും ഒരു മനുഷ്യന് ഒരു ഇടം കണ്ടെത്തുവാൻ സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്ക് സഹായകമാണ്. 1 മുതൽ 150 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ഭക്തൻ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവന്റെ വേദനകളും അവന്റെ സന്തോഷങ്ങളും അവന്റെ നിരാശകളും അവന്റെ എക്സൈറ്റ്മെന്റുകളും അവന്റെ ഉത്സാഹങ്ങളും ആവേശങ്ങളും എല്ലാം ഒരേ ഭാഗത്ത് ഒരേപോലെ ക്രോഡീകരിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ ഭക്തന് ഒരിടം കണ്ടെത്താൻ കഴിയും. അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ,
ദൈവത്തോടുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ, ദൈവത്തോട് ആരാധിക്കണം, അവനെ സ്നേഹിക്കണം, അവനിൽ സന്തോഷിക്കണം, അവനെ സ്തോത്രം ചെയ്യണം, അവനെ സ്തുതി പറയണം എന്നുള്ള മനുഷ്യന്റെ ഉത്കടമായ വാഞ്ചകളെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ് സങ്കീർത്തന ഭാഗങ്ങൾ. അതുകൊണ്ട് ഈ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് പഠിക്കുവാൻ ഇടയാകുന്ന വിഷയം എന്നത് ചോദിച്ചാൽ, ദൈവത്തെ യഥാർത്ഥമായി, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രകൃതം മനസ്സിലാക്കുവാൻ സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്ക് സഹായകരമാണ്. രണ്ടാമതായി മനുഷ്യന്റെ പ്രകൃതം, മനുഷ്യനെ മനസ്സിലാക്കുവാൻ സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്ക് സഹായകരമാണ്. ദൈവ വചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുവാൻ സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്ക് സഹായകരമാണ്. ഇതിലെല്ലാം അപ്പുറം ഏറ്റവും അധികം ആത്യന്തികമായ ദൈവമായിട്ടുള്ള കൂട്ടായ്മ, സംസർഗം, അത് ഹൃദയത്തിന്റെ ഉത്കടമായ ഒരു വാഞ്ചയാണെന്നും ആരാധന എന്ന് പറഞ്ഞാൽ ഒരു അർപ്പണമാണെന്നും അത് ദൈവത്തോടുള്ള അധികമായ ആ സന്തോഷത്തിന്റെ, ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്ക് സഹായകരമാണ്. അപ്പൊ ചുരുക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കുലം ചോദിക്കുന്ന, ഭക്തന്മാർ ചോദിക്കുന്ന ആ മൂന്നാമത്തെ ആത്യന്തികമായ ചോദ്യം ഇതാണ്: യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് യഥാർത്ഥമായ ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവമായിട്ടുള്ള സംസർഗം എന്താണ്? അതിലൂടെ ഭക്തന് സ്വായത്തമാക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അതാണ് സങ്കീർത്തന പുസ്തകങ്ങളുടെ പ്രതിപാദ്യ വിഷയം. പദ്യപുസ്തകങ്ങള് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് പറഞ്ഞു. നീതിമാൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, അർത്ഥം എന്താണ്? യഥാർത്ഥ ആരാധന, യഥാർത്ഥ കൂട്ടായ്മ, അതിലൂടെ ഉണ്ടാകുന്ന ആത്യന്ത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ടാണ് സങ്കീർത്തന പുസ്തകങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നു. ഈ 150 സങ്കീർത്തന അധ്യായങ്ങളിലും മനുഷ്യ ജീവിതത്തിന്റെ, വിശേഷാൽ ഭക്തന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കരുതി വെച്ചിരിക്കുന്നു. ഭക്തന്റെ യഥാർത്ഥ ഹൃദയത്തിന്റെ ചിത്രമാണ് ഈ സങ്കീർത്തന ഭാഗങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഭക്തി അതിനകത്തുണ്ട്, യഹോവയിലുള്ള ആശ്രയം അതിനകത്തുണ്ട്, യഹോവയിലെ അചഞ്ചലമായ ഉറപ്പ് അതിനകത്തുണ്ട്, ദൈവത്തെ കുറിച്ചുള്ള ഉന്നതമായ ചിന്തയുണ്ട്. ദൈവം സൃഷ്ടിതാവാണ്, ദൈവം വീണ്ടെടുപ്പുകാരനാണ്, ദൈവം നമ്മുടെ സഹായകനാണ്, ദൈവം നമ്മുടെ തുണയാളിയാണ്. ഇങ്ങനെ നിരവധി ചിന്തകളാൽ സങ്കീർത്തന പുസ്തകങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ പ്രസക്തി, ദൈവവചനം പാരായണം ചെയ്യേണ്ടതിന്റെയും ദൈവവചനം ധ്യാനിക്കേണ്ടതിന്റെയും അതിന് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്ന അതിന്റെ പ്രസക്തി എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെ വളരെ കൃത്യതയോടെ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകങ്ങളുടെ പഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ, സഹായകരമാകട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിൽ പാരമ്പര്യത്തിലും യഹൂദ പാരമ്പര്യത്തിലും സങ്കീർത്തന പുസ്തകങ്ങൾക്ക് അവരുടെ ആരാധനകളിൽ, സഭായോഗങ്ങളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതവർ പാടി ദൈവത്തിൽ സന്തോഷിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ആത്മീക സത്യങ്ങളെ ഗ്രഹിച്ച് ജീവിത സാഹചര്യങ്ങളിൽ അവർ നേരിടേണ്ടി വരുന്ന വിഷയങ്ങളുടെ മുൻപിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിന്റെ ഉൾക്കാഴ്ചകളെ സങ്കീർത്തനങ്ങളിൽ നിന്ന് പ്രാപിപ്പാനും നമുക്ക് സഹായകരമാകും. ഈ പഠനങ്ങൾ അതിനൊരു മുഖാന്തരമായി തീരും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ, ജീവിതത്തിന്റെ വിവിധ വിഷയങ്ങളെ എപ്രകാരം ബുദ്ധിപൂർവമായി കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ മുൻ തലമുറക്കാർ എപ്രകാരം കൈകാര്യം ചെയ്തു, ആ വിഷയങ്ങളെ എപ്രകാരം നേരിട്ടു, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അനുഗ്രഹീതമായ ജ്ഞാനചിന്തകളാണ് ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്രകാരം അവരെ കഠിനാധ്വാനം ചെയ്യണം, മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥ ജ്ഞാനം എന്താണ്, മനുഷ്യന്റെ ജീവിതത്തിൽ അലസത ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, മനുഷ്യ ജീവിതത്തിൽ സദാചാര ബോധം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, യഥാർത്ഥ ദൈവഭക്തി എന്താണ്, യഥാർത്ഥ ദൈവിക ജ്ഞാനം എന്താണ്, അതിന്റെ താക്കോൽ വാക്യം തന്നെ ഇതാണ്: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അതിൽ നിന്നാണ് ഈ ചിന്തകൾ ആരംഭിക്കുന്നത്. പ്രാഥമികമായിട്ടും ഈ ജ്ഞാന പുസ്തകങ്ങളെല്ലാം തന്നെ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശലോമോനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്ന വ്യക്തി, അദ്ദേഹത്താൽ എഴുതപ്പെട്ട, അദ്ദേഹത്താൽ കളക്ട് ചെയ്യപ്പെട്ട പുസ്തകങ്ങളായിട്ട് ഈ പുസ്തകങ്ങളെ ഗണിക്കപ്പെടുന്നു. 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. ശലോമോന്റെ സദൃശ്യവാക്യങ്ങൾ എന്നുള്ള പേരിലാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അനുഗ്രഹീതമായ ജ്ഞാനചിന്തകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു ഗ്രൂപ്പ് ആളുകളെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ജ്ഞാനികൾ എന്നുള്ള പേരിലുള്ള കുറെ ആളുകൾ, അല്ലെങ്കിൽ സേജസ് എന്ന കാലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവർ ജ്ഞാനസംബന്ധമായ വിഷയങ്ങളിൽ മാത്രം ചർച്ച ചെയ്യുകയും അതിനെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ജ്ഞാനികളുടെ വചനങ്ങൾ എന്ന് പറയുന്നുണ്ട്. മറ്റു 2 രാജാക്കന്മാരുടെ പേരുകൾ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അഗൂർ എന്നും ലെമുവേൽ എന്നും പറഞ്ഞ 2 രാജാക്കന്മാർ. ഇവർ ഇസ്രായേലിലെ ചരിത്രവുമായിട്ട് ബന്ധമുള്ളവരല്ല, എങ്കിൽ തന്നെയും
ജ്ഞാനസംബന്ധമായ വിഷയങ്ങളെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജ്ഞാനപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം തന്നെ സ്ഥലത്തിനോ അല്ലെങ്കിൽ കാലത്തിനോ ഒക്കെ അതീതമായ ചിന്തകളാണ്. പുതിയ നിയമകാലമെന്നോ പഴയ നിയമകാലമോ എന്ന് കൂടാതെ തന്നെ ഏതൊരു ഭക്തനും ദൈവികമായ വഴികളിൽ ജ്ഞാനപൂർണമായിട്ട് എങ്ങനെ ജീവിക്കാം എന്നതിന് നമുക്ക് ഈ പുസ്തകത്തിൽ ധാരാളം ഉപദേശങ്ങൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഒരു പ്രത്യേക കാലത്തിലേക്കോ പ്രത്യേക സമയത്തിലേക്കോ ഇതിന്റെ ഉപദേശങ്ങളെ പരിമിതപ്പെടുത്തുന്നത് നമുക്ക് യോജ്യമല്ല. വളരെ വ്യക്തമായിട്ട് ചില ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് യൗവനക്കാർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത്. എന്റെ മകനെ, പ്രിയ മകനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഒന്നെങ്കിൽ ഒരു ഗുരു തന്റെ ശിഷ്യനോടുള്ള ബന്ധത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ ഒരു പിതാവ് തന്റെ മകനോടുള്ള ബന്ധത്തിൽ പറയുന്നതോ ഉള്ള ചിന്തകളാണ് ഇവിടെ നമ്മൾക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്നു. ഒന്നാമതായിട്ട് അവർ പറയുന്നു, നിങ്ങൾ ജ്ഞാനിയായവരോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മാർക്കറ്റ് പ്ലേസിലേക്ക് വരണം, ചന്തസ്ഥലത്തേക്ക്, വഴിത്തെരുവിലൂടെ നിൽക്കുന്നവരോടാണ് ഈ ജ്ഞാനത്തെ അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജ്ഞാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ജ്ഞാനം ജീവിതത്തിന്റെ ദൈനംദിന അനുഭവങ്ങളിൽ നിന്നാണ് ജ്ഞാനം ലഭ്യമായിട്ട് തീരുന്നത്. 3 ഗ്രൂപ്പ് ആളുകളെയാണ് ഈ ജ്ഞാനം പ്രാപിപ്പാനായിട്ട് വിളിക്കുന്നത്. ഒന്ന് ഭോഷന്മാർ, ചിന്തിക്കാതെ കാര്യങ്ങളെ ചെയ്യുന്നവർ. നിസ്സാരന്മാർ, കാര്യത്തിനും പ്രാധാന്യം കൊടുക്കാത്തവർ. 3 പരിഹാസികൾ, നന്മയായിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ആളുകൾ. അവരോട് പറയുകയാണ്, ഈ 3 ഗ്രൂപ്പുകളോട് കൂടി ജ്ഞാനം വിളിച്ചു പറയുവാണ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഈ ജ്ഞാനത്തെ സമ്പാദിക്കണം. ഒന്നാമതായിട്ട് യൗവനക്കാരുള്ള ഉപദേശം ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കണം. അപ്പന്റെ പ്രബോധനം, അമ്മയുടെ ആജ്ഞ, അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകും. നിങ്ങളുടെ ജീവിതത്തിന് അത് മുൻപോട്ടുള്ള യാത്രയിൽ ദീർഘായുസ് നിങ്ങൾക്ക് നൽകും, നിങ്ങൾക്ക് മാനം നൽകും, അതുപോലെ നിങ്ങൾക്ക് ധനം നൽകും എന്ന് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നു. രണ്ടാമതായിട്ട് യൗവനക്കാരോട് പറയുന്ന ചിന്ത ഇപ്രകാരമാണ്, നിങ്ങൾ ഈ ജ്ഞാനത്തെ ഒരു ധനത്തെ പോലെ അല്ലെങ്കിൽ നിക്ഷേപത്തെ പോലെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്? ഒരു ഖനിത്തൊഴിലാളിയോട് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. സ്വർണത്തെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത് പോലെ, വെള്ളിയെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന പോലെ, വിലപിടിപ്പുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കഠിന പരിശ്രമം ചെയ്ത് ജ്ഞാനത്തെ നിങ്ങൾ സമ്പാദിക്കണം എന്നാണ് പറയുന്നത്. അതിനെ സമ്പാദിക്കണമെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായിട്ട് ശ്രദ്ധിക്കണം, ദൈവം പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കണം, ദൈവത്തോട് ചോദിക്കണം. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് യഹോവ ഭക്തിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അലസരായിരിക്കുന്ന വ്യക്തികൾക്ക് ജ്ഞാനം പ്രാപിപ്പാൻ കഴിയത്തില്ല. ദൈനംദിന ജീവിതത്തിലൂടെ കഠിന പരിശ്രമത്തിലൂടെ പോകുന്നവർക്കാണ് ജ്ഞാനം യഥാർത്ഥമായിട്ട് ലഭ്യമാകുന്നത്. അങ്ങനെ ജ്ഞാനം ലഭ്യമാകുന്നവർക്ക് ജീവിതയാത്രയിൽ ധനവും മാനവും പുരാതന സമ്പത്തും എല്ലാം ലഭ്യമായി തീരും എന്നാണ് ഈ ചെറുപ്പക്കാരോട് ഈ ജ്ഞാനിയായ വ്യക്തി ഉപദേശിക്കുന്നത്. ജീവിതത്തിന്റെ പ്രായോഗികമായ സാഹചര്യങ്ങളിൽ വളരെ കൃത്യതയോടെ ഈ ജ്ഞാനോപദേശങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തി ജീവിതത്തിൽ വിജയമായിട്ട് തീരും എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഈ എഴുത്തുകാരൻ അവരെ പ്രബോധിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് അതിന്റെ 5-7 അധ്യായങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ജ്ഞാനിയായിട്ട് ജീവിച്ചാൽ മാത്രമേ യഥാർത്ഥ സദാചാര ബോധത്തിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യം ചെറുപ്പകാലമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചെറുപ്പക്കാരോട് വളരെ വ്യക്തമായിട്ട് 5-7 അധ്യായങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സദാചാര മൂല്യങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. വിശേഷാൽ വിവാഹ ബന്ധത്തിലുള്ള വിശ്വസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ വശീകരിക്കുന്ന വ്യക്തികളിൽ നിന്ന്, നിങ്ങളെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജ്ഞാനിയായ വ്യക്തി ജീവിതത്തിൽ സദാചാര ബോധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നാണ് തിരുവഴുത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ശരിയായ ജ്ഞാനം കൈക്കൊള്ളാതെ, ശരിയായ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ പോകാതെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന വ്യക്തികൾ അവസാനം പൂർണ്ണമായ നാശത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് അവരെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കരുതിക്കൊള്ളണം. ദൈവത്തോട് ആലോചന നിങ്ങൾ ചോദിക്കണം. ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. നിങ്ങൾ അലസരാകാതെ കഠിനാധ്വാനം ചെയ്ത് ജ്ഞാനത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ശേഷം യൗവനക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സദാചാര മൂല്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ നിന്ന്, കുടുംബ വ്യവസ്ഥകളിൽ നിന്ന് തെറ്റി ഒഴിയുന്നത് അഭികാമ്യമല്ല, ജീവിതത്തിന് അനുഗ്രഹമല്ല, ദൈവപ്രസാദം ലഭിക്കുവാൻ അത് സഹായകരമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ അധ്യായങ്ങളിൽ നമ്മളോട് പ്രതിപാദിക്കുന്നു. നാലാമതായിട്ട് ഈ ഭക്തൻ പറയുന്ന, ജ്ഞാനിയായ വ്യക്തി പറയുന്ന ഒരു കാര്യമാണ്, ഇതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനത്തിന്റെ അതിന്റെ മൂല്യം എന്താണ്.
ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇത് എല്ലാവരെയും ശരിയായ വഴിയിൽ നയിക്കാൻ പറ്റുന്ന ഒരു ഗൈഡാണ്, ഒരു വഴികാട്ടിയാണ്. ഞാൻ നിന്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നുള്ളൊരു ശബ്ദം നമ്മുടെ പുറകിൽ നിന്ന് കേൾക്കും. സർവജ്ഞാനിയായ ദൈവം അങ്ങനെ ഓരോരുത്തരെയും ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വമാണ്. രണ്ടാമതായിട്ട് സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ജ്ഞാനം കൊണ്ട് ഇടയായി തീരുമെന്ന് പറയുന്നു. മൊറാലിറ്റീസ് പാർട്ട്ണർ, നമ്മുടെ സദാചാര ജീവിതത്തിന്റെ പങ്കാളിയാണ് ജ്ഞാനം എന്നുള്ളത്. മൂന്നാമതായിട്ട് ജീവിതത്തിൽ വിജയം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ജ്ഞാനത്തിന്റെ വചനങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികമായതും ഭൗതികമല്ലാത്തതുമായ ആത്മീകമായ നന്മകളുടെയും വിജയത്തിന്റെ അടിസ്ഥാന ഘടകം ദൈവിക പരിജ്ഞാനത്തിൽ നടക്കുക, ദൈവിക പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. ഈ ഭൂമിയിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനം മുഖാന്തരമാണെന്ന് സദൃശവാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവം ഭൂമിയിൽ സകലതിനെയും സൃഷ്ടിച്ചപ്പോൾ പുരാതന കാലത്ത് തന്നെ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് ജ്ഞാനം എന്നുള്ളത്. തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. ഈ ജ്ഞാനത്തെ യേശു ക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. പൗലോസ്ലീഹയുടെ എഴുത്തുകളിൽ പറയുകയാണ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവത്തെ ക്രിസ്തുവിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് സംജ്ഞകളാണ്, ഒന്ന് ജ്ഞാനം എന്നുള്ളതും രണ്ട് വചനം എന്നുള്ളതും. സൃഷ്ടിയുടെ ആരംഭത്തിൽ ജ്ഞാനത്തിന്റെ പങ്കാളിത്തം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ സദൃശ്യവാക്യങ്ങളിൽ കാണുവാൻ കഴിയും. സർവശക്തനായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ജ്ഞാനത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് തൃത്വത്തിൽ രണ്ടാമനായിരുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളെ നയിക്കുന്നത് ഈ യേശു ക്രിസ്തുവാകുന്ന ജ്ഞാനമാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് സഹായകരമായിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹവും ധന്യതയുമായ കാര്യങ്ങളായി മാറുവാൻ ഇടയായി തീരും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 10-ാം അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ ശലോമോന്റെ ജ്ഞാനകീർത്തനങ്ങൾ, ശലോമോന്റെ ജ്ഞാനചിന്തകൾ തന്നെയാണ് ആ ഭാഗത്തിലും പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമതായി യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഫലം തരുന്നത് എന്താണ്, ലാഭകരമായ വസ്തുതകൾ എന്താണ്. നമ്മുടെ അലസതകൾ ഒരിക്കലും നമുക്ക് ലാഭം തരികത്തില്ല. നമ്മുടെ മടി പിടിക്കുന്ന അനവസ്ഥകൾ ഒരിക്കലും നമുക്ക് ഫലം തരികയില്ല. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്, മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് നല്ല പാഠങ്ങളെ പഠിക്കുക. മനുഷ്യനെ ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും അധ്വാനിക്കുന്ന വ്യക്തിത്വമായിരിക്കണം, കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം എന്നാണ്. ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ ഈ തോട്ടത്തിൽ വേല ചെയ്യണം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തെ ഒഴിവാക്കാനുള്ള ഒരു സൂത്രപ്പണിയല്ല. തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസം കഠിനാധ്വാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമാക്കി തീർക്കുന്ന ഈ വസ്തുതകൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം. മാത്രമല്ല, ജീവിതത്തെ സന്തുലിതമായി നിലനിർത്തണമെങ്കിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, മുൻഗണന നൽകേണ്ടതെന്ന് ഈ ജ്ഞാനി നമ്മളോട് പറയുന്നുണ്ട്. ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം: മുൻഗണനയുള്ളതും മുൻഗണന ഇല്ലാത്തതുമായ വിഷയങ്ങൾ. ഇതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ജീവിതത്തിലെ വിജയം കണ്ടെത്തുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി, ദൈവിക ഹിതത്തിന് പ്രാധാന്യം നൽകി മുൻപോട്ട് പോകുന്ന വ്യക്തിയെ കുറിച്ച് ജ്ഞാനി എന്ന് ഈ വേദഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. സ്വന്തമായ താല്പര്യങ്ങളുടെയും സ്വന്തമായ ഇഷ്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ജീവിതം യഥാർത്ഥമായ സാഹചര്യങ്ങളിൽ ചെന്ന് എത്തുന്നില്ല, ലക്ഷ്യബോധങ്ങളിൽ ചെന്ന് എത്തുന്നില്ല എന്ന് ഞാൻ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം, ബുദ്ധിപൂർവമായിട്ട് എങ്ങനെ ജീവിക്കാം. യേശു ക്രിസ്തു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട് പാമ്പിന്റെ ഉപമ ഇവിടെ പറഞ്ഞു? അത് വളരെ കൗശലമേറിയ ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. ദൈവമക്കളെ കുറിച്ച്, ഭക്തരെ കുറിച്ച്, യഥാർത്ഥ ദൈവജ്ഞാനമുള്ളവരെ കുറിച്ച് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ മുൻപോട്ട് പോകുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറയുന്നു. കണ്ണടച്ചുകൊണ്ട് കാര്യങ്ങളിൽ ചെന്നാൽ ഒരു പ്രാവിനെ പോലെ, ഒട്ടപ്രാവിനെ പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും ആയി തീരുവാൻ പാടില്ല എന്നാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗധേയം
നിർണയിക്കപ്പെടുകയാണ്. മാത്രമല്ല, ഇങ്ങനെ സ്വയമായ തീരുമാനങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥമായിട്ടുള്ള നിക്ഷേപങ്ങൾ എന്താണ്, എവിടെയാണ് യഥാർത്ഥത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നത്, എന്താണ് യഥാർത്ഥമായ നിക്ഷേപം? കർത്താവിന്റെ വചനത്തിൽ യേശു കർത്താവ് തന്നെ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിലെ തുരുമ്പെടുക്കുന്നതും പുഴുവരിക്കുന്നതുമായ ഇടത്ത് നിങ്ങൾ നിരൂപിക്കരുത്. സ്വർഗത്തിൽ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ സ്ഥിരതയോടെ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടാൻ സാധ്യതയുള്ള തെറ്റായ തീരുമാനങ്ങളിലൂടെ വന്നുപെടാൻ സാധ്യതയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം ഒഴിഞ്ഞിരിക്കുവാൻ വളരെ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് സദൃശ്യവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സദൃശ്യവാക്യങ്ങളും ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളുടെ ബന്ധത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. മാതാപിതാക്കളുടെ ഉള്ള വിധേയത്വം, അനുസരണം, ദൈവത്തോടുള്ള വിധേയത്വം, അനുസരണം, സദാചാര മൂല്യങ്ങളോടുള്ള വിധേയത്വം, അതുപോലെ മനുഷ്യനെ കഠിനാധ്വാനം ചെയ്യുവാനുള്ള വിധേയത്വം, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവന്റെ ശ്രമം, ശരിയായ നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള അവന്റെ ശ്രമം, മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് യഥാർത്ഥമായ മുൻഗണന കൊടുക്കുവാനുള്ള അവന്റെ സ്ഥിരമായ ഉത്സാഹം, ഇതെല്ലാം ഒരു വ്യക്തിയെ യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാൻ സഹായകരമായി തീരും എന്നതാണ് ഈ സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത്. 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജ്ഞാനത്തെ എപ്രകാരം പ്രായോഗിക തലത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ളതാണ്. ശരിയായ ജീവിതത്തെ ഒരു അച്ചടക്കത്തിലൂടെ കടത്തിവിടുന്ന വ്യക്തിക്ക് മാത്രമേ, ശരിയായ ദൈനംദിന ജീവിത ക്രമങ്ങളിലൂടെ കടത്തിവിടുന്ന വ്യക്തിക്ക് മാത്രമേ ശരിയായ ജീവിത വിജയം നയിക്കുവാൻ സാധ്യമുള്ളൂ. നമുക്ക് ലഭ്യമായിരിക്കുന്ന ജ്ഞാനത്തെ, അറിവിനെ യഥാർത്ഥ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് നമുക്ക് ഫലദായകമായിട്ട് തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാത്ത ആളുകളെ ഭോഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭോഷൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത വ്യക്തി, ബുദ്ധിപരമായി കുറവുള്ള വ്യക്തി എന്നുള്ളതല്ല ഇവിടെ അർത്ഥം. ഇവിടെ ഭോഷൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ചിന്തിച്ച് യഥാർത്ഥമായിട്ട് കൃത്യതയോടെ ചെയ്യാത്ത വ്യക്തികളെയാണ് ഭോഷൻ എന്നുള്ള പേരിൽ ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവിക ജ്ഞാനം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ വഴികളിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ജ്ഞാനം ഒരു വ്യക്തിയിൽ സംജാതമായി തീരുന്നത് എന്നാണ് സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനിയായ വ്യക്തി പറയുന്നത്. ദൈവത്തെ ഭയക്കാൻ, കർത്താവിനോടുള്ള ഭയം, കർത്താവിനോടുള്ള ആദരവ്, കർത്താവിനെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥമായ ജ്ഞാനം നമുക്ക് ലഭ്യമാകുന്നത്. ശലോമോൻ വീണ്ടും 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ താൻ മുൻപോട്ട് പോകുമ്പോൾ പറയുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബുദ്ധിപൂർവമായ ഇടപാടുകൾ നടത്തുന്നത്. സമൂഹത്തിൽ മനുഷ്യൻ ജീവിച്ചു കഴിയുമ്പോൾ ബുദ്ധിപൂർവമായിട്ട് നമ്മുടെ ബന്ധങ്ങളിൽ എപ്രകാരം ഈ കാര്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയും, പ്രായോഗികതയിൽ കൊണ്ടുവരുവാൻ കഴിയും എന്ന് ഈ വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നു. വിഡ്ഢി ആയ മനുഷ്യൻ, ഭോഷനായ വ്യക്തി തന്റെ ഭോഷത്വത്തിൽ കുടുങ്ങുമ്പോൾ ജ്ഞാനിയായ വ്യക്തി തന്റെ ജ്ഞാനമുള്ള തീരുമാനങ്ങളിലൂടെ ജീവിതത്തിന്റെ ഉന്നത നിലവാരങ്ങളിൽ എത്തിച്ചേരുന്നു. മനുഷ്യൻ, ജ്ഞാനിയായ വ്യക്തി നന്മയിലേക്ക് ചെന്നെത്തുമ്പോൾ ഭോഷനായുള്ള വ്യക്തി തിന്മയിലേക്ക് ചെന്നെത്തുന്നതാണ് ഈ സദൃശ്യവാക്യങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ ശലോമോൻ വളരെ വ്യക്തമായിട്ട് ജ്ഞാനത്തിന്റെ ഭാഷയിൽ നമ്മളോട് പറയുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഭവങ്ങളെ ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്നാണ് അദ്ദേഹം പ്രാഥമികമായിട്ട് നമ്മളോട് പറയുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏതുവിധ വിഭവങ്ങളായാലും, അത് മാനുഷിക വിഭവങ്ങളായിക്കൊള്ളട്ടെ, പണപരമായ വിഭവങ്ങളായിക്കൊള്ളട്ടെ, വസ്തുസംബന്ധമായ വിഭവങ്ങളായിക്കൊള്ളട്ടെ, ബുദ്ധിപൂർവമായിട്ട് കൈകാര്യം ചെയ്യാത്തവൻ അവൻ ദാരിദ്ര്യത്തിന് ചതുപെടും. ഈ സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനസംബന്ധമായ വിഷയങ്ങളിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ദാരിദ്ര്യം എന്നുള്ളത് ഭോഷത്വത്തിന്റെ അനന്തരഫലമാണെന്നുള്ളൊരു ചിന്ത ഈ പുസ്തകത്തിൽ കാണുന്നു. ഇവിടെ ഞാനൊന്ന് കുറിക്കട്ടെ. എല്ലാ ദാരിദ്ര്യങ്ങളെയും അതുമായിട്ട് ബന്ധിപ്പിക്കുവാൻ കഴിയത്തില്ലെങ്കിലും തിരുവചന അടിസ്ഥാനത്തിൽ, സദൃശ്യവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, മനുഷ്യന് ഒരു പരിധിവരെ ദാരിദ്ര്യത്തിൽ ചെന്ന് പെടുവാൻ കാരണം അവരുടെ ഭോഷത്വപരമായ ചില തീരുമാനങ്ങൾ, ഭോഷത്വപരമായ ചില തെരഞ്ഞെടുപ്പുകളാണ് എന്ന് ജ്ഞാനിയായ വ്യക്തി പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളതായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത്, നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, യഥാർത്ഥമായിട്ട് ജോലി ചെയ്യുവാൻ, പ്രവൃത്തി ചെയ്യുവാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ
മുൻകൂട്ടി കണ്ട കാര്യങ്ങളെ ചെയ്യുവാൻ. അതുകൊണ്ടാണ് ഉറുമിന്റെ പള്ളിക്കൂടം എന്ന് പറയുന്നത്, ഉറുമിന്റെ ആ സ്കൂൾ എന്ന് പറയുന്നത്. മടിയ നീ ഉറുമിനെ കണ്ട് ബുദ്ധി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യത്തിന് വേണ്ടിയല്ല, വരുന്ന കാലത്തിന് വേണ്ടി, ഭാവി കാലത്തിന് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു സ്വഭാവം ഉറുമ്പിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭക്തരെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനും ഭാവി കാലത്തിന് വേണ്ടി വളരെ ചിന്തയോടെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ ക്രമീകരിക്കണമെന്നും ജ്ഞാനിയായ വ്യക്തി നമ്മൾക്ക് ഉപദേശം തരുന്നു. ദൈവം നമുക്ക് അതിനുള്ള ഉപദേശവും ജ്ഞാനവും ഈ സമയത്ത് പകർന്നു തരികയാണ്. അലസരായിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന് പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുവാനില്ല. അലസരായിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിന് സഹായിപ്പാൻ കഴിയത്തില്ല. അലസരായിരിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക സാധ്യമല്ല. ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ ഉപയോഗിച്ച്, താലന്തുകളെ ഉപയോഗിച്ച്, ദൈവം തന്നിരിക്കുന്ന വിഭവങ്ങളെ ഉപയോഗിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും സ്വയം ജീവിതത്തിന്റെ അഭിവൃദ്ധികൾക്ക് വേണ്ടിയും കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരിലൂടെയാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ അനുഗ്രഹങ്ങൾ വെളിവായി വരുന്നത്. അത് നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ജ്ഞാനമാണ്. മൂന്നാമതായിട്ട് പറയുന്നു, ദൈവം തന്നിരിക്കുന്ന ഈ നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും യഥാർത്ഥമായ രീതിയിൽ ദൈവത്തിൽ നിന്ന് ആണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. അതിനെ സന്തോഷത്തോടെ അംഗീകരിക്കുകയും അതിനെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി അറിയുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ജ്ഞാനിയായിട്ടുള്ള ഈ വ്യക്തി പറയുന്നത്. സദൃശ്യവാക്യങ്ങൾ അങ്ങനെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും നമുക്ക് സഹായകരമെന്ന വളരെ വിലപിടിപ്പുള്ള ഉപദേശങ്ങളാണ് തരുന്നത്. പ്രത്യേകിച്ച് ഇതിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്, ഇതിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണ്. ചെറുന്നു വരുന്ന ആ കാലങ്ങളിൽ, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ, മനുഷ്യ ജീവിതം വേരോടി തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകത അവരോട് തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന വിഭവങ്ങളെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ശരിയായ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ശരിയായ പാതകളെ തിരഞ്ഞെടുക്കണം. സദാചാര മൂല്യങ്ങൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ നിങ്ങൾ കൈക്കൊള്ളണം. നിങ്ങളുടെ ജ്ഞാനത്തോടു കൂടി ചേർന്ന് ദൈവത്തിന്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളണം. ദൈവം തന്നിരിക്കുന്ന കഴിവുകളാണ്, നന്മകളാണ്, വിഭവങ്ങളാണെന്നുള്ള ബോധ്യത്തോടെ അതിനെ കൈകാര്യം ചെയ്യണം. അധ്വാനിക്കുവാനുള്ള ശീലം ഒരിക്കലും കൈവിട്ടു പോകരുത്. അധ്വാനിക്കുവാനുള്ള ഇഷ്ടം, അതിനുള്ള താല്പര്യം ഒരിക്കലും കൈമോശം വന്നു പോകരുത്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ശക്തിയോടെ മുന്നേറാൻ കഴിയും. അവർക്ക് ധനവും മാനവും പുരാതന സമ്പത്തും ദൈവം നൽകുമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, അതിന്റെ 31-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ ഒരു ഭവനത്തിലെ യഥാർത്ഥമായ ഒരു പ്രയോജനപ്രദമായ ഒരു സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഹോദരിമാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഭവനം പണിയുന്നതിൽ, ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലെല്ലാം അവർക്ക് കാര്യമായ പ്രവൃത്തി ചെയ്യാനുണ്ട് എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അവരിലും ദൈവം നിക്ഷിപ്തമായിരിക്കുന്ന മാനുഷിക വിഭവങ്ങളെ, അവർക്ക് ലഭ്യമായിരിക്കുന്ന പ്രയോജനപ്രദമായ വശങ്ങളെ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, സഭയുടെ ഉന്നതിക്ക് വേണ്ടി, കുടുംബങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും. വളരെ ബുദ്ധിപൂർവമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന സഹോദരിമാരെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവരെ ചിന്തയില്ലാത്തവരല്ല, അലസരായിരിക്കുന്നവരല്ല, മടിയരായിരിക്കുന്നവരല്ല, അധ്വാനിക്കാത്തവരല്ല, ഒരു ശരിയായ വിധത്തിൽ അധ്വാനിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്, പ്രയോജനം ഉണ്ടാക്കുന്നവരാണ്, അവരുടെ കുടുംബത്തിന് അവർ നല്ല പേര് വരുത്തുന്നവരാണ്, സമൂഹത്തിന് നല്ല പേര് വരുത്തുന്ന നല്ല നിക്ഷേപങ്ങളെ ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന വിഷയങ്ങളെയാണ് ഈ സദൃശ്യവാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. മനുഷ്യൻ അങ്ങനെ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ട് ജ്ഞാനത്തിന്റെ വഴികളിൽ ശരിയായ പാതയിൽ മുന്നേറിയാൽ, അതിന്റെ വഴികളിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ജീവിത ലക്ഷ്യങ്ങളെ കണ്ടെത്തുന്നതിൽ വിജയിക്കും, ജീവിതത്തിൽ വിജയാളിയായി തീരും എന്നുള്ള ശരിയായ അർത്ഥവത്തായ ചിന്തയാണ് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായി തരുന്നത്. പ്രത്യേക എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവുകളെ പ്രയോജനപ്രദമായ രീതിയിൽ ജീവിത സാഹചര്യങ്ങളിൽ പ്രായോഗികമാക്കുക എന്നുള്ളതിലുപരി, ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവിധ മേഖലയിലുള്ള അറിവുകളെ പ്രയോജനപ്രദമായ രീതിയിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നതില് ഉപരിയായിട്ട് ദൈവത്തെ നമ്മുടെ ജ്ഞാനത്തോടു കൂടി ചേർത്ത് നിർത്തുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനമെന്നാണ് സദൃശ്യവാക്യം പറയുന്നത്. ആ വാക്യം, അതുകൊണ്ട് ആ താക്കോൽ വാക്യം ഒന്നുകൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭമായിട്ടിരിക്കുന്നത്. എങ്ങനെ ഈ ജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയും? ദൈവത്തിന്റെ വഴികളോടുള്ള വിധേയത്വം.
ദൈവത്തെ അംഗീകരിക്കുന്നതിലൂടെ, ദൈവിക ചിന്തകളെ ഉൾക്കൊള്ളുന്നതിലൂടെ. അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനിയായ വ്യക്തി ദൈവത്തെ ഗണിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തെ പരിഗണിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തെ കൂടാതെ, ദൈവത്തിന്റെ വഴികളിൽ നടക്കാതെ, ദൈവിക ചിന്തകൾക്ക് വിധേയത്വമില്ലാതെ ശരിയായ വിധത്തിലുള്ള ജ്ഞാനം ഒരു വ്യക്തിയിൽ സംജാതമാകുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ സദൃശവാക്യങ്ങളുടെ ചിന്തകൾക്ക്, ആ പുസ്തകത്തിന്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ചെറുപ്പക്കാരെ, യങ്സ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരോട് പ്രത്യേകമായിട്ട് സദൃശവാക്യങ്ങളിൽ എന്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രബോധനമാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ നിങ്ങൾ കൈക്കൊള്ളണം. തിരുവചനത്തിന്റെ അടിസ്ഥാനവും അതാണ്. നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നന്മയോടെ ഇരിപ്പാനും വേണ്ടി മാതാപിതാക്കളുടെ ആ ഉപദേശങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ പാതകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കണം. ബുദ്ധിപൂർവകമായിട്ട് കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ശ്രമിക്കണം. മൂന്നാമതായിട്ട്, സദാചാര മൂല്യമുള്ളവരായ ജീവിതത്തെ വഴിവിട്ട സാഹചര്യങ്ങളിലേക്ക് തിരിച്ചുവിടാതെ ശരിയായ വിധത്തിൽ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജ്ഞാനം നിങ്ങളുടെ സഖിയായി നിങ്ങളോട് കൂടെ ഇരിക്കും. അത് ധാർമ്മികതയുടെ പങ്കാളിയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്, നിങ്ങൾക്കുള്ള ആത്മീകമായ, ഭൗതികമായ എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും മുഖാന്തരമായി തീരും. യേശു ക്രിസ്തു തന്നെ ജ്ഞാനമായിരിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമായിരിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്ന തന്റെ മക്കളെ ജ്ഞാനത്തിന്റെ വഴികളിലൂടെ നടത്തി അവരുടെ ജീവിതങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ യേശു ക്രിസ്തു തന്റെ മക്കളെ സഹായിക്കുമെന്നും ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. കാരണം ജ്ഞാനം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ജ്ഞാനം എന്നുള്ളത് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ആ ജ്ഞാനം നമ്മുടെ ജീവിത യാത്രയിൽ, വിവിധമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവനാമ മഹത്വത്തിനും നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കും ഉന്നതിക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹങ്ങളുടെ അനുഗ്രഹത്തിനും വേണ്ടി ശരിയായ പാദത്തിൽ ജ്ഞാനിയുടെ മാർഗത്തിൽ നടക്കുവാൻ, എല്ലാറ്റിനും ഉപരിയായി നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവുകളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ, ദൈവത്തെ പരിഗണിക്കുന്ന ഒരു സമൂഹമായി, ഒരു തലമുറയായി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാന് ഈ സദൃശവാക്യങ്ങളുടെ ചിന്തകളെ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടട്ടെ. നമ്മളെ അതിനെ സഹായിക്കട്ടെ. അധ്വാനശീലമുള്ള സമൂഹമായിട്ട്, സദാചാര മൂല്യങ്ങളുള്ള സമൂഹമായിട്ട്, ദൈവത്തെ പരിഗണിക്കുന്ന ഒരു സമൂഹമായിട്ട്, മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ കേൾക്കുന്ന ഒരു സമൂഹമായിട്ട് ഒരു നവ തലമുറയ്ക്ക് രൂപം കൊടുക്കുവാൻ ഈ ചിന്തകൾ നമുക്ക് സഹായകരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സദൃശവാക്യങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പ്രഭാഷകൻ എന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് പ്രഭാഷകൻ എന്ന് പറയുന്നത്. ജ്ഞാനപുസ്തകമായതുകൊണ്ട് തന്നെ ഇതിന്റെ എഴുത്തുകാരനെ സംബന്ധിക്കുന്നത് ശലോമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ചിന്തകളെ കുറിക്കുന്നത്. 3 പുസ്തകങ്ങൾ, ജ്ഞാനപുസ്തകങ്ങളിലെ 3 ചോദിക്കുന്ന ആധികാരികമായ 3 ചോദ്യങ്ങളാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഒന്ന്, നീതിമാനായ വ്യക്തി എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? രണ്ടാമത്, സദൃശവാക്യങ്ങളിൽ യഥാർത്ഥ ജ്ഞാനം എന്താണ്? മൂന്നാമതായിട്ട്, സഭാപ്രസംഗി പരാമർശിക്കുന്ന ചോദ്യം, മനുഷ്യകുലത്തിന്റെ 3ാമത്തെ ചോദ്യം അതാണ്, മനുഷ്യ ജീവിതത്തിന് യഥാർത്ഥത്തിൽ ഒരു അർത്ഥമുണ്ടോ? എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം? അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ പുസ്തകത്തിൽ നടത്തുന്നത്. ശലോമോന്റെ പശ്ചാത്തലം കൊണ്ട് തന്നെ അദ്ദേഹം ഇത് പറയുവാൻ വളരെ അതിനെ പറയുവാൻ കഴിവുള്ള, അതിന് യോഗ്യനായ ഒരു വ്യക്തിത്വമാണ്. തന്റെ ജീവിതത്തിൽ താൻ പറയുന്നു, സൂര്യന് കീഴിലുള്ള സകല നന്മകളും താൻ അനുഭവിച്ചു, പക്ഷേ എങ്കിലും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം താൻ തേടുകയാണ്. അതാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ ദൈവ കേന്ദ്രീകൃതമായ ഒരു ലോകവീക്ഷണം, ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിത വീക്ഷണം, അതാണ് സഭാപ്രസംഗി നമുക്ക് നൽകുവാൻ ഇടയാക്കുന്നത്. സാധാരണയായി മനുഷ്യന്റെ ജീവിതത്തിലെ സമ്പത്തും പണവും സാധാരണയുള്ള അവനുള്ള എല്ലാ നന്മകളും അനുഭവിച്ച് സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിത വീക്ഷണമാണ് മനുഷ്യൻ പലപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ അതിന് വിഭിന്നമായിട്ട് ശലോമോൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിത വീക്ഷണം എങ്ങനെ രൂപപ്പെടുത്താം, ജീവിതത്തിൽ ദൈവത്തെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ കൂടുതൽ അർത്ഥമുള്ള ജീവിതമാക്കി, അർത്ഥവത്തായ ജീവിതമാക്കി മനുഷ്യന്റെ ജീവിതത്തെ മാറ്റാം എന്നുള്ള ചോദ്യമാണ് ഇവിടെ കാണുന്നത്. 3 ഘട്ടങ്ങളായിട്ട്, 3 ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തെ നമുക്ക് തിരിക്കാൻ കഴിയും. ഒന്നാമതായിട്ട് അതിന്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് സകല മാനുഷിക പ്രയത്നങ്ങളുടെയും നിരർത്ഥകതയാണ്. സകല മാനുഷിക പ്രയത്നങ്ങളുടെയും നിരർത്ഥകത.
രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന സകല മാനുഷിക ജ്ഞാനത്തിന്റെയും പരിമിതിയാണ്. മനുഷ്യന്റെ അറിവുകൾക്കെല്ലാം പരിമിതിയുണ്ട്. 7, 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അവസാനത്തെ അധ്യായത്തിൽ ശലോമോൻ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനം എന്താണ്? ഏതാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ വഴി? ഒന്നുകൂടി ഞാൻ പറയട്ടെ. മാനുഷിക പ്രയത്നങ്ങളുടെ നിരർത്ഥകത, മാനുഷിക ജ്ഞാനത്തിന്റെ പരിമിതി. മൂന്നാമതായി, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വഴി എന്താണ്? ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് പരാമർശിക്കുന്ന ഒരു പദമാണ് മായ എന്നുള്ള പദം. ഇംഗ്ലീഷിൽ അതിനെ വാനിറ്റി എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഈ പദത്തിന്റെ അർത്ഥം ശൂന്യത, ഒന്നുമില്ലായ്മ എന്നുള്ളതല്ല. അങ്ങനെയല്ല ശലോമോൻ പറയുന്നത്. താൻ ജീവിതത്തിൽ എല്ലാ നന്മകളും അനുഭവിച്ചു, ഭക്ഷണം കഴിച്ചു, പാനീയം കുടിച്ചു, ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു. ഇതെല്ലാം ഒന്നുമില്ലാത്ത കാര്യമെന്നല്ല ശലോമോൻ പറയുന്നത്. ശലോമോൻ പറയുന്ന കാര്യം ഇതാണ്: ഈ കാര്യങ്ങൾക്കൊന്നും സ്ഥിരതയായ ഒരു സ്വഭാവമില്ല, സ്ഥായിയായ ഒരു സ്വഭാവമില്ല. ഇതെല്ലാം താൽക്കാലികമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മായ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ താൽക്കാലികമായത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും സ്ഥിരതയുള്ള സ്വഭാവമില്ല. ഇന്ന് കാണുകയും നാളെ അത് നീങ്ങിപ്പോവുകയും ചെയ്യും. ആ അർത്ഥത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ മനുഷ്യന് എങ്ങനെ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ കഴിയും? ഒന്നാമതായിട്ടുള്ള ചിന്ത ഇതാണ്: മനുഷ്യന്റെ പ്രയത്നങ്ങളെല്ലാം നിരർത്ഥകമായതാണ്. ഇവിടെ മനുഷ്യൻ പറയുന്നു, ഒരു മനുഷ്യൻ ജ്ഞാനിയായിട്ട് ജീവിക്കുന്നു, ഒരു മനുഷ്യൻ ജ്ഞാനമില്ലാത്തവനായി ഘോഷനായിട്ട് ജീവിക്കുന്നു, ഒരു മനുഷ്യൻ ധനവാനായിട്ട് ജീവിക്കുന്നു, മറ്റൊരു മനുഷ്യൻ ധനമില്ലാതെ ജീവിക്കുന്നു, ദരിദ്രനായിട്ട് ജീവിക്കുന്നു. ഇവരെല്ലാവരും അവസാനം ചെന്നെത്തുന്നത് ശവക്കുഴിയിലാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പ്രയത്നങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? എല്ലാ മനുഷ്യനും ചെയ്യുന്ന പ്രയത്നങ്ങൾ കൊണ്ട് സ്ഥിരതയായ ഏതെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നാണ് ശലോമോൻ ചോദിക്കുന്നത്. അവൻ തന്നെ പറയുന്നു, മനുഷ്യന്റെ ഒരു നേട്ടങ്ങളിലും മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു പ്രയത്നങ്ങളിലും സ്ഥിരതയുടെ സ്വഭാവം ഇല്ല. അതിനെല്ലാം ഒരു താൽക്കാലികതയുടെ സ്വഭാവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് അവനെ ഈ ശലോമോൻ പറയുന്നത് 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലമുണ്ട്, ഒരു സീസൺ ഉണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയായ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ ശരിയായ സമയത്ത് ചെയ്യുവാൻ മനുഷ്യന് ഒരു പ്രത്യേക ജ്ഞാനം ഉണ്ടാകണം. അങ്ങനെ ജ്ഞാനം ഉണ്ടാകുമ്പോഴാണ് അവന്റെ ജീവിതം ധന്യമാക്കി തീർക്കപ്പെടുന്നത്, ജീവിതം അനുഗ്രഹമാക്കി തീർക്കപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രയത്നങ്ങളും ഓരോ ദിവസങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അവൻ പ്രാപിക്കണമെന്ന് ശലോമോൻ നമ്മളെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മനുഷ്യന്റെ പ്രയത്നങ്ങളെ ബലകരമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ സഹായം ഒരു വ്യക്തിക്ക് ആവശ്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് ശലോമോൻ തന്റെ ജനത്തോട് പറയുന്ന ഉപദേശമാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഏത് പ്രയത്നമാണ് സ്ഥിരതയുള്ളത്, സ്ഥായിയായിട്ടുള്ളത്? മനുഷ്യൻ വീട് പണിതാൽ അതിന് സ്ഥിരതയില്ല, മനുഷ്യൻ ജോലി ചെയ്ത് അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ അതിന് സ്ഥിരതയില്ല. ഇതെല്ലാം കണ്ട ശലോമോൻ പറയുവാണ്, മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രയത്നങ്ങളും താൽക്കാലികമാണ്, അവന്റെ നേട്ടങ്ങളും താൽക്കാലികമാണ്. അവന്റെ കാലഘട്ടത്തോടു കൂടി, അവന്റെ ആയുസ്സോടുകൂടി അതെല്ലാം അവസാനിക്കുന്നു. അപ്പോൾ ശലോമോൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? മനുഷ്യ ജീവിതത്തിന് മൂല്യം നൽകുന്ന കാര്യം എന്താണ്? അപ്പൊ പ്രയത്നങ്ങൾ അസ്ഥാനമാണ്, അല്ലെങ്കിൽ അത് സ്ഥിരതയില്ലാത്തതാണ്, അതിന് താൽക്കാലികതയുള്ളതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ജ്ഞാനം, മനുഷ്യന്റെ അറിവുകൾ താൽക്കാലികമാണ്. അതാണ് 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യം. അത് പറയാൻ കാരണം ഇതാണ്: തന്റെ ജീവിതത്തിൽ ഏറ്റവും നന്മയായുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാൻ മനുഷ്യന് കഴിയുന്നില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയണം, രാവിലെ നിന്റെ അപ്പത്തെ എറിയണം, വൈകിട്ടും നിന്റെ കരം ഇളച്ചിരിക്കരുത്. കാരണം രാവിലെ വിതച്ചതാണോ വൈകിട്ട് വിതച്ചതാണോ ഏതാണ് ഫലം തരുന്നതെന്ന് നിനക്ക് ബോധ്യമാകത്തില്ല. ഇതല്ലേ മനുഷ്യന്റെ പരിമിതി, മനുഷ്യന്റെ അറിവുകളുടെ പരിമിതി ഇതല്ലേ? മനുഷ്യൻ ഏത് പ്രവർത്തനം ചെയ്യുമ്പോൾ ഏതിൽ നിന്നാണ് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് മനുഷ്യന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. സത്യത്തിൽ മനുഷ്യന്റെ ജ്ഞാനങ്ങൾ എത്രയോ പരിമിതി ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം ശലോമോൻ പറയുകയാണ്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത്? നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആർക്കും പറയാൻ കഴിയത്തില്ല. ഭാവിയിൽ മുഴുവൻ അനിശ്ചിതത്വങ്ങളാണ്.
മനുഷ്യൻ സ്വാഭാവികമായിട്ട് ഭാവി നന്നായിരിക്കുമെന്നും നന്മ വരുമെന്നും പ്രതീക്ഷിക്കുന്നതല്ലാതെ കൃത്യമായി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയുവാൻ മനുഷ്യന്റെ അറിവുകൾക്ക് കഴിയത്തില്ല, മനുഷ്യന്റെ ജ്ഞാനങ്ങൾക്ക് കഴിയത്തില്ല. സർവജ്ഞാനിയായ ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകത, മനുഷിക ജ്ഞാനത്തിന്റെ പരിമിതികൾ വ്യക്തമായിട്ട് ശലോമോൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല, മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു കാര്യം ഇതാണ്: ഈ ജീവിതത്തിൽ ഒരു മനുഷ്യൻ നന്മകൾ അനുഭവിച്ചെന്ന് കരുതി ആ വ്യക്തിയുടെ ജീവിതം നന്മ നിറഞ്ഞത് ആകണമെന്നില്ല. ശ്രദ്ധിക്കണമേ, മനുഷ്യൻ നന്മകൾ അനുഭവിച്ചെന്ന് കരുതി ആ വ്യക്തിയുടെ ജീവിതം നന്മ നിറഞ്ഞതാകണമെന്നില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി മോശമായ ജീവിത സാഹചര്യങ്ങളിലായതുകൊണ്ട് ആ വ്യക്തി എന്നും മോശക്കാരനായിരിക്കണമെന്നുമില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നന്മയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നന്മയുടെ ഫലം ഉളവാക്കണമെന്നില്ല. നന്മ അനുഭവിക്കുന്നവർ ജീവിതത്തിൽ വഴിതിരിഞ്ഞു പോയ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ജീവിതത്തിൽ വളരെ ദുഷ്കരമായ മോശമായ കാലാവസ്ഥയിൽ വളർന്നു വന്നവർ എല്ലാവരും മോശക്കാരായി മാറണമെന്നില്ല. വളരെ ദുഷ്കരമായ പ്രതികൂലമായ സാഹചര്യത്തിൽ ജീവിച്ചവരും അതിനെ അതിജീവിച്ച് നന്മയുടെ മക്കളായി തീർന്ന ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ എന്താണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്? മനുഷ്യ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അവന്റെ ജീവിതത്തിലുള്ള അഭിവൃദ്ധിയോ അവന്റെ ജീവിതത്തിലെ തിന്മയുടെയോ വശങ്ങളല്ല. പിന്നെ ഈ സാഹചര്യങ്ങളോട് അവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അഭിവൃദ്ധിയുള്ള സാഹചര്യങ്ങളിൽ ശരിയായ വിധത്തിൽ അതിനോട് മനുഷ്യൻ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണമെന്നില്ല. തിന്മയുള്ള സാഹചര്യങ്ങളിൽ, ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ശരിയായ വിധത്തിൽ പ്രതികരിച്ചാൽ അവന് നന്മയിലേക്ക് വരാൻ കഴിയും. അതാണ് മനുഷ്യന്റെ ചരിത്രം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ വരണം എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ശലോമോൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ദൈവമാണ് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം തിരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പറയുന്നത്, ഈ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തികൾ, സാധാരണയായി മനുഷ്യന്റെ ജീവിതത്തിലെ മനുഷ്യരുടെ ഒരു ചിന്ത ഇതാണ്: നന്മ ചെയ്യുന്നവർക്ക് എന്നും നന്മയുടെ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും, തിന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും തിന്മയുടേതായ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശലോമോൻ പറയുന്ന ഒരു കാര്യം, നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ എന്നും നന്മ പ്രാപിക്കണമെന്നില്ല. അവരുടെ ജീവിതകാലത്ത് അവരതിന്റെ പ്രതിഫലം പ്രാപിക്കണമെന്നില്ല. നന്മ ചെയ്ത് മാത്രം ജീവിച്ചവർ ജീവിതഘട്ടങ്ങളിൽ വളരെ വേദനയോടെ കടന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്ത നന്മയുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എപ്പോഴും കാണണമെന്നില്ല. ഇനി ദുഷ്ടത പ്രവർത്തിച്ച് ജീവിച്ച വ്യക്തികൾ എന്നും ദുഷ്ടതയുടെ ഫലങ്ങൾ എല്ലായ്പ്പോഴും അനുഭവിക്കുന്നത് കാണുന്നില്ല. ചിലർക്ക് നല്ല മരണങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ ലോകത്തിൽ കാണുന്ന ചിന്തകളെ ശലോമോൻ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുകയാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആർക്ക് നല്ല പ്രതിഫലങ്ങളെ ലഭിക്കും, ആർക്ക് മോശമായ രീതിയിൽ അവസാനങ്ങൾ ഉണ്ടാകും, ഇതൊന്നും മനുഷ്യന് പ്രവചിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം മനുഷ്യന്റെ പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു കാര്യമാണെന്നാണ് ഈ ശലോമോൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യന്റെ ജ്ഞാനങ്ങൾക്ക് വളരെയധികം പരിമിതിയുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയുണ്ടെന്ന് കരുതി, അഭിവൃദ്ധി ഉണ്ടെന്ന് കരുതി തിന്മയെ പ്രതിരോധിച്ച് നിൽക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല. ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളും, ഒരുപക്ഷെ രോഗങ്ങളോ മരണങ്ങളോ ദുഃഖങ്ങളോ, ഇതിനെയൊന്നും ജീവിതത്തിലെ അഭിവൃദ്ധി കൊണ്ട് നേരിടുവാൻ മനുഷ്യന് കഴിയത്തില്ല. അതെല്ലാം അവന്റെ പരിമിതികളായി കാണപ്പെടുന്നു. മനുഷ്യന്റെ ജ്ഞാനങ്ങളെല്ലാം പരിമിതികളായി കാണപ്പെടുന്നു. അപ്പോൾ മനുഷ്യന്റെ ഭാവിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ മനുഷ്യന്റെ ജ്ഞാനം പരിമിതിയുള്ളതാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രയത്നങ്ങളുടെ ഔട്ട്കം, അതിനെ എങ്ങനെ നല്ല രീതിയിൽ വരുമോ ചീത്ത രീതിയിൽ വരുമോ അതിനെ പ്രവചിക്കുവാൻ മനുഷ്യനെ കഴിയുന്നില്ല. അവിടെ മനുഷ്യൻ പരിമിതി ഉള്ളവനാണ്. നന്മ ചെയ്ത് ജീവിച്ചാൽ ആത്യന്തികമായ ജീവിതത്തിൽ നന്മ മാത്രമേ ലഭിക്കുമോ, തിന്മ ചെയ്ത് ജീവിച്ചാൽ അങ്ങനെയുള്ളവർക്ക് തിന്മയെ ലഭിക്കത്തുള്ളൂ, ഈ ചിന്തകളും മനുഷ്യന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല. കാരണം മനുഷ്യ ജീവിതം വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മുടെ മുൻപിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇനി എന്താണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്? നന്മയെ അറിയത്തില്ല, ഭാവിയിൽ എന്ത് വരാൻ പോകുന്നെന്ന് അറിയത്തില്ല, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലം ആരനുഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ഇനി ജീവിതം വിട്ടു പോയാലോ? ഇവിടെ ശലോമോൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മരണമാണോ ഏറ്റവും നല്ലത്? ജീവിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലേ എന്ന് മനുഷ്യന് തോന്നിപ്പോകാം. മനുഷ്യന്റെ പ്രയത്നങ്ങളിൽ ഫലമില്ല, മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് സമ്പൂർണമായ ഫലമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ജീവിക്കുന്നതിലെ നല്ലത് മരിക്കുന്നതാണോ? അല്ല. ശലോമോൻ പറയുന്നു, എപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ് നല്ലത്. ലൈഫ് ഈസ് ബെറ്റർ ദാൻ ഡെത്ത്. മരണത്തെക്കാൾ നല്ലത് ജീവനാണ്. കാരണം ജീവനുള്ള കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിപ്പാൻ നിങ്ങൾക്ക് കഴിയും. ജീവിതത്തിൽ അസന്തുലിതകളുണ്ട്,
സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്ത തട്ടിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. എങ്കിലും ജീവിതത്തെ ഉപേക്ഷിച്ച് കളയുന്നതിലല്ല, ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിലാണ് യഥാർത്ഥമായ ജീവിത ലക്ഷ്യം കൈവരിപ്പാൻ കഴിയുന്നത് എന്നാണ് ഭക്തനായ മനുഷ്യൻ ഇവിടെ പറയുന്നത്. ഞാൻ വിതച്ച വിത്തിന്റെ ഫലം എന്താകുമെന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. എന്റെ പ്രയത്നങ്ങളുടെ ഫലം ആരനുഭവിക്കും എന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. ഞാൻ ചെയ്ത നന്മകളുടെ പ്രതിഫലം എനിക്ക് ലഭിക്കുമോ എന്ന് പറയുവാൻ കഴിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും മരണത്തെക്കാളും അധികം എപ്പോഴും നല്ലത് ജീവൻ തന്നെയാണ്. കാരണം ദൈവം വെച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, കാലഘട്ടങ്ങളെ തിരിഞ്ഞറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അനന്തര ഫലങ്ങൾ ഏറ്റവും ഭംഗിയുള്ളതാണ് എന്നാണ് ഈ സഭാപ്രസംഗി പറയുന്നത്. കാരണം ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയുള്ളതാക്കി ചെയ്യുന്നു. അതുകൊണ്ട് ജീവനാണ് എപ്പോഴും നല്ലത്. മനുഷ്യൻ ഒരു ജ്ഞാനിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ജീവിതത്തെ അല്ലെങ്കിൽ ജീവനിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. മരണത്തെക്കാൾ അധികം ജീവനെ ആശ്ലേഷിക്കുന്നവരായിരിക്കണം. ജീവനെ പ്രൊമോട്ട് ചെയ്യുന്നവരായി, ജീവന് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം എന്നാണ് ജ്ഞാനിയായ ശലോമോൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ജീവനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യന് എപ്പോഴും നല്ലത്. ഭാവിയെ കുറിച്ച് അവൻ അജ്ഞനാണ്. അവൻ ചെയ്യുന്ന പ്രയത്നങ്ങളുടെ ഫലങ്ങളെ കുറിച്ച് അവൻ അജ്ഞനാണ്. നാളെ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് അറിയത്തില്ല. ജീവിതം ഭാവിയിലേക്ക് നോക്കുമ്പോൾ അനിശ്ചിതത്വങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ജീവനെ പരിപോഷിപ്പിക്കണം എന്നാണ് ജ്ഞാനിയുടെ വചനങ്ങൾ. അതുകൊണ്ട് ഈ ചിന്തകളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും, അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ജീവനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ വഴി. കാരണം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആയുസ് ദൈവം അവന് വേണ്ടി പ്രത്യേകമായി കനിഞ്ഞ് നൽകിയിരിക്കുകയാണ്. ആ ആയുസ്സിനെ വളരെ പ്രാധാന്യത്തോടെ കണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയും നാം ചെയ്യുന്ന ചിന്തകളുടെയും നാം വിതയ്ക്കുന്ന വിത്തുകളുടെയും അനന്തര ഫലങ്ങളെ കുറിച്ച് അനിശ്ചിതത്വവും ഭാവിയെക്കുറിച്ച് അജ്ഞതയും നമുക്കുണ്ടെങ്കിലും ജീവനെ പരിപോഷിപ്പിക്കുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ജ്ഞാനിയായ ശലോമോൻ ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു ഭരണാധികാരിയായിരിക്കുന്ന വ്യക്തി ശരിയായ വിധത്തിൽ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് രാഷ്ട്രത്തിന്റെ തന്നെ നാശത്തിന് കാരണമായി തീരുമെന്ന് ഇവിടെ സഭാപ്രസംഗി നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ചെറിയ ഭോഷത്വം മതി ഒരു ജീവിതത്തിൽ നമ്മൾ രൂപീകരിച്ചെടുത്ത മുഴുവൻ നന്മകളെ നശിപ്പിക്കുവാൻ. ഒരു ചെറിയ പോഷത്വം മതി. അതുകൊണ്ട് എത്ര ജ്ഞാനത്തോടുകൂടി ജീവിക്കണം, എത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് ഇവിടെ സഭാപ്രസംഗി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഭരണാധികാരിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ യുക്തിരഹിതമായ ചില തീരുമാനങ്ങൾ രാഷ്ട്രത്തിന്റെ തന്നെ നാശത്തിന് വഴിവെച്ചേക്കാം. അതുപോലെ ജീവിതം മുഴുവൻ നന്മ ചെയ്തിട്ട് ഒരു ചെറിയ അബദ്ധം അല്ലെങ്കിൽ ഒരു ചെറിയ പോഷത്വം ചെയ്യുമ്പോൾ അത് ജീവിതത്തിന്റെ തന്നെ മുഴുവൻ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന സകല യശസ്സിന്റെയും നാശത്തിന് കാരണമായി തീരും എന്നാണ് ഇവിടെ സഭാപ്രസംഗി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാവിയെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലും, നമ്മൾ ചേർന്ന പ്രയത്നങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിലും അതൊരിക്കലും നമ്മളെ നിരാശയിലേക്ക് നടത്തരുത്. അതൊരിക്കലും നമ്മളെ വിഷാദത്തിലേക്ക് നടത്തുവാൻ ഇടയാകില്ല. അതിനുള്ള ഒരു വഴിയാണ് സഭാപ്രസംഗി നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യത്തെ പ്രാരംഭ അധ്യായങ്ങളിൽ മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകതയും മാനുഷിക പ്രയത്നങ്ങളുടെ നിരർത്ഥകതയും മാനുഷിക അറിവുകളുടെയും ജ്ഞാനങ്ങളുടെയും താൽക്കാലികമായ സ്വഭാവങ്ങളെയും അതിന്റെ പരിമിതികളെയും എല്ലാം ജ്ഞാനിയായ ശലോമോൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവം തന്നിരിക്കുന്ന നന്മകൾ, അത് ഭക്ഷണമായിക്കൊള്ളട്ടെ, പാനീയമായിക്കൊള്ളട്ടെ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, സാമൂഹിക ബന്ധങ്ങളായിക്കൊള്ളട്ടെ, വസ്തുവകകളായിക്കോട്ടെ, ധനങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ദൃഢമായിരിക്കേണ്ട ഒരു ചിന്ത ഇതാണ്: ഞാൻ എന്റെ പ്രയത്നങ്ങൾ താൽക്കാലികമാണ്, എന്റെ നേട്ടങ്ങൾ താൽക്കാലികമാണ്, എന്റെ വസ്തുവകകൾക്ക് സ്ഥിരതമായ ഒരു സ്ഥായിയായ സ്വഭാവമില്ല, അതുപോലെ എന്റെ അറിവുകൾ പരിമിതമാണ്, നാളെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധ്യമില്ല, എന്റെ പ്രയത്നങ്ങളുടെ അനന്തര ഫലം എന്തായിത്തീരുമെന്ന് എനിക്ക് ബോധ്യമില്ല. എങ്കിലും മനുഷ്യ ജീവിതത്തെ വെറുതെ ഉപേക്ഷിച്ച് കളയരുത്, അത് നിരർത്ഥകമായി തള്ളിക്കളയരുത്, മനുഷ്യന്റെ ജീവിതം വെറും മായയായിട്ട് തള്ളിക്കളയരുത് എന്നാണ് ആത്യന്തികമായി ശലോമോൻ പ്രഭാഷകൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിനാണ് 12-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ചില ചിന്തകൾ നമുക്ക് തരുന്നത്. അവിടെ പറയുന്നതാണ്, പറഞ്ഞുവിട്ട അധ്യായങ്ങളിൽ മനുഷ്യ ജീവിതത്തിന്റെയും മാനുഷിക പ്രയത്നങ്ങളുടെയും മാനുഷിക നേട്ടങ്ങളുടെയും നിരർത്ഥകതയെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ബോധ്യമാക്കി തരുമ്പോഴും ഒരു സാധ്യത നമ്മുടെ മുൻപിൽ ഈ പുസ്തകം തുറന്നു വെക്കുന്നുണ്ട്.
അതുകൊണ്ട് മനുഷ്യ ജീവിതം എന്നും താൽക്കാലികത എന്ന് പറഞ്ഞാൽ തന്നെയും അതിന് ആത്യന്തികമായ വില കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന്, മൂല്യമുള്ള ചില യാഥാർത്ഥ്യം ഉണ്ടെന്ന് 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നതാണ് ജ്ഞാനിയായ ശലോമോൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. എന്താണ് ശരിയായ ജീവിതത്തിന്റെ അർത്ഥം? എന്താണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് 12-ാം അധ്യായത്തിൽ തന്റെ വാദമുഖങ്ങളെല്ലാം നിരത്തിയ ശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കാരണം നിന്റെ മുൻവരുന്ന നാളുകളിൽ നിന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ പ്രേരക ശക്തിയായി നിൽക്കുന്നത് ഈ സൃഷ്ടാവിനെ ഉൾപ്പെടുത്തുമ്പോഴാണ്. മനുഷ്യ ജീവിതത്തിന്റെ പ്രയത്നങ്ങള് അർത്ഥവത്തായി തീരുന്നത് സൃഷ്ടിതാവിനെ തിരിച്ചറിയുമ്പോഴാണ്. മനുഷ്യ ജീവിതത്തിന്റെ ജ്ഞാനം പൂർണ്ണമായി തീരുന്നത് സൃഷ്ടിതാവിന്റെ പങ്കാളിത്തത്തെ നമ്മൾ ക്ഷണിക്കുമ്പോഴാണ്. മാനുഷിക നേട്ടങ്ങളിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് സൃഷ്ടിതാവിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഉത്ബോധിപ്പിക്കുവാൻ സഭാപ്രസംഗിക്കുള്ളത്, പ്രഭാഷകനുള്ളത് ഇപ്രകാരമാണ്: നിന്റെ സൃഷ്ടാവിനെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു ഉടയവൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മാനുഷിക ജ്ഞാനത്തെ പൂർണ്ണതയിൽ, പരിപൂർണതയിൽ എത്തിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള അവബോധമാണ്. മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ്. നിത്യജീവന്റെ അനുഭവം എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത് മരണശേഷമുള്ള ഒരു അനുഭവം മാത്രമല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവന്റെ അനുഭവങ്ങൾ അതിനെ ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാം. എന്താണ് നിത്യജീവന്റെ അനുഭവങ്ങൾ? ദൈവിക ജീവന്റെ സമൃദ്ധി, ഒരു പൂർണ്ണമായ ജീവിതം, ഒരു ഫുൾ ലൈഫ് നയിക്കുവാൻ ഈ നിത്യജീവന്റെ അനുഭവങ്ങൾ നമുക്ക് സഹായകരമാകും. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത്, വെറും ഒരു നിരർത്ഥകതയിൽ ജീവിച്ച് കഴിയേണ്ടതല്ല മനുഷ്യ ജീവിതം. ദൈവത്തോടുള്ള ബന്ധത്തിൽ സമ്പൂർണമായ ഒരു ജീവിതം നയിക്കത്തക്ക രീതിയിൽ നിത്യജീവന്റെ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് സമാധാനം, സന്തോഷം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, അങ്ങനെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയുന്ന ഒരു മാർഗമായിട്ട് മനുഷ്യ ജീവിതം മാറണമെന്നാണ് പ്രഭാഷകൻ ആത്യന്തികമായി നമ്മളോട് പറയുന്നത്. ആത്യന്തികമായി മനുഷ്യകുലം ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് വളരെ വ്യക്തമായിട്ട് ശലോമോൻ പറയുന്നത്. താൻ പറയുന്നു, എന്റെ ജീവിതം വെറും ഒരു ശൂന്യതയല്ല. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ജീവിതങ്ങളൊന്നും ശൂന്യമായി തീരുകയില്ല. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തിന്റെ വഴികളെ അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് സൃഷ്ടിതാവിന്റെ പങ്കാളിത്തം ജീവിതത്തിൽ ഉണ്ടായി അതനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രയത്നങ്ങളൊന്നും അർത്ഥമില്ലാതായി പോകത്തില്ല, അതൊന്നും നിരർത്ഥകമായി പോകത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യൻ പൊടിയായ ഒരു വ്യക്തിയാണ്. മനുഷ്യനെ പൊടിയിൽ നിന്നാണ് ദൈവം എഴുന്നേൽപ്പിച്ചത്. എന്നാൽ പൊടിക്കകത്ത് ദൈവത്തിന്റെ ഒരു സാരാംശം അവൻ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ സൃഷ്ടിതാവിന്റെ പങ്കാളിത്തം ക്ഷണിക്കുമ്പോൾ, സൃഷ്ടിതാവിനെ ഉൾക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങൾക്ക് അർത്ഥമുണ്ടാകും, നമ്മുടെ ജ്ഞാനത്തിന് പരിപൂർണത ഉണ്ടാകും, നമ്മുടെ നേട്ടങ്ങൾക്ക് ഒരു അർത്ഥമുണ്ടാകും എന്നാണ് സഭാപ്രസംഗി നമ്മളോട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എത്ര മനോഹരമായിട്ടാണ് തന്റെ വാദഗതികൾ ശലോമോൻ നമുക്ക് മുമ്പിൽ നിരത്തുന്നത്. മനുഷ്യന്റെ പ്രയത്നങ്ങളും, മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നതും നാളെ ആരത് അനുഭവിക്കുമെന്ന് അവനറിയത്തില്ല. അതിന്റെ അനന്തര ഫലങ്ങൾ എന്തായി തീരുമെന്ന് അവൻ അറിയത്തില്ല. ഇന്നെടുത്ത തീരുമാനങ്ങളുടെ അനന്തര ഫലം എന്തായി തീരുമെന്ന് മനുഷ്യന് മനസ്സിൽ കാണുവാൻ കഴിയത്തില്ല. അതെല്ലാം അവന്റെ ചിന്തകൾക്കപ്പുറമാണ്, അതെല്ലാം അവന്റെ ഊഹങ്ങൾക്കപ്പുറമാണ്, അതെല്ലാം അവന്റെ കഴിവുകൾക്കപ്പുറമാണ്. മനുഷ്യൻ വിത്ത് വിതച്ചാൽ നാളെ അതെന്തായി തീരുമോ എന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവത്തെ ഓർത്ത് ദൈവത്തിന്റെ സൃഷ്ടിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന, വിധേയപ്പെടുത്തുന്ന, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അർത്ഥസമ്പൂർണമായി തീരും, അർത്ഥവത്തായിട്ട് തീരും. അങ്ങനെയാണ് ഈ ചിന്തകൾ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമല്ലേ ഈ കാലഘട്ടത്തിലും. മനുഷ്യ ജീവിതങ്ങൾ നിരാശകളിലേക്കും വിഷാദങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തെ വളരെ ശ്രദ്ധയോടെ ദൈവിക കൽപ്പനകൾക്ക് ചെവി കൊടുത്ത് ദൈവിക വഴികളിലൂടെ നടക്കുന്ന ഒരു വ്യക്തി, സൃഷ്ടിതാവായ ദൈവത്തെ ജീവിതത്തിൽ കാണുകയും അറിയുകയും ചെയ്യപ്പെടുന്ന വ്യക്തി, അവരുടെ ജീവിതങ്ങൾ അർത്ഥവത്തായി തീരും, സമ്പുഷ്ടമായി തീരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ വചനം കൽപ്പിക്കുന്നത് സർവ്വ ലോകത്തെക്കാളും വിലയുള്ള ജീവിതമെന്നാണ്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് സഭാപ്രസംഗി നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ചിന്തകൾ ഒന്നുകൂടി പറഞ്ഞ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. മനുഷ്യന്റെ പ്രയത്നങ്ങൾ നിരർത്ഥകമാണ്.
താൽക്കാലികമാണ്. മനുഷ്യൻ എന്ത് നേടിയാലും അതെല്ലാം ശവക്കുഴി മാത്രമാണ്. സമ്പന്നൻ ശവക്കുഴി കൊണ്ട് അവസാനിക്കും, ദരിദ്രൻ ശവക്കുഴി കൊണ്ട് അവസാനിക്കും, പണ്ഡിതൻ ശവക്കുഴി കൊണ്ട് അവസാനിക്കും, പാമരൻ ശവക്കുഴി കൊണ്ട് അവസാനിക്കും. ജീവിതത്തിൽ കഴിവുള്ളവന് ശവക്കുഴി കൊണ്ട് അവസാനിക്കും, കഴിവില്ലാത്തവൻ ശവക്കുഴി കൊണ്ട് അവസാനിപ്പിക്കും. കറുത്തവൻ ശവക്കുഴി കൊണ്ട് അവസാനിക്കും, വെളുത്തവൻ ശവക്കുഴി കൊണ്ട് അവസാനിക്കും. ജീവിതത്തിൽ നേടിയവനും നേടാൻ കഴിയാത്തവനും ശവക്കുഴി കൊണ്ട് അവസാനിക്കും. ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നാളെയെ കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യനെ എന്നും അസ്വസ്ഥതപ്പെടുത്തുന്നു. ഭാവിയെ കുറിച്ച് ഒന്നും മനുഷ്യൻ അറിയത്തില്ല. ചെയ്യുന്ന പ്രയത്നങ്ങളുടെ അനന്തര ഫലം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു, ഇനി ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? മൂന്നാമതായിട്ട് ഭക്തനായ മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രയത്നങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒന്നും ഒരു സ്ഥായിയായ സ്വഭാവം കണ്ടെത്തുന്നില്ലെങ്കിൽ മരണമല്ലേ എനിക്ക് നല്ലത്? സഭാപ്രസംഗി പറയുന്നു, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ആത്യന്തികമായി താൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക. അങ്ങനെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കി തീർക്കാനാണ്, അർത്ഥവത്താക്കി തീർക്കാനാണ് സഭാപ്രസംഗി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ഈ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട കാര്യം, ജീവിതത്തിന്റെ നിരർത്ഥകതകൾ എന്ന് തോന്നുന്ന ചിന്തകൾക്ക് മാറ്റം വരുത്തിയിട്ട്, സ്ഥിരതയില്ലാത്ത അനുഭവങ്ങളാണല്ലോ, ആ ഭാവി അനിശ്ചിതത്വമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ചിന്തകൾക്ക് മാറ്റം വരുത്തിയിട്ട് സൃഷ്ടിതാവായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ പങ്കാളികളാക്കി ദൈവിക കൽപ്പനകളിലും ദൈവിക വഴികളിലും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നു, ധന്യമാക്കി തീർക്കുന്നു. നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നു. കാവ്യപുസ്തകങ്ങളിലെ അവസാന പുസ്തകമായ ഉത്തമഗീതമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉത്തമഗീതത്തിന്റെ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു ഗാനമാണിത്. സോങ് ഓഫ് സോങ്സ് എന്ന് പറഞ്ഞാൽ പാട്ടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ പാട്ടാണ്. ഇതിന്റെ ഉള്ളടക്കം തന്നെ ഏറ്റവും മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദമായ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി പരിഗണിക്കപ്പെടുന്ന ഒരു മാനുഷിക ഭാവത്തെയാണ് ഇതിന്റെ അകത്ത് കൈകാര്യം ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, സ്നേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ പുസ്തകത്തിൽ, 5ാമത്തെ പുസ്തകത്തിൽ ഏറ്റവും ഉയർത്തപ്പെടുന്ന ചോദ്യം ഇതാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച മറ്റ് പുസ്തകങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ നീതിമാൻ കഷ്ടം അനുഭവിക്കുന്നത് എന്തുകൊണ്ട്? യഥാർത്ഥമായ ജ്ഞാനത്തിന്റെ വഴിയേത്? യഥാർത്ഥമായ ജീവിതത്തിന്റെ അർത്ഥമെന്ത്? യഥാർത്ഥ ദൈവിക കൂട്ടായ്മയുടെ അനന്തര ഫലങ്ങൾ എന്ത്? ആരാധനയുടെ ഫലമെന്ത്? അവസാനമായിട്ട് ഈ പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്ന ആ ചോദ്യം ഇതാണ്: യഥാർത്ഥ സ്നേഹം എന്താണ്? അതിന്റെ അകത്തെ യഥാർത്ഥ പ്രതിഫലനങ്ങൾ എന്താണ്? യഥാർത്ഥ സ്നേഹം എങ്ങനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയും? ഈ ഉത്തമഗീത പുസ്തകങ്ങളെ വേദപണ്ഡിതന്മാർ, ചില വിഭാഗ വേദപണ്ഡിതന്മാർ പരാമർശിക്കുന്നത് ഇതൊരു അതിപരിശുദ്ധ സ്ഥലം എന്നാണ്. കാരണം ഇതിന്റെ അകത്ത് സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഉത്തമഗീത വ്യാഖ്യാനത്തിൽ പ്രധാനമായിട്ട് 2 ശാഖകളുണ്ട്. ഒന്ന്, ഇതിനെ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു സാദൃശ്യം എന്നുള്ള നിലയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഹൂദ പാരമ്പര്യത്തിൽ സാദൃശ്യ രൂപേണ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ യഹോവയായ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നു. യഹോവയായ ദൈവം ഭർത്താവും ഇസ്രായേല് ഭാര്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന്, ആ സാദൃശ്യത്തിൽ നിന്ന് ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള ആ സ്നേഹം, അതിനെ ഇതിൽ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമായിട്ട് പുതിയ നിയമ പഠിതാക്കൾ ഇതിനെ പരാമർശിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു, ക്രിസ്തുവിന്റെ സഭയോടുള്ള സ്നേഹം എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ച് ഇതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അക്ഷരികമായ വ്യാഖ്യാനമാണ്. അതിപ്രകാരമാണ്. ഇതിലെ കഥാപാത്രങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു പെൺകുട്ടി, ശൂന്യക്കാരത്തി പെൺകുട്ടിയും ഇടച്ചർക്കലും തമ്മിലുള്ള ആ നിഷ്കളങ്കമായ സ്നേഹത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അക്ഷരികമായ വ്യാഖ്യാനത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതില്ല. കാരണം ദൈവം മനുഷ്യനു വേണ്ടി ഭൂമിയിൽ ക്രമീകരിച്ച ഒരു സംവിധാനമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന കുടുംബ സംവിധാനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, അതുകൊണ്ട് അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. കുടുംബ സംവിധാനം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. ഈ കുടുംബ സംവിധാനം ദൈവത്തിന്
മഹത്വത്തിന് വേണ്ടിയാണ്. ദൈവം പറഞ്ഞു, ആണും പെണ്ണും സ്ത്രീയും പുരുഷനും ഒന്നാകുമ്പോൾ ദൈവത്തിന്റെ തിരുസ്വരൂപത്തെ, തൃത്വത്തെ ഭൂമിയിൽ അത് പ്രതിഫലിപ്പിക്കുന്നു. കാരണം ഇവരിൽ ഉള്ളത് ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവുമാണ്. മാത്രമല്ല ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. എന്നാൽ പിന്നീട് വന്ന തലമുറകളിൽ മനുഷ്യൻ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്, ദൈവിക സംവിധാനമാണ് കുടുംബം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രമെല്ലാം പഠിക്കുമ്പോൾ ശക്തമായ ദൈവം അവർക്ക് മുന്നറിയിപ്പുകളെ കൊടുക്കുകയാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അത് പറയാനുണ്ടായിരുന്ന കാരണം കനാന്യ ജാതികൾ ഏറ്റവും മ്ലേച്ഛകരമായിട്ട് ജീവിച്ച ജനതയാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ വഴിവിട്ട രീതിയിൽ, മാർഗത്തിൽ ഉപയോഗിച്ച് ദൈവത്തിന് വളരെ പ്രകോപനമായ രീതിയിൽ, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ അവർ ജീവിച്ചപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേലിനോട് പറയുവാണ്, നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. അപ്പോൾ അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തെ ദൈവികമായ രീതിയിൽ എങ്ങനെ സമീപിക്കാം, ദൈവത്തിന്റെ വചനം എന്താണ് അതിനുള്ളത് എന്നുള്ളതിനെ വളരെ കൃത്യതയോടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ട് ഉത്തമഗീത പുസ്തകത്തെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ മനുഷ്യ സ്നേഹത്തിന്റെ അതിന്റെ മാന്യത എന്താണ് എന്ന് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ലോകം വിവക്ഷിക്കുന്നത് പോലെയോ ലോകം സമീപിക്കുന്നത് പോലെയോ ഒരു സ്നേഹമല്ല സ്ത്രീ പുരുഷ ബന്ധത്തിൽ ദൈവം ആഗ്രഹിച്ചത്. ഈ സ്നേഹത്തിന് ഒരു മാന്യതയുണ്ട് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. വിശേഷാൽ ഈ ഉത്തമഗീതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സ്നേഹം മാന്യതയുള്ള സ്നേഹമാണ്. ഈ സ്നേഹം വിശുദ്ധമായ സ്നേഹമാണ്. ഈ പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇതിന്റെ അകത്ത് കാണുന്ന സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും വളരെ മാന്യമായിട്ട് വളരെ വിശുദ്ധമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈ സ്നേഹം വളരെ പക്വതയുള്ള ഒരു സ്നേഹമാണ്. പലപ്പോഴും ഇവർ അവരവരെ തന്നെ നിയന്ത്രിക്കുന്നു. അവർ പറയുന്നു, ഇതിനുള്ള സമയമല്ല, ഇതിനുള്ള സാഹചര്യമല്ല, ദൈവത്താൽ നിർമ്മിതമായ സാഹചര്യമാകട്ടെ എന്ന് പറഞ്ഞ് അവരെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പരസ്പരം ചൂഷണം ചെയ്താത്ത, ഒരു വ്യക്തിയെ ഉപയോഗപ്പെടുത്താത്ത, ദുരുപയോഗം ചെയ്യാത്ത ഒരു സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത്. പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്ന, പരസ്പരം അവരെ അംഗീകരിക്കുന്ന, അഭിനന്ദിക്കുന്ന, അവരുടെ ശരീരപ്രകൃതത്തെയും അവരുടെ സ്വഭാവ വൈശിഷ്ട്യത്തെയും അഭിനന്ദിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ആരും സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല എന്ന് ഉത്തമഗീതം നമ്മളെ വ്യക്തമാക്കുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്നേഹം എന്നുള്ളത് സ്വാർത്ഥതയില്ലാത്തതാണ്, ഇത് അവിശുദ്ധമല്ലാത്തതാണ്, ഇത് പക്വതയുള്ള സ്നേഹമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മാത്രമല്ല താൽക്കാലികമായ ഒരു ബന്ധമല്ല ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് വളരെ ദൈർഘ്യമേറിയ, നിലനിൽക്കുന്ന, സ്ഥിരതയുള്ള ഒരു സമർപ്പണമാണ് ഈ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ആ ബന്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. പരസ്പര മാന്യതയെ കാത്തു സൂക്ഷിക്കുകയും പരസ്പരം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളെ, സദാചാര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ ഇവിടെ കാണാൻ കഴിയും. അവര് പരസ്പരം പറയുന്നുണ്ട്, ഇതിനുള്ള സ്നേഹത്തിനുള്ള സമയമായിട്ടില്ല, നീ പബ്ലിക്കിലായിരിക്കുമ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിയുന്നത് വരെ ഈ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് അവരവിടെ പരസ്പരം അവര് പറഞ്ഞ് അവരവരെ തന്നെ സൂക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം നമ്മൾ അവിടെ കാണുന്നത് ഇത് പക്വതയുള്ളതാണ്. ഇത് സ്വയമായിട്ട് സ്വന്തം താല്പര്യങ്ങളെ സൂക്ഷിക്കുന്നതല്ല, സ്വാർത്ഥതയുള്ളതല്ല, അപമാനിക്കുന്നതല്ല, ദുരുപയോഗം ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കാണുന്നു, എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവര് പരസ്പരം സിംഗിൾ കമ്മിറ്റ്മെന്റ് ആണ്. പരസ്പരം ഒരു വ്യക്തിയോട് മാത്രമുള്ള വിധേയത്വം, ഒരു വ്യക്തിയോട് മാത്രമുള്ള സമർപ്പണം, അതാണ് വിവാഹ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്, ഏറ്റവും മാന്യതയുള്ളതാക്കി മാറ്റുന്നത്. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹ ജീവിതത്തിന് അതിനൊരു ഉടമ്പടി എന്നാ പറയുന്നത്. അതിന് 3 വിധത്തിലുള്ള പ്രാധാന്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ 3 വിധത്തിലാണ് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, വിവാഹ ജീവിതം എന്ന് പറയുന്നത് സ്ഥിരതയെ കാക്ഷിക്കുന്നതാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്ക് ബോധിച്ചതുപോലെ വിവാഹ ബന്ധങ്ങളെ മാറുവാൻ കഴിയത്തില്ല. അതിന് സ്ഥിരത ദൈവം ആവശ്യപ്പെടുന്നു. ഒരു മനുഷ്യന്
ദൈവവുമായിട്ട് എങ്ങനെ സ്ഥിരതയുള്ള ബന്ധമുണ്ടോ അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലും സ്ഥിരതയുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട് ഈ വിവാഹ ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഡിമാൻഡ് ഉള്ളത്. ആ ഡിമാൻഡ് ഇതാണ്, ഇത് വിശ്വാസ്യതയെ ഡിമാൻഡ് ചെയ്യുന്നു. മറ്റൊരു മാനുഷിക ബന്ധത്തിലും ഇത്രയധികം വിശ്വാസ്യത ആവശ്യപ്പെടുന്നില്ല. മൂന്നാമതായിട്ട് ഈ വിവാഹ ബന്ധം അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ദൈവിക വ്യവസ്ഥിതിയിലുള്ള ആ ബന്ധം യുക്തിരഹിതമായ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചത്? യാതൊരു യുക്തിക്കും നിരക്കുന്ന സ്നേഹമല്ലിത്. കാരണം ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവൻ പാപിയാണ്, അവൻ അധമനാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ്. പക്ഷെ ദൈവം നമ്മെ സ്നേഹിച്ചത് ഒരു യുക്തിക്കും അടിസ്ഥാനത്തിലല്ല, ഒരു കണ്ടീഷനും വെച്ചല്ല. അതുപോലെ തന്നെയാണ് ഈ കുടുംബ ബന്ധത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ അവർ ഒരേവിധ സമർപ്പണമുള്ളവരായിരിക്കുമ്പോൾ തന്നെ യുക്തിരഹിതമായ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തമഗീതം നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. ഈ വ്യക്തി അവള് പറയുന്നുണ്ട്, ഞാൻ കറുത്തിരുണ്ട ശരീരമുള്ള വ്യക്തിയാണ്, ഇരുണ്ട നിറമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അവളെ വിട്ടു പോകാൻ തയ്യാറാകുന്നില്ല. അവളുടെ പുറമേയുള്ള സൗന്ദര്യമോ പുറമേയുള്ള ആ കളറോ ഒന്നും വെച്ചല്ല സ്നേഹം. അകത്ത് നിന്ന് യുക്തിരഹിതമായ ഒരു സ്നേഹമാണ്. അവരവരെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്നേഹമാണ്. അവരവരെ തന്നെ പക്വതയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്നേഹമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഒരു സ്ത്രീയും പുരുഷനും കുടുംബ ബന്ധത്തിലൂടെ യോജിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ബന്ധത്തിൽ അവരവരെ തന്നെ എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും, അവരവരെ തന്നെ എങ്ങനെ അഭിനന്ദിക്കാൻ പറ്റും, അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉത്തമ മാതൃക കൂടിയാണ് ഉത്തമ ഗീതം അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥമായ ആ സ്നേഹത്തിന്റെ പ്രദർശനം നമുക്കിവിടെ കാണാൻ കഴിയും. വിവാഹ ജീവിതങ്ങൾ ഏറ്റവും ധന്യമായി തീരേണ്ടതിന് വേണ്ടി, ഭാര്യാഭർത്തൃ ബന്ധം ധന്യമായി തീരേണ്ടതിന് വേണ്ടി പരസ്പര അഭിനന്ദനങ്ങളുടെയും പരസ്പരം അംഗീകരിക്കുന്നതിന്റെയും പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെയും ആ ഒരു പ്രാധാന്യത എത്ര വലിയതാണെന്ന് ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തിയോട് മാത്രമുള്ള ഏക സമർപ്പണം അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റ് ഛിദ്രശക്തികൾ അല്ലെങ്കിൽ ഈ ബന്ധത്തെ തകർക്കുന്നതായ വിധത്തിലുള്ള ഏതെങ്കിലും സ്വാധീനങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഇതിനെ പരിപാലിക്കണമെന്നാണ് ഇവര് പരസ്പരം തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ അകറ്റി നിർത്തണം, അതിനെ മാറ്റിക്കളയണം എന്ന് പറഞ്ഞു. ദൈവം തന്നിരിക്കുന്ന ഈ പവിത്രമായ ബന്ധത്തെ തകർക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയണമെന്നാണ് ഇവിടെ ഇവർ പരസ്പരം തീരുമാനമെടുക്കുന്നത്. അവരവരുടേതായ ആ വിശുദ്ധിയെ അവരെ കാത്തു സൂക്ഷിക്കുന്നു, അവരുടെ വിശ്വാസ്യതയെ അവരെ കാത്തു സൂക്ഷിക്കുന്നു, അവരുടെ നൈർമല്യതയെ അവരെ കാത്തു സൂക്ഷിക്കുന്നു. അതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹത്തെ, ഈ സംഗീതത്തെ ഏറ്റവും ഉത്തമമായ സംഗീതം, ഏറ്റവും ശ്രേഷ്ഠമായ സംഗീതം എന്ന് പറയുവാൻ ഇടയായിത്തീർന്നത്. ദൈവം മനുഷ്യൻ നൽകിയ ഏറ്റവും നല്ല വരദാനമാണ് കുടുംബജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത കുടുംബത്തിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദകരമല്ല. അതിനെ ദൈവത്തിന് ബോധിക്കാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമല്ല. അപ്പോൾ ഈ ബന്ധത്തെ ആ പക്വതയിൽ കാത്തു സൂക്ഷിക്കുവാൻ, പരസ്പര അഭിനന്ദനങ്ങളിൽ കാത്തു സൂക്ഷിക്കുവാൻ, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ, മറ്റൊരു വ്യക്തിക്ക് ദോഷം ചെയ്യുന്ന വിധത്തിലല്ല ദൈവത്തിന്റെ ഹിതപ്രകാരം അതിനെ ക്രമീകരിക്കുവാൻ അത് ദൈവം വളരെ വ്യക്തമായിട്ട് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് വിവാഹ പൂർവമായ സാഹചര്യങ്ങളിൽ, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള സാഹചര്യത്തിൽ വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപദേശ സംഹിതയായിട്ട് ഈ തിരുവചന വേദഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളോടും, അവൻ കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണം, മാതാപിതാക്കളും മക്കളും എങ്ങനെ ആയിരിക്കണം, സഹോദരങ്ങൾ എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം, രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ, ഭരണാധികാരികളുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വളരെ കൃത്യമായ ഉപദേശങ്ങൾ തിരുവഴുത്തിൽ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ പ്രാധാന്യമേറിയിരിക്കുന്ന ഒരു വിഷയമായ ഈ കുടുംബ ബന്ധം എന്നുള്ള വിഷയത്തിൽ എന്തുകൊണ്ട് ദൈവവചനം നിശബ്ദമായിരിക്കണം? അതിന് തന്നെയാണ് ഒരു പുസ്തകം തന്നെ വളരെ കൃത്യതയോടെ ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങളെ കുടുംബ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏക സമർപ്പണത്തിൽ പ്രാവർത്തികമാക്കിയാൽ ധന്യമായ ഒരു ജീവിതം തീർച്ചയായിട്ടും ആ ബന്ധങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് വളരെ കൃത്യതയാണ്. അപ്പോൾ പക്വതയിലൂടെ, വിശ്വാസത്തിലൂടെ, പരസ്പര ധാരണയിലൂടെ, അതുപോലെ ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ആ ബന്ധങ്ങളിൽ
ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഉത്തമവേദ ഭാഗങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നത്. അവർ പരസ്പരം വിധേയത്വമുള്ളവരാണ്, പരസ്പരം മനസ്സിലാക്കുന്നവരാണ്, പരസ്പരം സമർപ്പണമുള്ളവരാണ്. അതാണ് ഈ ഭാഗങ്ങളിലൂടെ കാണിക്കുന്നത്. അങ്ങനെ അക്ഷരികമായ ഒരു വ്യാഖ്യാനം, അക്ഷരികമായ ഒരു സമീപനം ഈ പുസ്തകത്തോട് നമുക്കുണ്ടാവുന്നത് തീർത്തും അഭികാമ്യമാണ്. കാരണം ദൈവമക്കളുടെ കർത്താവിനെ പിൻപറ്റുന്നവരുടെ ജീവിതത്തിലുള്ള ഈ ബന്ധങ്ങളെ ക്രമീകരിക്കുവാനായിട്ടാണ് തിരുവചന വേദഭാഗമായി വേദപുസ്തകത്തിൽ തന്നെ തിരുവഴുത്തുകളുടെ ഭാഗമായിട്ട് തന്നെ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്നതാണ് ജ്ഞാനത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ക്രമീകരിക്കാം എന്നതിനുള്ള ദൈവിക ജ്ഞാനത്തിന്റെ വാക്കുകളാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിനെ തീർച്ചയായിട്ടും അതേ അർത്ഥത്തിലും അതേ അർത്ഥവ്യാപ്തിയിലും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അത് നമ്മുടെ ജീവിതത്തിന് ധന്യതയാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ദൈവവും ദൈവസഭയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തെ ഇത് പരാമർശിക്കാൻ കാരണം, യഹോവയായ ദൈവവും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിനെ പരാമർശിക്കാൻ കാരണം, ഈ ഭൂമിയിലെ മറ്റു ബന്ധങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠവും ഉന്നതവും ദൃഢവുമായിരിക്കേണ്ട ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. ഹോശേയ പ്രവചനം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹോശേയ പ്രവചനത്തിൽ ഇപ്രകാരമാണ് യഹോവയായ ദൈവം ഭർത്താവായിട്ടും ഇസ്രായേലിനെ ഭാര്യയായിട്ടും ചിത്രീകരിക്കുന്നു. എന്നാൽ യഹോവയോട് വിധേയത്വം പുലർത്തേണ്ട ആ ജനത യഹോവയെ വിട്ടു പോയപ്പോൾ കർത്താവ് പ്രവാചകനിലൂടെ അവർക്ക് സന്ദേശം കൈമാറുകയാണ്. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ വിവാഹ ഉടമ്പടിയാണ് പവിത്രമായിരിക്കേണ്ട ഉടമ്പടി, വിശ്വാസ്യതയുണ്ടായിരിക്കേണ്ട ഉടമ്പടി. വിവാഹ ഉടമ്പടിയാണ് സ്ഥിരത ഉണ്ടായിരിക്കേണ്ട ഉടമ്പടി. വിവാഹ ഉടമ്പടിയാണ് യുക്തിരഹിതമായ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത്. ദൈവം ഇസ്രായേലിനോട് പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് വിശ്വാസ്യത ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ എനിക്ക് അത് ലഭിച്ചില്ല. നിങ്ങൾ സ്ഥിരമായി എന്റെ പിന്നാലെ വരണമായിരുന്നു, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോയി. നിങ്ങൾ എന്നെ യുക്തിക്ക് അപ്പുറമായി സ്നേഹിക്കണമായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഉത്തമഗീതത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ദൈവത്തോടുള്ള സ്നേഹം അത് സ്ഥിരതയുള്ള സ്നേഹമായിരിക്കണം. ദൈവത്തോട് വിശ്വാസക്കേട് കാണിക്കരുത്. ദൈവത്തോട് വിശ്വാസ്യത ഉള്ളവരായിരിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അന്യ ദൈവന്മാരുടെയും ദേവിമാരുടെയും പുറകെ ജനം പോയെന്നാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് പറയുന്നത് അവർ ജാരന്മാരുടെ പുറകെ പോയെന്നാണ്. ദൈവം പറയുന്നു, ഭർത്താവായി എന്നെ വിട്ടിട്ട് നിങ്ങൾ മറ്റു ദൈവങ്ങളുടെ പുറകെ പോയി, അതുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഒരു കാരണവുമില്ല, ഒരു കണ്ടീഷനുമില്ല, അങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആ സ്നേഹം നിങ്ങൾ എന്നോട് കാണിക്കണം എന്നാണ് കർത്താവരോട് പറഞ്ഞത്. എന്നാൽ ആ സ്നേഹത്തിൽ നിന്ന് ഇസ്രായേൽ അകന്നു പോയതിന്റെ ഫലമായി അവര് ശിക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം സ്ഥിരതയുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം വിശ്വാസ്യതയുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം ഒരു കണ്ടീഷനുമില്ലാത്ത സ്നേഹം. നന്മയായാലും തിന്മയായാലും അനുകൂലമായ സാഹചര്യമായാലും പ്രതികൂലമായ സാഹചര്യമായാലും ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സേവിപ്പാൻ നമ്മൾ കടപ്പെട്ടവരാണ്, വിധേയപ്പെട്ടവരാണ് എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല നമ്മൾ വളരെ പക്വതയുള്ള സ്നേഹം ദൈവത്തോട് കാണിക്കണം. ദൈവം പറയുന്നു, എന്റെ ജനം മറ്റൊരാളുടെ പുറകെ പോകാൻ പാടില്ല. ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്, എന്റെ സഹോദരി എന്റെ കാന്ത അവൾ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാണ്, മുദ്രയിട്ടിരിക്കുന്ന കിണറാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് മാത്രമാണ് വിധേയത്വം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് മാത്രമാണ് ഇസ്രായേലിന്റെ വിധേയത്വമായിരിക്കേണ്ടത്. സഭയുടെ വിധേയത്വം ആത്മഗുണവാനായ ക്രിസ്തുവിനോട് മാത്രമായിരിക്കണം. മറ്റൊരു വ്യക്തിയെയോ മറ്റൊരു ദൈവങ്ങളെയോ മറ്റു ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്ന മറ്റൊന്നിനെയോ അതിന്റെ പുറകെ കൂട്ടുവാൻ ദൈവം തന്നെ ജനത്തിന് പ്രമാണം കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ നിർണയിച്ചിരിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട പദവി മറ്റൊന്നിനോ യാതൊരുത്തർക്കോ വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ യഹോവയ്ക്ക്, ദൈവത്തിന്, ക്രിസ്തുവിന് പൂർണ്ണ വിധേയത്വമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സർപ്പം അവയെ ഉപായത്താൽ ചതിച്ചതുപോലെ അവനോടുള്ള നിഷ്കളങ്കയും അവനോടുള്ള വിധേയത്വവും നിങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ ഭയം ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഉത്തമഗീതത്തിലൂടെ നമ്മൾ പറയുന്നത്. എന്റെ പ്രിയൻ എനിക്കുള്ളവനാണ്, ഞാൻ അവനുള്ളവളാണ്. ഇതിന്റെ ഇടയിൽ മറ്റൊരു വ്യക്തി വരാൻ പാടില്ല. അങ്ങനെ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ചെറുകുറുക്കന്മാരെന്ന് പറയുന്നത്. ദൈവവും ഇസ്രായേലും ദൈവവും സഭയും തമ്മിലുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചേ, അതിനെ മാറ്റിയേ മതിയാവും. അപ്പോൾ ഏക വിധേയത്വം
ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകണം. രണ്ടാമതായി ശൂന്യക്കാരത്തിയോട് യെരൂശലേം പുത്രിമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പ്രിയന് എന്ത് വിശേഷതയുള്ളൂ മറ്റു പ്രിയന്മാരെക്കാൾ? അവള് പറയുന്ന മറുപടി, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയുടെ നാഥനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ എത്രത്തോളം ശ്രേഷ്ഠതയോടെ നമ്മൾ മനസ്സിലാക്കണം. അവനെ പോലെ ശ്രേഷ്ഠനായ, അവനെ പോലെ ഉന്നതനായ, അവനെ പോലെ മഹത്വമുള്ളവനായ മറ്റൊരുവരെയും ഞാൻ കാണുന്നില്ല. തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നല്ലോ, കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായി ഒരുവനുമില്ല, നിനക്ക് പകരം വയ്ക്കുവാൻ മറ്റാരുമില്ല. യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവേ, നിന്നോട് സദൃശനായി ആരെ എനിക്ക് ഉപമിക്കാൻ പറ്റും? ഇസ്രായേലിന്റെ പരിശുദ്ധനെ ആരോട് സമനാക്കാൻ പറ്റും? യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എപ്പോഴും സഭയാകുന്ന മണവാട്ടി സഭയ്ക്ക് അവരുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യേശുക്രിസ്തു ഉന്നതനാണ്, യേശുക്രിസ്തു വലിയവനാണ്, യേശുക്രിസ്തു നിസ്തുലൻ എന്നതിലപ്പുറമായി യേശുക്രിസ്തു അതുല്യനാണ്. അവനെ തുല്യം ചെയ്യുവാൻ, അവനെ തുലനം ചെയ്യുവാൻ മറ്റാരുമില്ല. ചരിത്രത്തിൽ ഇന്നലെ വന്നവരോ ഇന്ന് വന്നവരോ അല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഒരു വ്യക്തി പോലും യേശുക്രിസ്തുവിനോട് തുല്യനായിട്ടില്ല. അതുകൊണ്ടാണ് ശൂന്യകാലത്തിൽ പറഞ്ഞത്, എന്റെ പ്രിയന് അവൻ 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്, അവൻ വെണ്മയും ചുവപ്പും ഉള്ളവനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ വിധേയത്വം, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്ന ആ ഒരു അനുഭവം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തു എന്തുകൊണ്ട് ശ്രേഷ്ഠനായിരിക്കുന്നു എന്നുള്ളതിന്റെ ബോധ്യം ഓരോ വിശ്വാസിക്കും, സഭയിലെ ഓരോ അംഗങ്ങൾക്കും കൃത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ലോകത്തിന്റെ ധനങ്ങളും ഈ ലോകത്തിന്റെ ആഡംബരങ്ങളും കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്നവർ, തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്നവർ ജാരന്മാരുടെ പുറകെ പോവുകയാണ്. ഇവിടെയും അത് ഉത്തമഗീതത്തിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നവരിൽ പ്രിയന് പ്രസാദമില്ല. എന്റെ പ്രിയ, എന്റെ കാന്ത അവൾ എനിക്കുള്ളവളാണ്, എന്റെ പ്രിയൻ എനിക്കുള്ളവനാണ്. ആ ഒരു ബോധ്യം, ആ ഒരു ചിന്ത എപ്പോഴും ദൈവസഭയ്ക്കും ദൈവജനത്തിലും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള വിധേയത്വം, അവന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം, മറ്റ് ശക്തികളെ ഒഴിവാക്കി നിർത്തുന്ന ഒരനുഭവം, അതെപ്പോഴും അവർക്കുണ്ടായിരിക്കണം. ഇതേ പുസ്തകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഏറിയ വെള്ളങ്ങൾക്ക് സ്നേഹത്തെ അടക്കുവാൻ കഴിയത്തില്ല, പ്രേമത്തെ അടക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനോടുള്ള ആർക്കു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നോ ആ പുരുഷനോട്, ആ സ്ത്രീയോടുള്ള ആ വിധേയത്വം, ആ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ, ഇതിനൊന്നും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയത്തില്ല. അത് തന്നെയാണ് ഉത്തമഗീതത്തിൽ നമ്മൾ കാണുന്നത്. ഏറിയ വെള്ളങ്ങൾക്ക്, ഏറിയ പ്രതിസന്ധികൾക്ക്, ഏറിയ പ്രശ്നങ്ങൾക്ക്, ഏറിയ ബുദ്ധിമുട്ടുകൾക്ക് ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. ആ സ്നേഹം അത്ര രൂഢമൂലമാണ്, അത്ര അടിസ്ഥാനപ്പെട്ടതാണ്, അത്ര വേരൂന്നിയതാണ്, അത്ര ആഴത്തിലുള്ളതാണ്. അത് മനസ്സിലാക്കിയ ഭക്തനായ പൗലോസും അത് തന്നെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഈ ലോകത്തിലുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ ഇതിനൊന്നിനും അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. ഈ സ്നേഹത്താലാണ് ക്രിസ്തു സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സഭ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഇരിക്കേണ്ടത്. ഈ സ്നേഹം കുറഞ്ഞു പോകുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മടങ്ങി വന്ന് യഥാർത്ഥ സ്നേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം അതാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഘടകം. ഇവിടെ ഉത്തമഗീതത്തിന്റെ ചിന്തകളിൽ നിന്നും അത് വളരെ പ്രസക്തമാണ്. ഏറിയ വെള്ളങ്ങൾക്ക് സ്നേഹത്തെ അടക്കുവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ച് ചിന്തിച്ചാട്ടെ, എത്ര വെള്ളങ്ങൾ പെരിയാലും, ഏത് അഗ്നിയുടെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും യഥാർത്ഥ സ്നേഹമുള്ളവരെ പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. ഏത് വെള്ളങ്ങളെയും ഏത് അഗ്നിയുടെ പരീക്ഷണങ്ങളെയും നേരിടുവാൻ യഥാർത്ഥ സ്നേഹത്തിന്റെ ബലമുള്ളവർക്ക് കഴിയും. ഇന്ന് എന്തുകൊണ്ടാണ് കുടുംബബന്ധങ്ങൾ ശിഥിലമാകുന്നത്? എന്തുകൊണ്ടാണ് കുടുംബബന്ധങ്ങൾ തകർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് കുടുംബബന്ധങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാത്തത്? നിസാര പ്രശ്നങ്ങൾക്ക് മുതൽ നിസാര തിരമാലകൾക്ക് മുമ്പിൽ അവർ തകർന്നു പോകാൻ കാരണം സ്നേഹബന്ധങ്ങൾ അടിസ്ഥാനപ്പെടുന്നില്ല. സ്നേഹബന്ധങ്ങൾ അടിത്തറമാകുന്ന ശരിയായ അനുഭവങ്ങളായി മാറുന്നില്ല. പൗലോസ് പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള സ്ഥിരതയുള്ള സ്ഥായിയായ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഈ സ്നേഹം നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഘടകമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ പരാജയപ്പെടാത്തതൊന്നുമില്ല. ഏറിയ വെള്ളങ്ങൾക്ക് സ്നേഹത്തെ അടക്കുവാൻ കഴിയത്തില്ലെന്നുള്ള പദം തിരികെ വായിച്ചാൽ ഇപ്രകാരം ഇരിക്കും: യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ വെള്ളങ്ങൾ അവിടെ പരാജയപ്പെടും, അഗ്നിയുടെ പരീക്ഷണങ്ങൾ അവിടെ പരാജയപ്പെടും, പ്രതിസന്ധികൾ അവിടെ പരാജയപ്പെടും. അതാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെയും നമുക്ക് മുൻപോട്ട് നയിക്കുവാൻ ഇടയായി തീരേണ്ട ഘടകം. ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ വളരെ വ്യക്തമായിട്ട് ദൈവവും സഭയുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ വളരെ ആലങ്കാരികമായ ഭാഷയിൽ നമുക്ക് അതിനെ ചിന്തിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ അക്ഷരികമായ രീതിയിലും മനുഷ്യ ബന്ധങ്ങളെ സൂചിപ്പിക്കുവാനും ഈ ഭാഗങ്ങളെ നമുക്ക് വളരെ സഹായകരമായി തീരും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മനോഹരമായ ഗീതം, ഏറ്റവും ഉത്തമമായ ഗീതം എന്ന ഈ ഭാഗങ്ങളെ കുറിച്ച് പറയാം. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണ്? യഥാർത്ഥത്തെ സ്നേഹത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം അഭിനന്ദിക്കുന്ന സ്നേഹമാണ്, പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹമാണ്, പരസ്പരം സമർപ്പണമുള്ള സ്നേഹമാണ്, പരസ്പരം ചൂഷണം ചെയ്യാത്ത സ്നേഹമാണ്, പക്വത പ്രദർശിപ്പിക്കുന്ന സ്നേഹമാണ്, ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പരസ്പരം ദോഷം ചെയ്യാത്തതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പൗലോസ്ലേഹിയും അതാ പറയുന്നത്. സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം മറ്റുള്ളവന്റെ ഗുണം കൂടി അന്വേഷിക്കുന്നതാണ്. അതാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം എന്ന് പറയുന്നത്. ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ബന്ധങ്ങളിൽ, യഥാർത്ഥത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ എത്രയോ ധന്യമായി തീരും, എത്രയോ അനുഗ്രഹമായി തീരും. അവിടെ കുടുംബത്തിന് നേരെ അടിക്കുന്ന ഏതു പ്രതിസന്ധികളുടെ നടുവിലും അതിനെ ജയിക്കുവാൻ തക്കതായ സ്നേഹത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഏറിയ വെള്ളങ്ങൾക്ക് ഇതിനെ അടക്കുവാൻ സാധ്യമല്ല. യെരൂശലേം പുത്രിമാരുടെ ആ വശീകരണ വാക്കുകൾക്ക് ഇതിനെ വ്യതിചലിപ്പിക്കുവാൻ സാധ്യമല്ല. അതാണ് ശൂനേംകാരത്തി പറയുന്ന സാക്ഷ്യം, അതാണ് ഇടയച്ചെറുക്കൻ പറയുന്ന സാക്ഷ്യം. പുറമേയുള്ള യാതൊരുവിധ ആകർഷണീയതകളുമല്ല, അകത്തെ ആത്മാവിന്റെ ആന്തരിക സൗന്ദര്യമാണ് അവരുടെ സ്നേഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അവരുടെ ഏക വ്യക്തിയോടുള്ള അവരുടെ സമർപ്പണമാണ് അവരുടെ സ്നേഹത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതേ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. ആത്മമണോളനായ ക്രിസ്തുവിനോട് നമ്മൾ പത്നിയായി തീരുവാൻ, കാന്തിയായി തീരുവാൻ നമ്മളെ ഉടമ്പടി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഉടമ്പടിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന യാതൊരു വിധമായ ഇരുളിന്റെ ശക്തികളോ അല്ലെങ്കിൽ പിശാചിന്റേതായ തന്ത്രങ്ങളെയോ അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവശക്തിയാണ് നമുക്ക് ആവശ്യം. കർത്താവിനെ ഉപേക്ഷിച്ച് കർത്താവിന് കൊടുക്കേണ്ട മഹത്വവും കർത്താവിന് കൊടുക്കേണ്ട സ്നേഹവും മറ്റുള്ള വ്യക്തികൾക്കോ മറ്റ് സാഹചര്യങ്ങൾക്കോ മറ്റു വസ്തുവകൾക്കോ ആയി പോകുമ്പോൾ കർത്താവ് നമ്മെ കുറിച്ച് ദുഃഖിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ പൂർണ്ണ പ്രതിഫലനം ആകുന്നില്ല. അതുകൊണ്ട് പൗലോസിനോട് കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് പറയുവാൻ ഇടയായി തീരട്ടെ, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ ആർക്ക് കഴിയും? ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റുവാൻ ആര് കഴിയും? അപ്പൊ നിസ്തുലമായ ഒരു സ്നേഹത്തിന്റെ, പവിത്രമായ ഒരു സ്നേഹത്തിന്റെ, സമർപ്പണമുള്ള വിധേയത്വമുള്ള ഒരു സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമല്ലേ ഈ ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്? യഥാർത്ഥ സ്നേഹം അവിടെ നമ്മൾ കാണുന്നു. മാന്യതയുള്ള സ്നേഹം, വിശുദ്ധിയുള്ള സ്നേഹം, പരസ്പരം ചൂഷണം ചെയ്യാത്ത സ്നേഹം, പരസ്പരം സ്വാർത്ഥത അന്വേഷിക്കാത്ത സ്നേഹം, സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം. ആ സ്നേഹമല്ലേ യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ട് തീരുന്നത്? കാവ്യ പുസ്തകങ്ങളിലൂടെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ 4 ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നത്. നീതിമാനായ മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? നീതിമാനായ മനുഷ്യൻ കഷ്ടം അനുഭവിക്കുന്നത് അവനെ തകർക്കുവാനല്ല, ദൈവത്തെ കുറിച്ചുള്ള വലിയ ഉന്നതമായ വെളിപ്പാടുകളിലേക്ക് ആ മനുഷ്യൻ നയിക്കപ്പെടുകയാണ്. യഥാർത്ഥമായ ജ്ഞാനം എവിടെ ലഭിക്കും? യഥാർത്ഥമായ ജ്ഞാനം ദൈവത്തിൽ മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത്. ദൈവത്തെ പരിഗണിക്കുന്ന, ദൈവത്തിന്റെ പങ്കാളിത്തം ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായ ജ്ഞാനത്തിന്റെ ആ ഉറവിടം കണ്ടെത്തുവാൻ കഴിയുള്ളൂ. മനുഷ്യ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടോ? ഭാവിയെ കുറിച്ച് അവൻ അറിയത്തില്ല. നാളെയുടെ അധ്വാനങ്ങളുടെ പ്രയത്നഫലങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം? യഥാർത്ഥ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ്, ദൈവിക കൽപ്പനകളിൽ നടക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. ആത്യന്തികമായ ആരാധന എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തോടുള്ള സംസർഗം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു ഹൃദയം. അതാണ് ആരാധനയുടെ യഥാർത്ഥ സ്വഭാവം. സങ്കീർത്തന പുസ്തകങ്ങൾ നമുക്കതിന് സാക്ഷ്യം പറയുന്നു. അവസാനമായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സ്വാർത്ഥത അന്വേഷിക്കാത്തതാണ്, അത് പരസ്പരം ചൂഷണം ചെയ്യാത്തതാണ്,
അതൊരു മറ്റൊരു വ്യക്തിയുടെ മാന്യതയെ തകർക്കാത്തതാണ്. ഏക വിധേയത്വമുള്ള, എക്സ്ക്ലൂസീവായ ഒരു വ്യക്തിയോട് മാത്രമുള്ള വിധേയത്വം, അതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. ആ സ്നേഹം അങ്ങനെ തുടർന്നു പോകുന്ന വ്യക്തിക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, വെല്ലുവിളികളെ അതിജീവിപ്പാൻ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് ഇടയായി തീരും. ഈ തിരുവചന പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് ഉപദേശ വിഷയങ്ങൾ എന്നതിലുപരി വളരെ പ്രായോഗികമായ വിഷയങ്ങളാണ്. മനുഷ്യന്റെ ജീവിത പ്രതിസന്ധിയിൽ, കഷ്ടതയുടെ മധ്യത്തിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, യഥാർത്ഥ ജ്ഞാനത്തിന്റെ വഴികളെ എങ്ങനെ കണ്ടെത്താൻ കഴിയും, മനുഷ്യന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്, ആത്യന്തികമായ പ്രയോജനം എന്താണ്, ഇങ്ങനെ പ്രായോഗികമായ ഈ വിഷയങ്ങളിൽ ഈ ദൈവവചന പഠനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇതൊരു പഠനത്തിന്റെ അവസാനമല്ല, ഇതൊരു പഠനത്തിന്റെ തുടക്കമാണ്. ഈ പഠനങ്ങൾ തുടരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആത്യന്തികമായി വിജയമുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ, ജ്ഞാനിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ, ജ്ഞാനത്തിന്റെ വഴികളെ പഠിക്കുവാൻ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവിക കൽപ്പനകളിൽ നടക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.